വാം ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ എല്ലാവരും സെറ്റായിട്ട് ഇവിടെ ഇരിക്കുകയാണെന്ന് തോന്നുന്നു. ഗുഡ് ഈവനിങ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് എൻ ഗെയിം ഇന്നത്തേത് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബയോളജി പാർട്ടിലാണ്. അപ്പോൾ ബയോളജിയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ടോപ്പിക്കിൽ ഇതുവരെ നമ്മൾ പഠിച്ച പാർട്ട് 1 and 2 കമ്പൈൻഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ഒരു വാം വെൽക്കം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എല്ലാവരും വായിക്കുക. ആൻസേഴ്സ് പെട്ടെന്ന് തന്നെ ചാറ്റിൽ തരിക. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് റിഫ, ഗുഡ് ഈവനിങ് ഖദി, എല്ലാവരുടെയും പേര് വായിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹോർമോൺ ഷോസ് ടു പീക്ക് ഇൻ പ്രീ ഓവുലേറ്ററി ഫേസ് ആൻഡ് അനദർ ഇൻ ദ പോസ്റ്റ് ഓവുലേറ്ററി ഫേസ്? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരച്ചപ്പോൾ ആ ഗ്രാഫ് ഒന്ന് ഓർത്ത് നോക്കുക. അതിൽ ഏത് ഹോർമോണാണ് ഓവുലേഷന് മുമ്പും ഓവുലേഷന് ശേഷവും നമുക്ക് പീക്ക് തരുന്നത്? Which of this hormone shows peak in pre-ovulatory and post-ovulatory phase? Yes, answers പോരുന്നുണ്ട്. റിഫ ആൻസർ തന്നു. ബാക്കി എല്ലാവരും പോരട്ടെ. ഹായ് ആർദ്ര. യെസ്, ഒരു ആൻസർ മാത്രമേ കൃത്യമായിട്ട് വന്നുള്ളൂ, വേറെ ആൻസേഴ്സ് ഒന്നും വന്നില്ല. യെസ്, ഇറ്റ് ഈസ് ഈസ്ട്രജൻ. ഈസ്ട്രജൻ ആണ് നമുക്ക് പ്രീ ഓവുലേറ്ററി പോസ്റ്റ് ഓവുലേറ്ററി ഫേസിൽ നമുക്ക് എന്ത് തരാ? നമുക്ക് പീക്ക് തരാ. ഇഫ് യു റിമെമ്പർ, നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ 14th ഡേ ഓവുലേഷൻ ആയിട്ട് കൂട്ടുകയാണെങ്കിൽ പ്രീ ഓവുലേറ്ററി ഫേസിൽ ജസ്റ്റ് ബിഫോർ യുവർ ഓവുലേഷൻ യു ഗെറ്റ് എ പീക്ക് ഓഫ് ഈസ്ട്രജൻ. ശേഷം ആഫ്റ്റർ ഓവുലേഷൻ നമുക്കറിയാം കോർപ്പസ് ലൂട്ടിയം ഉണ്ടാവുന്ന സമയത്തും ഇറ്റ് ഗീവ്സ് എ പീക്ക്. അപ്പോൾ 2 പീക്ക് തരുന്ന ഹോർമോൺ ഏതാണ്? ഇറ്റ് ഈസ് ഈസ്ട്രജൻ. Okay, so now let's go to the next question. Question number 2. Which of the following hormone is essential for maintenance of endometrium? Endometrium maintain ചെയ്യാൻ ആവശ്യമുള്ള ഹോർമോൺ ഏതാണ്? അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യമാണ്. മെൻസ്ട്രൽ സൈക്കിൾ ആവട്ടെ, ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ, പ്രഗ്നൻസിയുടെ സമയത്താവട്ടെ, there is one hormone which helps in the maintenance of endometrium and thereby help in implantation. ആരാണ് ആ ഹോർമോൺ? And this is one of a frequently asked question. And as answer പോരുന്നു. ഗോപിക ആൻസർ പറഞ്ഞു. റിഫ യെസ്, പെട്ടെന്ന് ആൻസർ പോരട്ടെ. യെസ് ആർദ്ര, തീർത്ത, നസീറ ബി. Okay, so your answer is പ്രൊജസ്ട്രോൺ. നമുക്കറിയാം സെക്രീറ്ററി ഫേസ് ഓഫ് എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും അതിന് ബ്ലഡ് വാസ്കുലേച്ചർ ആൻഡ് സെക്രീഷൻ കൂടുന്നത് പ്രൊജസ്ട്രോൺ ആണ്. സോ ദ ആൻസർ ഈസ് 3, പ്രൊജസ്ട്രോൺ. നൗ ഗോയിങ് ടു തേർഡ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹോർമോൺ ഷോ പീക്ക് ഇൻ ദ ലേറ്റ് proliferatory phase between 10 to 14th day of menstrual cycle. മെൻസ്ട്രൽ സൈക്കിളിൽ നമുക്ക് പറയാം ഓവുലേഷന് തൊട്ട് മുമ്പുള്ള ഡേയ്സിൽ ഫ്രം 10 to 14 വരെയുള്ള ദിവസങ്ങളിൽ പീക്ക് കാണിക്കുന്ന ഹോർമോൺസ് ഏതെല്ലാം ആണ് അല്ലെങ്കിൽ ഏതാണ്? Which of these hormones show peak in late proliferatory phase? 10 to 14th ഡേ വരെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. 10 to 14th ഡേക്കുള്ളിൽ അല്ലെങ്കിൽ 14th ഡേ വരെയും നമുക്ക് തരുന്നത് ആരാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം 14th ഡേക്ക് മുമ്പായി നമുക്ക് ഈസ്ട്രജൻ തരുന്നു. എന്നാൽ 14th ഡേ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം LH സർജ് ആണ് ഓവുലേഷനെ സഹായിക്കുക. ഓൾസോ FSH എന്ത് ചെയ്യും? ഓവുലേഷന്റെ സമയത്ത് റൈസ് ചെയ്യും. So peaking is exhibited by 3 of the hormones. The answer is all of this. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, 14th ഡേയിൽ LHും FSHും സർജ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈസ്ട്രോജൻ വിൽ സർജ് ബിറ്റ്വീൻ ദ 10th and 14th ഡേ. Now going to question number 4.
ഇപ്പോൾ ഒരുപാട് പേര് ഈസ്ട്രജൻ മാത്രം തന്നു. എനിക്ക് തോന്നുന്നു 14th ഡേ പെട്ടെന്ന് നമുക്ക് മനസ്സിൽ വരാത്തതുകൊണ്ട് 10 to 14 എന്ന് പ്രത്യേകം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. Which of the following hormones show peak only in post-ovulatory phase? ഓവുലേഷന് ശേഷം മാത്രം പീക്ക് ചെയ്യുന്ന ഹോർമോൺ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Which is the hormone that only peaks in post-ovulatory phase? തകർത്ത് ആൻസേഴ്സ് പോരട്ടെ. LH ആണോ, FSH ആണോ, പ്രൊജസ്ട്രോൺ ആണോ, ഈസ്ട്രോജൻ ആണോ? പോസ്റ്റ് ഓവുലേറ്ററി ഫേസിൽ കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഹെൽപ്പോടുകൂടി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് പ്രൊജസ്ട്രോൺ. ആൻഡ് വി നോ ദാറ്റ് പ്രൊജസ്ട്രോൺ only peak after post ovulatory phase. Answer is 3. Now going to question number 5. During ovulation, the developing ovum remains at which of the following stage? ഓവുലേഷന്റെ സമയത്ത് ഓവം ഏത് സ്റ്റേജിലാണ് ഇരിക്കുന്നത്? അപ്പോൾ നമ്മൾ ഊജെനിസിസ് പഠിച്ചതാണ്. ഊജെനിസിസും ഫോളിക്കുലാർ ചേഞ്ചസും പഠിച്ചതാണ്. അപ്പോൾ ഊജെനിസിസ് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു ഊഗോണിയം ടേൺസ് ഇൻ ടു പ്രൈമറി ഊസൈറ്റ്, വിച്ച് ടേൺസ് ഇൻ ടു സെക്കൻഡറി ഊസൈറ്റ്, വിച്ച് ടേൺസ് ഇൻ ടു ഓവം. എന്നാൽ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെ ഏത് സ്റ്റേജിലാണ് കാണുന്നത്? Yes, you know it is in secondary oocyte അല്ലേ? secondary oocyte which is arrested in meiosis 2 എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് എടുത്ത് പറയാം. യെസ്, മെറ്റാഫേസ് സ്റ്റേജ് ഓഫ് മിയോസിസ് 2ൽ അറസ്റ്റ് ചെയ്ത സെക്കൻഡറി oocyte ആണ് നമ്മൾ ഓവുലേറ്റ് ചെയ്യുന്നത്. ആൻസർ ഇസ് 3. ക്വസ്റ്റ്യൻ നമ്പർ 6. സോണ പെലൂസിഡ ഈസ് പ്രൊഡ്യൂസ്ഡ് അറൗണ്ട്. ശ്രദ്ധിച്ച് ഉത്തരം ചെയ്യണം. സോണ പെലൂസിഡ ഏത് സെല്ലിന് ചുറ്റുമാണ് ആദ്യമായി ഉണ്ടാവുന്നത്? ആദ്യമായി ഏത് സെല്ലിന് ചുറ്റുമാണ് സോണ പെലൂസിഡ ലെയർ നിങ്ങൾ കാണുന്നത്? ഊഗോണിയം ആണോ, പ്രൈമറി ഊസൈറ്റ് ആണോ, സെക്കൻഡറി ഊസൈറ്റ് ആണോ, ഫോളിക്കിൾ ആണോ? നമുക്ക് ആലോചിക്കുമ്പോൾ സെക്കൻഡറി ഊസൈറ്റിന് ചുറ്റുമുണ്ട് സോണ പെലൂസിഡ എന്നറിയാം. എന്നാൽ ഊഗോണിയത്തിന് ചുറ്റുമുണ്ടോ, പ്രൈമറി ഊസൈറ്റിന് ചുറ്റുമുണ്ടോ എന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക. ആൻഡ് ദ ആൻസർ ഈസ് പ്രൈമറി ഊസൈറ്റ്. ആദ്യമായി സോണ പെലൂസിഡ ഉണ്ടാവുന്നത് ഏതിന് ചുറ്റുമാണ്? പ്രൈമറി ഊസൈറ്റിന് ചുറ്റുമാണ്. ശേഷമാണ് അത് സെക്കൻഡറി ഊസൈറ്റിന് ചുറ്റും നമ്മൾ കാണുക. സോ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് അറൗണ്ട് ദി പ്രൈമറി ഊസൈറ്റ്. ഓക്കെ, സോ ദ ആൻസർ ഇസ് 2 ആണ്, വിച്ച് ഇസ് പ്രൈമറി ഊസൈറ്റ്. ആദ്യം പ്രൈമറി ഊസൈറ്റിന് ചുറ്റുമുണ്ടാവും, ശേഷം ഇറ്റ് വിൽ ബി ലൈക്ക് ഗോയിങ് ടു ദി സെക്കൻഡറി ഊസൈറ്റ് ആൻഡ് ഓൾസോ അറൗണ്ട് ദി ഓവം. നൗ 7th question. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ള ഭാഗങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. എളുപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എളുപ്പം കിട്ടുന്ന ഉത്തരമാണ്. പെട്ടെന്ന് ചെയ്തു നോക്കുക. ഇറ്റ്സ് ഓക്കെ, നമുക്കിപ്പോൾ തെറ്റിയാൽ നമുക്ക് പിന്നെ എക്സാം ആകുമ്പോൾ ശരിയാക്കാം കേട്ടോ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എന്തെല്ലാമാണ് അതിലുള്ളത്? ഓവറി, അസസറി ഡക്ട്സ് ഒള്ളി പറഞ്ഞപ്പോൾ അത് തെറ്റി. ഓവറി, അസസറി ഡക്ട്സ്, അസസറി ഗ്ലാൻഡ് ആൻഡ് എക്സ്റ്റേണൽ ജനീഷ്യ ഒള്ളി പറഞ്ഞപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ഓവറി, അസസറി ഡക്ട്, അസസറി ഗ്ലാൻഡ്, എക്സ്റ്റേണൽ ജനീഷ്യ ആൻഡ് മാമറി ഗ്ലാൻഡ് ഇൻക്ലൂഡഡ്. സോ ദ ആൻസർ ഇസ് 3rd ഓപ്ഷൻ. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഞാൻ പ്രത്യേകമായി നിങ്ങളോട് എടുത്തു പറയുന്ന ഒരു പോയിന്റ് ആണ്. whenever you are seeing extreme words like only അല്ലെങ്കിൽ this one only എന്ന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് എക്സ്ട്രീം വേർഡ്സ് ഉപയോഗിച്ച് പറയുമ്പോൾ you have to always double check an option because അത് തെറ്റാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇവിടെ എക്സെപ്ഷൻസ് ഒന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. ഓക്കെ, now going to question number 8. Question number 8. ക്രോസ് സെക്ഷൻ നമ്മുടെ സ്പേമിന്റെ സ്ട്രക്ചർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്രോസ് സെക്ഷൻ ഓഫ് സ്പേം ത്രൂ ദ മിഡിൽ പീസ് വിൽ ഷോ. മിഡിൽ പീസിലൂടെ ക്രോസ് സെക്ഷൻ ചെയ്യുമ്പോൾ സ്പേമിൽ എന്തെല്ലാം സ്ട്രക്ചേഴ്സിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? മൈറ്റോകോൺട്രിയ ഉണ്ടോ, പ്രോക്സിമൽ സെൻട്രിയോൾ ഉണ്ടോ, ആക്സിയൽ ഫിലമെന്റ് ഉണ്ടോ, അതോ മൈറ്റോകോൺട്രിയനെയും ആക്സിയൽ ഫിലമെന്റിനെയും കാണാൻ പറ്റുമോ?
യെസ്, ആൻസർ ഇസ് നമ്മൾ സ്പേമിനെ വരയ്ക്കാൻ നേരത്ത് നമുക്കറിയാം മൈക്രോസോം, then you have the haploid nucleus, നെക്ക് വരുന്നു, മിഡിൽ പീസ് എത്താൻ നേരത്ത് അവിടെ ഒരു ആക്സിയൽ ഫിലമെന്റിനെയും അതിന് ചുറ്റുമായി മൈറ്റോകോൺട്രിയനെയും നമ്മൾ കാണാറുണ്ട്. സോ ദ ആൻസർ ഈസ് ഫോർത്ത് വൺ, ദാറ്റ് ഈസ് മൈറ്റോകോൺട്രിയ ആൻഡ് ആക്സിയൽ ഫിലമെന്റ്. Now going to question number 9. ശ്രദ്ധിച്ചു നോക്കുക, നമ്മളുടെ ഊജെനസിസിലെ ഒരു കിടിലൻ ക്വസ്റ്റ്യൻ ആണിത്. ഐഡന്റിഫൈ സെൽ ഷോൺ ആസ് ടു എ ടു ഡി ഉള്ളത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ ദ പ്രോസസ് ഓഫ് ഊജെനസിസ് മാച്ച് വിത്ത് ദി ക്രോമസോം നമ്പർ ആണ് ചോദിച്ചിരിക്കുക. അപ്പം നമുക്ക് ഓരോ ആളെയും നോക്കാം. ഊഗോണിയ മൈറ്റോസിസ് നടന്നുണ്ടാവുന്നതാണ് പ്രൈമറി ഊസൈറ്റ് ആൻഡ് വി നോ അതിൻ്റെ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 46 ആണ്. Then primary oocyte undergo first meiotic division and form secondary oocyte and polar body. First polar body ide chromosome number is 23. Now secondary oocyte then undergo meiosis 2 and it forms the ovum and you get second polar body. ഇവരുടെയും chromosome number 23 തന്നെയാണ്. ഇനി നമുക്ക് ഇതിന്റെ ആൻസേഴ്സിലേക്ക് നോക്കാം. എ പ്രൈമറി യൂസൈറ്റ് 23 തന്നിരിക്കുന്നു, ദാറ്റ് ഇസ് റോങ്. ബി എന്ന് പറയുന്നത് നമുക്കറിയാം ഫസ്റ്റ് പോളാർ ബോഡിയാണ്, പക്ഷെ ക്രോമസോം നമ്പർ 46 അല്ല 23 ആണ്. സി എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് പോളാർ ബോഡിയാണ് ആൻഡ് ഇറ്റ്സ് ക്രോമസോം നമ്പർ ഇസ് 23. സോ യുവർ ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. Now going to question number 10. During embryonic period, oogenesis gets arrested at. ഊജെനസിസ് ഏത് സ്റ്റേജിലാണ് എംബ്രിയോണിക് പീരീഡിൽ അറസ്റ്റഡ് ആവുന്നത്? പ്യൂബർട്ടിക്ക് തൊട്ട് മുമ്പായി ഏത് സ്റ്റേജിലാണ് നമ്മൾ കാണുന്നത്? ആൻഡ് ദിസ് വാസ് എക്സ്പ്ലെയിൻഡ്. നമുക്കറിയാം ഊഗോണിയം ഫസ്റ്റ് ഓഫ് ഓൾ അണ്ടർഗോ മൈറ്റോസിസ് ഫോം പ്രൈമറി ഊസൈറ്റ് വിച്ച് വിൽ അണ്ടർഗോ മിയോസിസ് 1. എന്നാൽ മിയോസിസ് 1ന്റെ പ്രോഫൈസ് 1ലാണ് ഇറ്റ് ഗെറ്റ്സ് അറസ്റ്റഡ്. സോ ദ ആൻസർ ഈസ് 2 പ്രോഫൈസ് 1. ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പറയാം പ്യൂബർട്ടിക്ക് ശേഷം നമുക്ക് മിയോസിസ് 2 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെറ്റാഫേസ് 2 സ്റ്റേജിലാണ് സെക്കൻഡറി ഊസൈറ്റിനെ അറസ്റ്റ് ചെയ്യുക ആൻഡ് ദെൻ ഇറ്റ് ഓൺലി കംപ്ലീറ്റഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. സോ നൗ ലെറ്റ്സ് ഗോ ടു ക്വസ്റ്റ്യൻ നമ്പർ 11. ചൂസ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ഊജെനസിസ്. ഊജെനസിസ് അനുസരിച്ചുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഇനിഷ്യേറ്റ് ഡ്യൂറിങ് എംബ്രിയോണിക് സ്റ്റേജ്. കറക്റ്റ് ആണ്, ഊജെനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എംബ്രിയോണിക് സ്റ്റേജിലാണ്. നോ മോർ ഊഗോണിയ ആർ ഫോംഡ് ആൻഡ് ആഡഡ് ആഫ്റ്റർ ബർത്ത്. കറക്റ്റ് ആണല്ലേ, നമുക്കുള്ള ഊഗോണിയയിൽ നിന്ന് പിന്നെ അഡീഷണൽ ഊഗോണിയ ഒരിക്കലും ആഫ്റ്റർ ബർത്ത് നമുക്ക് ഉണ്ടാവുന്നില്ല. പ്രൈമറി oocyte remains arrested at prophase 1 from embryonic period till getting sexual maturity. അതെ, പ്യൂബർട്ടി വരെയും പ്രോഫേസ് 1ലാണ് പ്രൈമറി oocyteനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. First meiotic division is equal division in terms of ploidy and size of resultant cells. അല്ലേ, ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കഴിയുമ്പോൾ പ്രൈമറി oocyte ഫോം ചെയ്യുന്നത് ഫസ്റ്റ് പോളാർ ബോഡി വിച്ച് ഇസ് സ്മോളർ വെൻ യു കമ്പയർ ടു ദി secondary oocyte which is a larger cell. അപ്പോൾ റിസൾട്ടന്റ് സെൽസ് സൈസിൽ ഒരിക്കലും കറക്റ്റ് അല്ല. ആൻസർ ഇസ് 4. ക്വസ്റ്റ്യൻ നമ്പർ 12. ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് നോക്കാം. എല്ലാവരും ആൻസേഴ്സ് അടിപൊളിയായി പറയുന്നുണ്ട്. സോ കീപ് ഇറ്റ് അപ്പ്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ഊജെനസിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഊജെനസിസിനെ വെച്ചുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. At puberty, a couple million primary follicles are left in each ovary. പ്യൂബർട്ടിയുടെ സമയത്ത് ഒരു കപ്പിൾ മില്യൺ ഓഫ് പ്രൈമറി ഫോളിക്കിൾസിനെ നമുക്ക് ഓവറിയിൽ കാണാൻ പറ്റും. അത് തെറ്റാണ്. കാരണം നമുക്കറിയാം അറ്റ് ദ ടൈം ഓഫ് പ്യൂബർട്ടി യു ഓൺലി ഹാവ് 60,000 to 80,000 primary follicles inside it. Tertiary follicle is characterized by a fluid-filled cavity called as antrum and that is correct. അല്ലേ, tertiary follicle നമ്മൾ ഒരു fluid filled cavity കാണും, അതിനെയാണ് നമ്മൾ antrum എന്ന് പറയുന്നത്. So your answer 2 is correct. നമുക്കിനി അടുത്തത് വായിക്കാം. Primary oocyte within tertiary follicle grows in size and completes its first meiotic division. Primary oocyte tertiary follicleനകത്തിരുന്ന് വളർന്നുകൊണ്ട് അതെന്തായി മാറും? അതിൻ്റെ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അത് സെക്കൻഡറി oocyte ആയിട്ട് മാറും, വിച്ച് ഈസ് ഓൾസോ കറക്റ്റ്. സോ വി ക്യാൻ സേ ബോത്ത് 2 and 3 ആർ കറക്റ്റ്. ആൻസർ ഈസ് 4th ഓപ്ഷൻ.
ഞാൻ ഇവിടെയാണ് ടിക്ക് ചെയ്തത്. ദാറ്റ് ഈസ് ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ, now going to question number 13. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് എത്തുമ്പോൾ ഒച്ച സ്ലോ ആണല്ലോ, പെട്ടെന്ന് ആയിക്കോട്ടെടാ. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ആർ ട്രൂ or false and choose the correct option ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് നമുക്ക് വായിച്ചു നോക്കാം. The changes in ovary and uterus are induced by changes in the level of pituitary hormones alone. Again ഒരു എക്സ്ട്രീം വേർഡ് വന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, പറഞ്ഞ പോലെ ഇവിടെ പിറ്റ്യൂട്ടറി ഹോർമോൺസ് മാത്രമാണ് ഓവേറിയൻ ചേഞ്ചസിനും യൂട്രസ് ചേഞ്ചസിനും കാരണം എന്നാണ് പറഞ്ഞത്. അത് തെറ്റാണ്. നമുക്കറിയാം ഓവേറിയൻ ഹോർമോൺസ് ആയി ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും റോൾ ഉണ്ട്. ദിസ് ഇസ് ഫോൾസ്. സെക്കൻഡ്, both LH and FSH attains a peak in the middle of the cycle, which is true അല്ലേ? 14th ഡേയിലാണ് ഏറ്റവും പീക്കിൽ LH ഉം FSH ഉം എത്തുക. LH surge induce ovulation, again a truth statement. അടുത്തത് എന്താണ്? സൈക്ലിക് മെൻസുറേഷൻ എക്സ്റ്റെൻസ് ബിറ്റ്വീൻ മെനാർക്ക് ആൻഡ് മെനോപോസ്. മെനാർക്കിനും മെനോപോസിനും ഇടയ്ക്ക് ഫീമെയിൽസിന് സൈക്ലിക് മെൻസുറൽ സൈക്കിൾ ഉണ്ടാവും, വിച്ച് ഇസ് കറക്റ്റ്. ഇറ്റ് ഇസ് ട്രൂ. Lack of menstruation between menarche and menopause is always, again extreme word, ശ്രദ്ധിച്ചോടാ, always indicative of pregnancy. pregnancy മാത്രമാണ് കാരണം എന്നാണ് പറഞ്ഞത്, which is false. അപ്പോൾ നമുക്കറിയാം false, true, false. Answer is fourth option. Very good. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ മെൻസുറൽ സൈക്കിളിന്റെ ഗ്രാഫിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഗ്രാഫ് ഒന്നുകൂടെ ഒന്ന് വലുതാക്കി ഞാൻ കാണിച്ചു തരാം. എ ബി സി ഡി ഏത് ഹോർമോൺസ് ആണെന്ന് ആദ്യം മാർക്ക് ചെയ്യുക. എ എന്ന് പറയുന്നത് നമുക്ക് കൊടുത്തിരിക്കുന്നത് ആരെയാണ്? ഈസ്ട്രോജൻ ആണ്. ബി എന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ ആണ് കൊടുത്തിരിക്കുന്നത്, കാരണം ഒരു സിംഗിൾ പീക്ക് ആഫ്റ്റർ ഓവുലേഷൻ. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം LH സർജ് ആണ് ഓവുലേഷന് കാരണം, LH. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് FSH. ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത് എന്താണ്? LH സർജ് കോസസ് ഓവുലേഷൻ. എ എന്ന് പറയുന്നത് ഈസ്ട്രോജൻ ആണ്, LH അല്ല. തെറ്റി. അടുത്ത ഓപ്ഷനിലേക്ക് നോക്കാം. സി എന്ന് പറയുന്നത് FSH ആണെന്നാണ് കൊടുത്തിരിക്കുന്നത്. സി FSH അല്ല, LH ആണ്. തെറ്റി. അടുത്ത നോക്കാം. എ കൊടുത്തിരിക്കുന്നത് ഈസ്ട്രോജൻ ആണ്, പ്രോളിഫറേറ്റ്സ് എൻഡോമെട്രിയം. കറക്റ്റ് ആണ്. ആൻഡ് സി കൊടുത്തിരിക്കുന്നത് LH ആണ്, ഹെൽപ്സ് ഇൻ കോർപ്പസ് ലൂട്ടിയം ഡെവലപ്മെന്റ്, വിച്ച് ഇസ് ഓൾസോ കറക്റ്റ്. സോ ദ ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. മിസ് സെക്കൻഡറി യൂസൈറ്റിലും 23 ക്രോമസോംസ് അല്ലേ? അതെ, സെക്കൻഡറി യൂസൈറ്റ്സിലും 23 ക്രോമസോംസ് തന്നെയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14. ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. ആരും വന്നില്ലല്ലോടാ ഉത്തരമായിട്ട്. ഓക്കെ ആണോ? സോ ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെൻസ്ട്രൽ സൈക്കിളിൻ്റെ എല്ലാവരും ഉറപ്പായും പഠിക്കണം കേട്ടോ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 15. ഫെർട്ടിലൈസേഷൻ ഇന്ന് നമ്മൾ പഠിച്ച ലാസ്റ്റ് ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഡയഗ്രാം ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ഈ ലേബലിംഗ് എന്താണെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം എ എന്ന് പറയുന്ന ഇന്റർമിറ്റിവൻ ഉള്ള സോണ പെലൂസിഡേനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സി എന്ന് പറയുന്നത് ഏറ്റവും ഔട്ട്സൈഡ് ഉള്ള കൊറോണ റേഡിയേറ്റെ ആണ്. ആൻഡ് ബി എന്ന് പറയുന്നത് പെരിവിറ്റാലിൻ സ്പേസ് ആണ്. ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് കടക്കാം. ഓക്കെ, ഓപ്ഷൻസ് ചെക്ക് ചെയ്യടാ. ആദ്യം തന്നിരിക്കുന്നത് എ സോണ പെലൂസിഡേ ആണ്, സെല്ലുലാർ ലെയർ ആണെന്നാണ് പറഞ്ഞത്. നമുക്കറിയാം സോണ പെലൂസിഡയിൽ ഒരു സെല്ലുമില്ല. ഇറ്റ് ഈസ് ആക്ച്വലി എ ഗ്ലൈക്കോപ്രോട്ടീൻ മെംബ്രെയിൻ ആണ്. ഇത് തെറ്റാണ്. അടുത്ത ഓപ്ഷൻ നമുക്ക് വായിക്കാം. ഓപ്ഷൻ 2 എ കൊറോണ റേഡിയേറ്റെ ആണെന്നാണ് കൊടുത്തിരിക്കുന്നത്. എ സോണ പെലൂസിഡേ ആണ്. അത് വെച്ച് തന്നെ ഓപ്ഷൻ തെറ്റി. മൂന്നാമത്തെ ഓപ്ഷൻ വായിക്കാം. എ സോണ പെലൂസിഡേ ആണ്, നോൺ സെല്ലുലാർ ലെയർ ടു പ്രിവെന്റ് പോളിസ്പെർമി. പോളിസ്പെർമി പ്രിവെന്റ് ചെയ്യാനാണ് നമുക്ക് കൊറോണ റേഡിയേറ്റർ സഹായിക്കുക, സോണ പെലൂസിഡ സഹായിക്കുക. കറക്റ്റ് ആണ്. ആൻഡ് ബി എന്ന് പറയുന്ന പെരിവിറ്റാലിൻ സ്പേസ് ആണ്. അവിടെ യോക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കറിയാം യോക്ക് ഉണ്ടാവുക എംബ്രിയോണിക് സ്റ്റേജ്, എംബ്രിയോ ഡെവലപ്മെന്റിലാണ്. സോ ദിസ് ഇസ് റോങ്. ആൻഡ് ഫൈനലി ഗോയിങ് ടു ഓപ്ഷൻ നമ്പർ 4.
A. Sona pellucida ആണ് ഗ്ലൈക്കോപ്രോട്ടീൻ മെംബ്രെയിൻ പോളിസ്പെർമി പ്രിവെന്റ് ചെയ്യുന്നു. ആൻഡ് C is corona radiata. കറക്റ്റ്. സെൽസ് ആർ ഗ്ലൂഡ് ടുഗദർ ബൈ ഹയോലുറോണിക് ആസിഡ്. അതുകൊണ്ട് തന്നെയാണ് ഈ സെൽസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ഹയോലുറോണേസ് എൻസൈം ഓർ ലൈസിൻ എൻസൈം വിച്ച് ഇസ് പ്രസന്റ് ഇൻ ദ അക്രോസോമൽ ഹെഡിന് പോസിബിൾ ആവുന്നത്. സോ ആൻസർ ഇസ് ഫോർത്ത് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 16. Read the following statement with respect to mammary gland and find the answer ആണ്. അപ്പോൾ നമുക്ക് mammary glandനെ കുറിച്ച് ഒന്ന് വായിക്കാം. Okay? Read the following statement about mammary gland. നമുക്ക് വായിക്കാം. First is glandular tissue of each breast is divided into 50 to 20 mammary lobules. നമുക്കറിയാം mammary glandൽ നമുക്ക് 50 to 20 lobules ആണ് ഉള്ളത്. അടുത്ത നോക്കിയടാ, മിൽക്ക് സ്റ്റോർഡ് ഇൻ ദ ആൽവിയോളി പാസസ് ത്രൂ ദ മാമറി ട്യൂബ്യൂൾ ടു ഡു ഡക്ട് ആം ആൻഡ് ല. നമ്മൾ ഇന്ന് പഠിച്ച കോഡാണല്ലേ, ടു ഡു ആം ല. കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ദിസ് ഇസ് ഓൾസോ കറക്റ്റ്. അടുത്ത നോക്കാം, മിൽക്ക് പ്രൊഡ്യൂസ് ഡ്യൂറിങ് ഇനിഷ്യൽ ഫ്യൂ ഡേയ്സ് ഓഫ് ലാക്ടേഷൻ ഈസ് കോൾഡ് എസ് കൊളസ്ട്രം. ആദ്യം ഉണ്ടാവുന്ന പാലിനെ കൊളസ്ട്രം എന്ന് വിളിക്കും, വിച്ച് ഈസ് റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആസ് വെൽ ആസ് ആന്റിബോഡി. And colostrum is rich in antibodies and minerals, which is also correct. എല്ലാ ഓപ്ഷനും കറക്റ്റ് ആണ്. നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന how many of the above statements are incorrect ആണ്. ഇൻകറക്റ്റ് ആയിട്ട് ഒറ്റ സ്റ്റേറ്റ്മെന്റും ഇല്ല, എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ആൻസർ ഇസ് 3. Now going to question number 17. യോക്ക് എന്ന് പറയുന്നത് എംബ്രിയോണിക് ഡെവലപ്മെന്റിൽ ഡെവലപ്പ് ചെയ്യുന്ന വൺ ഓഫ് എ ലെയർ ആണ് യോക്ക് സാക്ക് എന്ന് പറയുന്നത്, വിച്ച് കണ്ടെയ്ൻസ് യോക്ക്. ഒരു ന്യൂട്രീറ്റീവ് ഫ്ലൂയിഡ് ആണ്. ഹ്യൂമൻ എംബ്രിയോണിക് ഡെവലപ്മെന്റിലും അത് സംഭവിക്കാറുണ്ട്, ബട്ട് വെരി ലെസ് എമൗണ്ട് ഓഫ് യോക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഹ്യൂമൻസ്. ഓക്കെ, now question number 17. Layer of an ovum from outside to inside. Outside to inside ഉള്ള ഓവത്തിന്റെ ലെയേഴ്സ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും ഔട്ട്സൈഡ് ആയിട്ട് നമ്മൾ കാണുന്നത് ഏതാണ്? കൊറോണ റേഡിയേറ്റയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ കാണുക സോണ പെലൂസിഡയാണ്. അത് കഴിഞ്ഞാൽ പെരി വിറ്റാലിൻ സ്പേസ്. അത് കഴിഞ്ഞാൽ സെക്കൻഡറി oocyte. So if you see, the first one is corona radiata, second is sona pellucida, and third is vitalin membrane. So the answer is third option. Now going to question number 18. Polar bodies are produced during formation of. Polar bodies എപ്പോഴാണ് ഉണ്ടാവുന്നത്? പോളാർ ബോഡീസ് രണ്ട് സ്റ്റേജിൽ ഉണ്ടാവും. നമുക്കറിയാം, പ്രൈമറി oocyte ഡിവൈഡ് ചെയ്ത് സെക്കൻഡറി oocyte ഉണ്ടാവുമ്പോഴും, അതുപോലെ സെക്കൻഡറി oocyte ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓവം ഉണ്ടാകുമ്പോഴും നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്? പോളാർ ബോഡീസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ? അപ്പോൾ പോളാർ ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതിൻ്റെ ഫോർമേഷൻ്റെ സമയത്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൈമറി oocyte ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തില്ല? ഇല്ല. ഊഗോണിയം ഇല്ല. പക്ഷെ സെക്കൻഡറി oocyte ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ എന്തുണ്ടാവുന്നുണ്ട്? പോളാർ ബോഡി ഉണ്ടാവുന്നുണ്ട്. ഫസ്റ്റ് പോളാർ ബോഡി ഉണ്ടാവുന്നു. സോ ദ ആൻസർ ഈസ് 3. ആൻസർ 4 ഓപ്ഷൻ വന്നത് നമ്മളിവിടെ ആലോചിക്കുക. പ്രൈമറി oocyteന്റെ കൂടെ പോളാർ ബോഡി ഉണ്ടാവുന്നില്ല. നമുക്ക് സെക്കൻഡറി oocyteന്റെ കൂടെയും അതുപോലെ നമ്മുടെ ഓവത്തിന്റെ കൂടെയുമാണ് പോളാർ ബോഡീസ് ഫോം ചെയ്യുക. Now going to question number 19. The level of progesterone and estrogen will be minimum during. ഏത് സമയത്തായിരിക്കും ഈസ്ട്രജൻ പ്രൊജസ്ട്രോണിന്റെ അളവ് ഏറ്റവും കുറവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മെൻസ്ട്രുവൽ ഫേസ് അല്ലെ, ബ്ലീഡിംഗ് ഫേസിലാണ് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ കുറയുന്നത് കൊണ്ടാണ് നമുക്ക് ബ്ലീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. സോ വി ക്യാൻ ഡയറക്ട്ലി ഗോ ടു ദ ആൻസർ 1. ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഏറ്റവും കുറവുള്ളത് മെൻസ്ട്രുവൽ ഫേസിലാണ്. ആൻസർ ഇസ് 1. ഓക്കെ മക്കളെ. Now going to question number 20. Spot the odd one out from the following structures with reference to male reproductive system. Male reproductive systemത്തിൽ ഇല്ലാത്ത ഭാഗം ഏതാണ്? പെട്ടെന്ന് വായിച്ച് ഉത്തരം പറയാൻ പറ്റും. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ അല്ലാത്തൊരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്, which is actually a part of female reproductive system, and the part is
റെഡ് ടെസ്റ്റിസ് ഡക്റ്റ് ആണ്, എപ്പിഡൈഡമിസ് ഡക്റ്റ് ആണ്, വാസ് എഫറൻഷ്യ ഡക്റ്റ് ആണ്. പക്ഷേ ഇസ്തമസ് ഈസ് ദ പാർട്ട് ഓഫ് ഓവറി. സോ യുവർ ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ, isthmus. Now going to question number 21. Seminal plasma. The fluid part of semen is contributed by. Seminal plasmയിൽ ഏതെല്ലാം ഫ്ലൂയിഡ് സെക്രീഷൻസ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സെമിനൽ വെസിക്കിളിന്റെ സെക്രീഷൻ ഉണ്ട്, പ്രോസ്ട്രേറ്റിന്റെ സെക്രീഷൻ ഉണ്ട്, യൂറിത്രയുമായിട്ട് ഒരു സെക്രീഷൻസും റിലേറ്റഡ് അല്ല. ബൾബോ യുറീത്രൽ ഗ്ലാൻഡിന്റെ സെക്രീഷൻ ഉണ്ട്. സോ 3 സെക്രീഷൻസ് ആണ് നമുക്ക് സെമിനൽ പ്ലാസ്മയിൽ ഉണ്ടാവുക. സോ ദ ആൻസർ ഈസ് 1, 2 and 4. ആൻസർ ഇസ് 2. Now going to question number 22. Spermiation. ശ്രദ്ധിക്കുക, നമ്മൾ ഈ വാക്കെല്ലാം പറഞ്ഞതാണ്. ഇജാക്കുലേഷൻ എന്താണ്, സ്പെർമിയേഷൻ എന്താണ്, സ്പെർമിയോജനസിസ് എന്താണ്. ഇവിടെ ചോദ്യം സ്പെർമിയേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് സ്പേം ഫ്രം. സ്പേമിനെ എവിടെ നിന്ന് റിലീസ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്പെർമിയേഷൻ എന്ന് പറയുന്നത്. സ്പെർമിയേഷൻ ഈസ് ദ റിലീസ് ഓഫ് സ്പേം ഫ്രം ദ സെർട്ടോളി ഹെഡിൽ നിന്ന് സ്പെർമാറ്റോസോവേനെ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ലൂമനിലേക്ക്, അല്ലെ, ഫ്രം ദി സെമിനിഫറസ് ട്യൂബ്യൂൾ the release of sperm is called as spermiation. Answer is 1. Question number 23. All of the following characters of testis of human except. ടെസ്റ്റിസിന്റെ അല്ലാത്ത ക്യാരക്ടർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. ഈച്ച് ടെസ്റ്റിസ് ഹാസ് 250 ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ്. കറക്റ്റ് ആണ്. ടെസ്റ്റിസ് ആർ സിറ്റുവേറ്റഡ് ഇൻസൈഡ് ദി അബ്ഡോമിനൽ ക്യാവിറ്റി. തെറ്റാണ്, അല്ലേ? ഇതെവിടെയാണുള്ളത്? സ്കോട്ടം എന്ന് പറഞ്ഞ ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി ആണുള്ളത്. സ്കോട്ടം ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ലോ ടെമ്പറേച്ചർ ഓഫ് ടെസ്റ്റിസ്. കറക്റ്റ് ആണ്. ടെസ്റ്റിസ് ഈസ് കവേർഡ് ബൈ ഡെൻസ് കവറിങ്. കറക്റ്റ് ആണ്. അപ്പൊ ഇതിലേതാണ് എക്സെപ്റ്റ് ആയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആൻസർ ഇസ് ബി വരുന്നു, വിച്ച് ഇസ് ഓപ്ഷൻ 2. ഓക്കെ, നൗ ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 24. The number of seminiferous tubule present in each testicular lobule. ഓരോ ടെസ്റ്റിക്കുലർ ലോബ്യൂളുമുള്ള സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ എണ്ണം എത്രയാണ്? നമുക്കറിയാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് NCERTയുടെ. 1 to 3 സെമിനിഫറസ് ട്യൂബ്യൂൾ ആണ് ഒരൊറ്റ ലൊബ്യൂളിനകത്തുള്ളത്. ആൻഡ് വി ഹാവ് 250 compartments or testicular lobule. So the answer is 1. And finally going to the last question. അപ്പോൾ എല്ലാവരും തകൃതിയായിട്ട് ഉത്തരം പറയുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. Which of the following cell or are lined inside the seminiferous tubule? Seminiferous tubuleന് ഉള്ളിൽ ലൈൻഡ് ആയിട്ടുള്ള സെല്ലുകൾ ഏതൊക്കെയാണ്? ഇതിലേതെല്ലാം സെൽസ് ആണ് സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ വാൾസിലായി കാണുന്നത്? സ്പെമാറ്റോഗോണിയ അല്ലെങ്കിൽ മെയിൽ ജേം സെൽ ഉണ്ട്. എന്നാൽ ലെഡിക് സെൽ ഇന്റർസ്റ്റീഷ്യൽ സെല്ലാണ്, ഒരിക്കലും വാളിൽ കാണത്തില്ല. സെർട്ടോളി സെൽ ഉണ്ടോ? ഓഫ് കോഴ്സ്, ഫോർ ദ നറിഷ്മെന്റ് ഓഫ് മെയിൽ ജേം സെൽ നമുക്ക് സെർട്ടോളി സെൽ ഉണ്ട്. സോ ദാറ്റ് മീൻസ് ദ ആൻസർ ഇസ് ഫോർത്ത് ഓപ്ഷൻ 1 and 3. അപ്പൊ അപ്പൂസാണ് കേട്ടോ ആദ്യം അതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ഉത്തരം പറഞ്ഞത്. സോ ദാറ്റ്സ് ഇറ്റ് മക്കളെ. നമ്മളിപ്പോ ഹ്യൂമൻ റീപ്രൊഡക്ഷന്റെ പാർട്ട് 2 വരെ കംപ്ലീറ്റ് ആക്കി, വിച്ച് ഇസ് അപ് ടു ദി ഫെർട്ടിലൈസേഷൻ പാർട്ട്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ടു പാർച്ചുറേഷൻ ആണ്. അപ്പൊ എല്ലാവരും ഒത്തിക്കൂടെ സ്മാർട്ടായി കുറച്ചുകൂടെ തകൃതിയായി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സോ വിച്ച് എവർ ക്വസ്റ്റ്യൻസ് യു ആർ നോട്ട് ഗെറ്റിംഗ്, അത് മോസ്റ്റ്ലി സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആണ്. അപ്പൊ കുറച്ചും കൂടെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നിങ്ങളെയും കാലത്ത് മാത്സിന്റെ അനന്ത് സാർ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് മക്കളെ. സാർ അല്ലെങ്കിൽ ഇനി ഓടിച്ചിട്ട് ഇടിക്കും, അതുകൊണ്ട് ഞാൻ ഓടി പോവുകയാണ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഹലോ മക്കളെ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഓൾ, ഗുഡ് ഈവനിങ് ഓൾ. സ്ലൈഡ് ഒന്ന് സെറ്റ് ചെയ്തോട്ടെ.
Hi, hi. Hello, hello. Yes. ഓക്കെ മക്കളെ, അപ്പം നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ. യെസ് യെസ് ഹലോ ഹലോ യെസ് അപ്പൂസ് അനന്തകൃഷ്ണൻ ഭൂമിക യെസ് ഓക്കെ മക്കളെ. അപ്പം നമ്മുടെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇന്നത്തോടുകൂടി തീരുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൂടെ വയ്ക്കാം. അപ്പോൾ നമ്മൾ 3 പാർട്ടായിട്ടാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നോർമൽ നമ്മുടെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓൾറെഡി പേര് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. റിലേഷൻ റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ, ഇക്വലൻസ് റിലേഷൻ ആണോ എന്നുള്ളത് നമ്മൾ പഠിച്ചു. ദെൻ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കി. ഫംഗ്ഷൻ 1 ആണോ, ഓൺ 2 ആണോ, ദെൻ ആ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി. മെനി 1 ആണോ, ഇൻറ്റു ഫംഗ്ഷൻ ആണോ നോക്കി. ദെൻ അടുത്തത് നമ്മൾ നോക്കിയത് എന്താണ്, കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ ആയിരുന്നു. ദെൻ ലാസ്റ്റ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സ് അല്ലേ, ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആണോ എന്നുള്ളത്. ദെൻ അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ 25 ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ 3 പാർട്ടിലെയും കൂടെ ക്വസ്റ്റ്യൻസ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസും ഇതിനകത്തുണ്ട്, ഫ്രഷ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റിവിഷൻ പോലെയാണ് സാർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതാ മക്കളെ, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ്, വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. അപ്പോൾ നോക്കിക്കേ, ഇതാ a relation r on 0 1 2 is given by r equal to 0 0 then 1 1 0 1 2 2 1 2. then the relation r is, എന്താണ് ഈ റിലേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേഗം നോക്കിക്കേ, നമ്മുടെ സെറ്റിനകത്ത് ഏതൊക്കെ എലമെന്റ് 0 1 2 ആണ് അല്ലേ. അപ്പം 0 0 ഉണ്ട്, 1 1 ഉണ്ട്, നോക്കിക്കേ 2 2 ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഓരോ എലമെന്റിനും അവരോട് തന്നെ റിലേഷൻ ഉണ്ട്. അപ്പോൾ അതെന്താണ്, റിഫ്ലെക്സീവ് ആണെന്നുള്ള കാര്യം ഉറപ്പിച്ചു. ഇനി നോക്കിക്കേ, അപ്പോൾ റിഫ്ലെക്സീവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, സിമെട്രിക് ഉണ്ട്, ട്രാൻസിറ്റീവ് ഉണ്ട്. അടുത്ത ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്താണ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് എന്നാണ്. ദെൻ ഇക്വലൻസ് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ റിഫ്ലെക്സീവ് ആണെന്നുള്ള കാര്യം ഉറപ്പിച്ചു. ദെൻ ഇനി അടുത്ത നമ്മൾ എന്താ നോക്കേണ്ടത്, അത് സിമെട്രിക് ആണോ നോക്കുക. അപ്പോൾ നോക്കിയേ, 0 1 ഉണ്ടെങ്കിൽ 1 0യും വേണം, അതുപോലെ 1 2 ഉണ്ടെങ്കിൽ 2 1ഉം വേണം. അപ്പോൾ എന്താണ്, സിമെട്രിക് അല്ല. അതുകൊണ്ട് നമുക്ക് ഇതുമല്ല 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 ഇതുമല്ല, ഓപ്ഷൻ എ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പോസ് ഓപ്ഷൻ സി ആണോ, അല്ല, ഓപ്ഷൻ എ ആണ് ആൻസർ. റിഫ്ലെക്സീവ് എന്നല്ലേ വരുള്ളൂ. നോക്കിക്കേ, സിമെട്രിക് അല്ല. ദെൻ ഇങ്ങനെയാണെങ്കിൽ റിഫ്ലെക്സീവ് ആണെന്ന് കണ്ടാൽ അതാണ്ട് ഈ ഒരു ഓപ്ഷനിൽ, അല്ലെങ്കിൽ റിഫ്ലെക്സീവ് ആണ് ട്രാൻസിറ്റീവ് എന്ന് ചോദിച്ചാൽ മാത്രം ഓപ്ഷൻ ഡി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പറയുന്നത് മനസ്സിലായോ, ക്ലിയർ ആണല്ലോ? ഓക്കെ, സംശയമൊന്നുമില്ലല്ലോടാ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാണ്. നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ള ക്വസ്റ്റ്യൻസേ ഉള്ളൂ കേട്ടോ, എല്ലാം ഈസിയാണ്. ദെൻ നോക്കിക്കേ, ദ ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ഫ്രം ആർ ടു ആർ ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 7 - 3x എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓക്കെടാ. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ നോട്ട് 1 1 ആണ്, നോട്ട് ഓൺ 2 ആണ്, ഈവൻ ആണ്, ഓഡ് ആണ്, 1 1 ആൻഡ് ഓൺ 2 ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മുടെ ഫംഗ്ഷൻ നോക്കുക. ഈ ഫംഗ്ഷൻ ആദ്യം 1 1 ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പം തന്നെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അല്ലെങ്കിൽ ഈവൻ ആണോ ഓഡ് ആണോ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ചെക്ക് ചെയ്യുന്നതിന് മുന്നേ 1 1 ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ 1 1 ചെക്ക് ചെയ്യാൻ സാർ എന്താണ് പറഞ്ഞത്, ഇതാ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 7 - 3x എന്നാണെങ്കിൽ 1 1 ചെക്ക് ചെയ്യണം, എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്, എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 അല്ലേ. ഇത് നമ്മൾ നോക്കുമ്പോൾ x1 ഈക്വൽ ടു x2 നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എഫ് ഓഫ് x1 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 7 - 3x1 ഈക്വൽ ടു 7 - 3x2 എന്ന് വരും. 7ഉം 7ഉം ക്യാൻസൽ ആയി പോകും. ദെൻ -3x1 ദെൻ -3x2, ഇവിടുന്ന് -3 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും. അപ്പോൾ എന്തായാലും 1 1 ആണെന്നുള്ള കാര്യം ഉറപ്പിച്ചു നമ്മൾ. ക്ലിയർ ആണല്ലോ, 1 1 ആണെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിച്ചു. നോക്കിക്കേ, അപ്പോൾ നോട്ട് 1 1 എന്നുള്ള ഓപ്ഷൻ തെറ്റാണ്. ദെൻ നോട്ട് ഓൺ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, മീൻസ് 1 1 ആയതുകൊണ്ട് 1 1 ഉള്ള ഒരു ഓപ്ഷൻ നമ്മുടെ കയ്യിൽ കിടപ്പുണ്ട്. അപ്പോൾ നോക്കിക്കേ, ഡി എന്ന് പറയുന്നത് 1 1 ആണ്, ഓൺ 2 എന്ന് തന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഫർദർ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യം ആക്ച്വലി ഇല്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ നിങ്ങൾ ഓപ്ഷനും കൂടെ ചെക്ക് ചെയ്യണം, ഓപ്ഷനും കൂടെ നോക്കി വേണം എന്ത് ചെയ്യാനായിട്ട്, ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ദെൻ മൂന്നാമത്തെ ചോദ്യം ഇതാണ് വന്നിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² ആണ്. ദെൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു √9 + x ആണ്. ദെൻ ദ വാല്യൂ ഓഫ് എഫ് ഓഫ് ജി മൈനസ് ജി ഓഫ് എഫ് ഓഫ് 4.
ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യണമെന്ന് ഞാൻ രാവിലത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ബ്രാക്കറ്റിലുള്ള എഫ് ഓഫ് ജി ആദ്യം കണ്ടുപിടിക്കണം, ദെൻ ജി ഓഫ് എഫ് കണ്ടുപിടിക്കണം. ആ വാല്യൂ നിങ്ങൾ സബ്ട്രാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിനകത്ത് എക്സിന്റെ വാല്യൂ നിങ്ങൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എഫ് ഓഫ് ജി കണ്ടുപിടിക്കാം അല്ലേ. എഫ് ഓഫ് ജി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് അല്ലേ. അപ്പോൾ ഇവിടെ എഫ് എന്താ കിടക്കുന്നത്, എക്സ് സ്ക്വയർ ആണ്. ജി ഓഫ് എക്സ് എന്താണ് കിടക്കുന്നത്, √9 + x ആണ്. അപ്പം ഈ √9 + x ഇവിടെ എക്സിന്റെ വാല്യൂ ആയിട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, √9 + x ഹോൾ സ്ക്വയർ എന്ന് വരും. അതെന്താണ് 9 + x എന്ന് കിട്ടും. ഇനി അടുത്ത് നമുക്ക് എന്താ വേണ്ടത്, ജി ഓഫ് എഫ് ആണ് വേണ്ടത് അല്ലേ. ഇപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ്, അപ്പം ജിക്കകത്ത് എക്സിനകത്ത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുത്തിട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, √9 + x എക്സിന്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇതാണ് എന്ത്, ജി ഓഫ് എഫ് എന്ന് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് വേണം, എഫ് ഓഫ് ജി മൈനസ് ജി ഓഫ് എഫ് കണ്ടുപിടിക്കണം അല്ലേ. എഫ് ഓഫ് ജി മൈനസ് ജി ഓഫ് എഫ്, അപ്പം 9 + x മൈനസ് എന്ത് വരും, √9 + x സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ. 9 + x √9 + x സ്ക്വയർ നമുക്ക് കിട്ടും. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇതാ എഫ് ഓഫ് ജി മൈനസ് ജി ഓഫ് എഫ് ഓഫ് 4 നമുക്ക് കിട്ടണം അല്ലേ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിനകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 4 എന്ന് പറഞ്ഞ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ്സ് ഓൾ. അതോടുകൂടി നമ്മുടെ ആൻസർ എത്തി. അപ്പോൾ 9 + 4 മൈനസ് √9 + 4 സ്ക്വയർ എത്രയാണ്, 16 ആണ് അല്ലേ. അപ്പം 9 + 4 മൈനസ് √9 + 16 എന്ന് പറഞ്ഞാൽ 25 ആണ് അല്ലേ. √25 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, ദെൻ ഇവിടെ നമുക്ക് 8 എന്ന വാല്യൂ കിട്ടും. ഓപ്ഷൻ എത്രയാണ്, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? യെസ്, ഓപ്ഷൻ 8 ആണ് മോളെ ആൻസർ വരുന്നത്. ചൈതന്യ 8 ആണ്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ചു, എഫ് ഓഫ് ജി കണ്ടുപിടിച്ചു. ദെൻ അടുത്ത് നമ്മൾ ജി ഓഫ് എഫ് കണ്ടുപിടിച്ചു. എന്നിട്ട് എഫ് ഓഫ് ജി മൈനസ് ജി ഓഫ് എഫ് എന്ന് നമ്മൾ എഴുതി. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കണം, നമുക്ക് അടുത്തത് വേണ്ടതാണ്, ഇതാണ് വേണ്ടത് അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മുടെ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, 4 ഇട്ട് കൊടുത്താൽ ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ 4 കൊടുത്തു. നോക്കിക്കേ, അപ്പോൾ 9 + 4 എന്ന് പറഞ്ഞാൽ 13 ആണ്. 13 - 5 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്, 8 ആണ് കിട്ടുന്നത്. യെസ്, അപ്പോസ് കറക്റ്റ് ആണ്. യെസ്, ചൈതന്യ കറക്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ആൻസർ പറയടാ. ആർദ്ര കറക്റ്റ് ആണ് കേട്ടോ, 8. ഓക്കെ, എല്ലാവരും ആൻസർ പറയണം കേട്ടോ. ഇത് ലാസ്റ്റ് ടൈമിൽ നമ്മുടെ റിവിഷനാണ്. എല്ലാം ഒന്നുകൊണ്ടൊന്ന് ബ്രഷപ്പ് ചെയ്ത് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ്. ഇതാ അടുത്ത ചോദ്യം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -2x² + 1 ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു 4x - 3. ദെൻ നമുക്ക് വേണ്ട എന്താണ്, ജി ഓഫ് എഫ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ വാല്യൂവിന് എന്ത് കൊടുക്കണം, -1 കൊടുക്കണം. ഇപ്പോൾ ക്ലിയർ ആയോ ഐഡിയ? ഓക്കെ, അപ്പോൾ ദാ ഫസ്റ്റ് നമ്മുടെ കയ്യിൽ എന്താ കിടക്കുന്നത്, എഫ് ഓഫ് എക്സ് ആണ് അല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -2x² + 1 ആണ്. ദെൻ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, 4x - 3. ഇങ്ങനെ ഒന്നും എഴുതണ്ട കേട്ടോ, ഞാൻ വെറുതെ നിങ്ങൾക്കൊന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി വെറുതെ അങ്ങോട്ട് എഴുതുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, ജി ഓഫ് എഫ് ആണ് അല്ലേ. ജി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാ ജി എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് 4x - 3കകത്ത് എക്സിന് നമ്മൾ എന്ത് കൊടുക്കണം, -2x² + 1 എന്ന് കൊടുക്കണം അല്ലേ. ഇപ്പം 4 × -2x² + 1 -3 എന്നാണ് കൊടുക്കുന്നത്. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്തേ. അപ്പോൾ നമുക്ക് -8x² + 4 -3 എന്ന് വരും. അപ്പോൾ നമുക്ക് -8x² + 1 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ജി ഓഫ് എഫ് കിട്ടിയത്. ഇനി ജി ഓഫ് എഫ് -1 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് -1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടത്, ഇത് ബ്രാക്കറ്റിൽ കൊടുക്കണം കേട്ടോ, അല്ലെ തെറ്റിപ്പോവും. അപ്പോൾ നമുക്ക് -8 × -1² -1² എന്ന് പറഞ്ഞാൽ 1 തന്നെയല്ലേ. അപ്പോൾ -8 + 1 നമുക്ക് എത്ര കിട്ടൂടാ, -7 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ നമ്പർ ഡി ആണ് നമ്മുടെ ആൻസർ. യെസ്, ഭൂമിക ആദ്യത്തിൻ്റെ ആൻസർ ആണ് പറഞ്ഞല്ലേ, 8 ആണ്. ദെൻ സത്യൻ വി കൃഷ്ണൻ ഡി പറഞ്ഞു, ചൈതന്യ ഡി. അപ്പൂസ് -7 ആണ് കേട്ടോ, -7 ആണ്. ഓക്കെ, -7 തന്നെ എഴുതിയിരിക്കുന്നത്. യെസ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്ലിയർ മക്കളെ? ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? യെസ്. ദെൻ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാണ് കേട്ടോ. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടോ. ദെൻ ഇനി അടുത്തത്, ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x - 5. ദെൻ ഇൻവേഴ്സ് ഓഫ് എഫ് ഈസ് ഗിവൺ ബൈ. ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് സാറ് രാവിലെ പഠിപ്പിച്ചായിരുന്നു, ഓർമ്മയുണ്ടായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x - 5 ആണെങ്കിൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, രാവിലെ നമ്മൾ പറഞ്ഞായിരുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈനോട് ഇക്വേറ്റ് ചെയ്യുക. അപ്പം എഫ് ഓഫ് എക്സ് എന്താ ഇവിടെ,
ഓക്കെ, എഫ് ഓഫ് എക്സ് എത്രയാണ്? 3x മൈനസ് 5 ആണ്. അപ്പോൾ 3x മൈനസ് 5 ഈക്വൽ ടു വൈനോട് ഇക്വേറ്റ് ചെയ്യുന്നു. ദെൻ 3x ഈക്വൽ ടു വൈ പ്ലസ് 5 എന്ന് എഴുതുന്നു. ദെൻ എക്സ് ഈക്വൽ ടു നമ്മൾ വൈ പ്ലസ് 5/3 എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ എക്സിൽ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്? എഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്? ഇവിടെ ഈ എക്സ് ഈക്വൽ ടു ഇതെന്ന് കിട്ടിയതിനകത്ത് ഈ വൈക്ക് നമ്മൾ എന്ത് കൊടുക്കണം? എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇൻവേഴ്സ് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് നേരെ ഇൻവേഴ്സ് കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? എക്സ് പ്ലസ് 5/3 എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. യെസ്, ഗൗതം, ആർദ്ര, അപ്പൂസ്, ജയകുമാരി, യെസ്, ചൈതന്യ, റിഫ, അപ്പൂസ് എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. യെസ്, അടിപൊളി കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ പെട്ടെന്ന് ആൻസർ ചെയ്ത് പോകണം കേട്ടോ. നെക്സ്റ്റ് ചോദ്യം. അടുത്ത ചോദ്യം നോക്കും മക്കളെ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ദെൻ ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു. ഓക്കെ, ഈ ചോദ്യങ്ങളൊക്കെ പുതിയ ചോദ്യങ്ങളാണ് കേട്ടോ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു വന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. ഓക്കെ, ഇപ്പം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ദെൻ ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എഫ് ഓഫ് എക്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എഫിനകത്ത് തന്നെ എന്ത് എടുക്കണം? ആ എക്സിന്റെ വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിച്ചോണേ, ഇതിനകത്തെ എക്സിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഹോൾ വാല്യൂ കൊടുക്കണം. ഇവിടുത്തെ എക്സിന് എന്ത് കൊടുക്കണം? ഈ ഹോൾ വാല്യൂ കൊടുക്കണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? തെറ്റിക്കില്ല കേട്ടോ. എക്സിന് നിങ്ങൾ എന്ത് കൊടുക്കണം? എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സിന് എന്ത് തന്നെ കൊടുക്കണം? എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 മൈനസ് 1. കണ്ടോ? ഇങ്ങനെ വേണം കൊടുക്കാനായിട്ട്. ഇനി എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ ക്രോസ് ചെയ്താൽ എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 മൈനസ്, ശ്രദ്ധിച്ചോണം ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഇത് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കിന് ബ്രാക്കറ്റ് എക്സ് മൈനസ് 1 എന്നാണ്. ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കിന് ഇവിടെ മൈനസ് എക്സ് പ്ലസ് 1 എന്നാകും. ഓക്കെ, ശ്രദ്ധിച്ചോണം കേട്ടോ. മൈനസ് എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. അപ്പോൾ എക്സ് മൈനസ് 1 എക്സ് മൈനസ് 1 ക്യാൻസൽ ആയി പോയി. ദെൻ മേലെ നമുക്ക് പ്ലസ് 1 മൈനസ് 1 ക്യാൻസൽ ആയി. അപ്പോൾ 2x ഡിവൈഡഡ് ബൈ ദെൻ എക്സും മൈനസ് എക്സും കൂടെ ക്യാൻസൽ ആയി പോയി. 1 + 1 2 വരും. അപ്പോൾ ആൻസർ എന്ത് വന്നു? എക്സ് എന്ന് നമുക്ക് കിട്ടും. ഓപ്ഷൻ എ കിട്ടിയോ ആൻസർ? യെസ്, സത്യൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഗൗതം യെസ്, ജയകുമാരി, ചൈതന്യ യെസ്. ഓക്കെ മക്കളെ, ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. എളുപ്പമല്ലേ? ഇനി ഇങ്ങനത്തെ ചോദ്യം വന്നാൽ തെറ്റിക്കരുത് കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് കൃത്യമായിട്ട് ചെയ്യണം, തെറ്റിക്കരുത്, ആലോചിച്ച് തന്നെ ചെയ്യണം. ആർദ്ര കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദ്യം വളരെ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്തും സൈനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. അല്ലെങ്കിൽ ഓപ്ഷനകത്ത് ചിലപ്പോൾ നമ്മൾ തെറ്റിക്കാനായിട്ട് എല്ലാ ആൻസറും കാണും. ഓക്കെ, നമുക്ക് കിട്ടുന്ന തെറ്റുള്ള ആൻസറും എന്ത് ചെയ്യും? നമ്മൾ ഓപ്ഷനിൽ കാണും. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാവുള്ളൂ? ആൻസർ മാർക്ക് ചെയ്യാവുള്ളൂ കേട്ടോ. ദെൻ നെക്സ്റ്റ് ചോദ്യം നോക്കണേ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x പ്ലസ് 5. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x പ്ലസ് 5. ദെൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട, ശ്രദ്ധിച്ച് നോക്കണം, എന്താണ്? എഫ് ഓഫ് ജി കണ്ടുപിടിക്കണം. ദെൻ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? എക്സ് സ്ക്വയർ മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ക്ലിയർ ആയോ? എഫ് ഓഫ് ജി ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് ഓഫ് ജി ആദ്യം കണ്ടുപിടിച്ചേ. ഇപ്പം എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം എഫ് എന്താണ്? 3x പ്ലസ് 5 ആണ്. അതിനകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? എക്സ് സ്ക്വയർ മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ 3 × എക്സ് സ്ക്വയർ മൈനസ് 1 പ്ലസ് 5. ഓക്കെ, അപ്പോൾ 3x സ്ക്വയർ മൈനസ് 3 പ്ലസ് 5 എന്ത് വരും? 3x സ്ക്വയർ പ്ലസ് 2 എന്ന് വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് എന്ത്? നമ്മുടെ എഫ് ഓഫ് ജി നമുക്കിപ്പോൾ കിട്ടിയത് അല്ലേ? എഫ് ഓഫ് ജി കിട്ടിയത് ഇതാണ്. നമുക്ക് വേണ്ടത് എന്താണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. അതായത് ഈ കിട്ടിയതിനകത്ത് എന്ത് കൊടുക്കണം? ഈ കിട്ടിയ എക്സിനകത്ത് എക്സ് സ്ക്വയർ മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നമ്മൾ. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? അയ്യോ, എന്ത് മാറിപ്പോയോ? എഫ് ഓഫ് ജി എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? 3 × എക്സിൻ്റെ സ്ഥാനത്ത് എന്താ കൊടുക്കേണ്ടത്? എക്സ് സ്ക്വയർ മൈനസ് 1 ഹോൾ സ്ക്വയർ ഉണ്ട് പ്ലസ് 2 അല്ലേ? അപ്പോൾ എന്ത് വരും? 3 × എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിന് എക്സ് റൈസ് ടു 4 മൈനസ് 2x സ്ക്വയർ പ്ലസ് 1 പ്ലസ് 2 എന്ന് വരും. ഓക്കെ, ദെൻ ഇത് സോൾവ് ചെയ്ത ആൻസർ പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, എന്ത് വരും?
അപ്പോൾ 3x റൈസ് ടു 4 മൈനസ് 6x² പ്ലസ് 3 പ്ലസ് 2 എന്ന് വരും. അപ്പോൾ എന്ത് വരും? 3x റൈസ് ടു 4 മൈനസ് 6x² പ്ലസ് 5 എന്ന് വരും. അപ്പോൾ ഓപ്ഷൻ നോക്കി ഏതാ വരുന്നത്? ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. യെസ്, സത്യൻ, അഫ്സീന, ചൈതന്യ, ആർദ്ര, അടിപൊളി. ഓക്കെ, പെട്ടെന്ന് ചെയ്യണം കേട്ടോ. ഇതുപോലെ ഫാസ്റ്റായിട്ട് ആൻസേഴ്സ് ചെയ്യണേ. ക്ലിയർ ആണല്ലോ? നമുക്ക് മാത്സ് സെറ്റാക്കി എടുക്കണം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് 3 to 4 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 2 to 3 ക്വസ്റ്റ്യൻസ് മിനിമം ഉണ്ട്. അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എല്ലാ ചോദ്യത്തിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത നോക്കടാ. f of x equal to x plus 2 divided by 3x minus 1. Then f of x. Again അതേ പാറ്റേണിൽ തന്നെ ചോദ്യം വന്നിരിക്കുന്നുണ്ട്. നോക്കിക്കേ, അപ്പം f of x എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? x plus 2 divided by 3x minus 1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് f of x ആണ് വേണ്ടത് അല്ലേ? f of x. അപ്പം എന്താ വരുന്നത്? ഈ എക്സിനകത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഈ വാല്യൂ കംപ്ലീറ്റ്ലി കൊടുക്കണം. ഈ എക്സിനും എന്ത് ചെയ്യണം? ഈ വാല്യൂ കംപ്ലീറ്റ്ലി കൊടുക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? എക്സിൻ്റെ സ്ഥാനത്ത് x plus 2 divided by 3x minus 1 plus 2 divided by 3 into എക്സിൻ്റെ സ്ഥാനത്ത് x plus 2 divided by 3x minus 1 minus 1. ഓക്കെ, മുമ്പേ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? ഇവിടെ നമുക്ക് 1 വരും, ഇവിടെയും 1 വരും. അപ്പോൾ ക്രോസ് ചെയ്താൽ x plus 2 plus 2 into, അത് നമ്മൾ വേണമെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി മനസ്സിലായി ഞാൻ സ്റ്റെപ്പായിട്ട് തന്നെ എഴുതിയേക്കാം. ഓക്കെ, ഡിവൈഡഡ് ബൈ 3x minus 1. ദെൻ ഇവിടെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 3x plus 6 മൈനസ് 3x plus 1 ഡിവൈഡഡ് ബൈ 3x minus 1 എന്ന് വരും. ഓക്കെ, ദെൻ അത് നമ്മളൊന്ന് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് മേലെ വരുന്നത് x plus 2 plus 6x. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എത്ര വരും? 7x എന്ന് വരും. ഓക്കെ, 7x ഡിവൈഡ് ബൈ 3x minus 1 ഇവിടുന്ന് ക്യാൻസൽ ആയി പോകും. ദെൻ 3x പോകും. ദെൻ 6 plus 7 എന്ന് വരും. ദെൻ നമുക്ക് എത്ര കിട്ടും? ആൻസർ x എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ എത്ര വന്നു? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ? യെസ്, അഫ്സീന ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ജയകുമാരി ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ് കേട്ടോ. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. റെഡി? ഓക്കെ മക്കളെ, നമ്മൾ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് ചോദ്യം ഇതാണ്. ഫംഗ്ഷൻ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം R to R. ദെൻ G എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. R to R ആണ്. ബി ടു ഫംഗ്ഷൻസ് ഗിവൺ ബൈ f of x ഈക്വൽ ടു 2x minus 3 ആൻഡ് g of x ഈക്വൽ ടു x cube plus 5. ഓക്കെ, അപ്പം f of x ഈക്വൽ ടു 2x minus 3 ആണ്. ദെൻ g of x ഈക്വൽ ടു x cube plus 5 ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ശ്രദ്ധിച്ചോണേ, എഫ് ഓഫ് ജി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, എഫ് ഓഫ് ജി കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ക്ലിയർ അല്ലേടാ മക്കളെ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്? എഫ് ഓഫ് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. എഫ് ഓഫ് ജി ഓഫ് എക്സ്. അപ്പോൾ എന്ത് വരും? എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത് മക്കളെ? നോക്കണം. 2 into x cube plus 5 minus 3 എന്ന് വരും അല്ലേ? അപ്പോൾ നമുക്കിവിടെ 2x cube plus 10 minus 3 എന്ന് വരും. അപ്പോൾ 2x cube plus നമുക്ക് എന്ത് കിട്ടും? 7 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് എന്ത്? നമ്മുടെ എഫ് ഓഫ് ജി കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എഫ് ഓഫ് ജിയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതാ ഇപ്പോൾ കിട്ടിയ 2x cube plus 7 എന്ന് പറഞ്ഞാൽ നമ്മൾ വൈനോട് ഇക്വേറ്റ് ചെയ്യുന്നു. 2x cube plus 7 ഈക്വൽ ടു വൈനോട് ഇക്വേറ്റ് ചെയ്യുന്നു. ഇതിനകത്ത് 2x cube ഈക്വൽ ടു y minus 7 എന്ന് എഴുതുന്നു. ദെൻ x cube ഈക്വൽ ടു നമ്മൾ y minus 7/2 എന്ന് എഴുതുന്നു. ഇനി x ക്യൂബ് അല്ലേ, നമുക്ക് x ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? x ഈക്വൽ ടു ക്യൂബ് റൂട്ട്, അപ്പോൾ y minus 7/2 ഹോൾ റൈസ് ടു 1/3 എടുക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. എന്താണ്? എഫ് ഓഫ് ജി ഓഫ് ഇൻവേഴ്സ് അല്ലേ? അതിന് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും മക്കളെ? x minus 7/2 ഹോൾ റൈസ് ടു 1/3. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഏതാണ്? ശ്രദ്ധിച്ചേ, ഓപ്ഷൻ ബി ആണോ ഓപ്ഷൻ ഡി ആണോ? അപ്പോസ് ഓക്കെ, ഓപ്ഷൻ ചൈതന്യ, അനഹ ശ്രദ്ധിച്ചേ, ഓപ്ഷൻ ബി അല്ല കേട്ടോ, ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. പെട്ടെന്ന് എക്സ് പ്ലസ് കേട്ടോ തെറ്റിക്കാൻ രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻസ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം മാർക്ക് ചെയ്യാൻ കേട്ടോ. ബബിൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോണം.
അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ വന്നത്? എക്സ് മൈനസ് 7/2 ഹോൾ റൈസ് ടു 1/3 കേട്ടോ. ഓക്കെ ഓക്കേടാ, എളുപ്പമാണ്, നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. എന്താ വരുന്നത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ്. ദെൻ എന്താ ചോദിച്ചിരിക്കുന്നത്? എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. വേഗം ചെയ്തോ, വളരെ എളുപ്പമുള്ള ചോദ്യമല്ലേ, പെട്ടെന്ന് ചെയ്യണം കേട്ടോ. ഓക്കെ, ബബ്ലിംഗ് എന്ന് ഞാൻ പറഞ്ഞ മാർക്കിംഗ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ ഗൗതം. ഓക്കെ, ആൻസർ മാർക്ക് ചെയ്യുന്ന കാര്യത്തിന് ഞാൻ ബബ്ലിംഗ് എന്നങ്ങ് പറഞ്ഞു എന്നേ ഉള്ളേ കേട്ടോ. ഓക്കെ, ദെൻ എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഇത് നമുക്ക് എഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് ഈക്വൽ ടു വൈ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇനി അപ്പുറത്തേക്ക് ക്രോസ് ചെയ്തു, വൈ ഇൻറ്റു 1 പ്ലസ് എക്സ് എന്ന് നമ്മൾ കൊടുത്തു. ദെൻ 1 മൈനസ് എക്സ് ഈക്വൽ ടു വൈ പ്ലസ് എക്സ് വൈ എന്ന് കൊടുത്തു. ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? എക്സിൻ്റെ ടേംസ് ഒന്നിച്ച് കൊണ്ടുപോകുന്നു അല്ലേ. എക്സിൻ്റെ ടേംസ് ഒന്നിച്ച് കൊണ്ടുപോകുന്നു. അപ്പോൾ എന്ത് കിട്ടും? 1 മൈനസ് വൈ ഈക്വൽ ടു എക്സ് വൈ പ്ലസ് എക്സ് എന്ന് വരുന്നു അല്ലേ. 1 മൈനസ് വൈ, ദെൻ എക്സ് ഞാൻ കോമൺ എടുക്കുന്നു, അപ്പോൾ 1 പ്ലസ് വൈ എന്ന് വന്നു. ഇനി എനിക്ക് ഡയറക്റ്റ് എക്സ് ഈക്വൽ ടു എന്ന് എഴുതാമല്ലോ. എക്സ് ഈക്വൽ ടു 1 മൈനസ് വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് വൈ എന്ന് എനിക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ന് എഴുതാൻ പറ്റണം. എക്സ് ഈക്വൽ ടു ഞാൻ എഴുതി. അങ്ങനെയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാമല്ലോ. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ്. അതെന്ത് തന്നെയാണ് കിട്ടിയത്? നമ്മുടെ എഫ് ഓഫ് എക്സ് തന്നെ കിട്ടിയില്ലേ? 1 മൈനസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് തന്നെ കിട്ടിയില്ലേ? അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടി? എഫ് ഓഫ് എക്സ് എന്ന് തന്നെ കിട്ടി. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ. യെസ്, എല്ലാവർക്കും കിട്ടിയല്ലോ. ജയകുമാരി, ചൈതന്യ, ദിഷ്മ അല്ലേ, ദിഷ്മ, അഫ്സീന, ഗൗതം, സത്യൻ. യെസ്, ഗുഡ്, വെരി ഗുഡ് മക്കളെ, വെരി ഗുഡ്. ഇങ്ങനെ തന്നെ എല്ലാം പെട്ടെന്ന് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നെയാണ് സാറ് വീണ്ടും നമ്മുടെ ഫസ്റ്റ് ക്ലാസ് മുതലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്യുകയാണ് കേട്ടോ. ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യുകയാണ് നിങ്ങൾക്കൊന്ന് റിവിഷന് വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിക്കേ, ഇതാണ് ഇത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യം തന്നെയാണ് കേട്ടോ. അപ്പം മെജോറിറ്റി കുട്ടികൾക്കും ചെറിയ മിസ്റ്റേക്ക് വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് സാർ എന്ത് ചെയ്തത്, ഒന്നുകൂടി ക്വസ്റ്റ്യൻ എടുത്തത്. എഫ് എന്ന് പറഞ്ഞ R2 ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തതുകൊണ്ട് ഇത് വളരെ എളുപ്പമായിരിക്കും. നോക്കിക്കേ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് നമുക്ക് എന്താ തന്നിരിക്കുന്നത്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x + 1 ആണ്. ദെൻ ജി ഓഫ് എക്സ് എത്രയാണ് തന്നിരിക്കുന്നത്? x³ ആണ് അല്ലേ. അങ്ങനെയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ജി ഓഫ് എഫ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിലെ എക്സിന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 27 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതാണ് ഇതുകൊണ്ട് ലിറ്ററലി ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ജി ഓഫ് എഫ് കണ്ടുപിടിക്കുക. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ എന്ത് വരും മക്കളെ? ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 2x + 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ 2x + 1 ഹോൾ ക്യൂബ് എന്ന് നമ്മൾ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താ അത് കിട്ടിയത്? y ഈക്വൽ ടു 2x + 1 ഹോൾ ക്യൂബ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഇപ്പം നമ്മൾക്ക് ജി ഓഫ് എഫ് നമുക്ക് കിട്ടിയതാണ് ഇപ്പം ഈ കിട്ടിയ വാല്യൂ. ഇനി നമുക്ക് എന്താ വേണ്ടത്? അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഇത് എക്സ്പാൻഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അത് എക്സ്പാൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇല്ലെങ്കിൽ a+b ഹോൾ ക്യൂബ് വെച്ച് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല. അത് എക്സ്പാൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതിൽ നല്ല എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ വരുന്നത്? നമുക്കിനി ഇതിൻ്റെ ജി ഓഫ് എഫ് നിങ്ങൾ ബ്രാക്കറ്റിലുള്ളത് അത് കണ്ടുപിടിച്ചു. അതാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇനി നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഞാനത് വൈയോട് ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു എന്ന് എഴുതാൻ പറ്റണം അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ക്യൂബ് മാറ്റണം അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? y⁻⁴ ഈക്വൽ ടു 2x + 1 എന്ന് വന്നു. എക്സ് ഈക്വൽ ടു നമുക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ 2x ഈക്വൽ ടു y⁻⁴ - 1 വന്നു. ദെൻ എക്സ് ഈക്വൽ ടു y⁻⁴ - 1/2 എന്ന് വന്നു. ക്ലിയർ ആണല്ലോ. ഓക്കെ, എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? എഫ് ഇൻവേഴ്സ് ആണ് അല്ലേ. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x⁻⁴ - 1/2 ആണ്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? അതിനകത്ത് എക്സിന് നമ്മൾ എന്ത് കൊടുക്കണം? 27 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 27 ഹോൾ റൈസ് ടു 1/3 - 1/2 അല്ലേ. അപ്പോൾ 27ൻ്റെ ക്യൂബ് റൂട്ട് നോക്കുമ്പോൾ എത്രയാണ് വരുന്നത്? നമുക്കറിയാം 3 ആണ്. അപ്പോൾ 3 - 1/2 ദാറ്റ് ഈസ് 2/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 1 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ചോദ്യം എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മക്കളെ, എങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദ്യം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x + 2 ഡിവൈഡ് ബൈ 5x - 3. ദെൻ എന്താണ് ഓപ്ഷൻ? വേഗം പറഞ്ഞോ. ഇനി എൻ്റെ മക്കൾ പെട്ടെന്ന് നിങ്ങളുടെ മക്കളെ എൻ്റെ മക്കൾ വേഗം ചെയ്യും കേട്ടോ. ഓക്കെ,
മക്കളെ എന്താണ് തന്നിരിക്കുന്നത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x + 2 ഡിവൈഡഡ് ബൈ 5x - 3 അല്ലേ? അപ്പോൾ എന്താണ് നമുക്കിവിടെ എഫ് ഇൻവേഴ്സ് എന്തായാലും നമുക്ക് ഓപ്ഷൻ നോക്കുക. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഇൻവേഴ്സ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എന്ത് ചെയ്യാണ്? ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ നോക്കുന്നു? എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പോവാണ്. അതിന് എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ വൈനോട് ഇക്വേറ്റ് ചെയ്യണം അല്ലേ? വൈനോട് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? വൈനോട് ഇക്വേറ്റ് ചെയ്ത് അങ്ങോട്ട് ക്രോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3x + 2 ഈക്വൽ ടു y × 5x - 3 എന്ന് വരും. ദെൻ 3x + 2 ഈക്വൽ ടു 5xy - 3y എന്ന് വന്നു. ഇനി നമുക്ക് എക്സിൻ്റെ ടേംസ് എല്ലാം ഒന്നിച്ചെടുത്തിട്ട് എക്സ് കോമൺ ആയിട്ട് പുറത്തെടുത്ത് എക്സ് ഈക്വൽ ടു എന്ന് എഴുതാൻ പറ്റണം കേട്ടോ. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് നോക്കിക്കടാ, 3x - 5xy ഈക്വൽ ടു -3y - 2 എന്ന് വന്നു. ദെൻ എക്സിന് ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു. അപ്പോൾ എനിക്ക് 3 - 5y ഈക്വൽ ടു -3y - 2 എന്ന് വന്നു. ദെൻ എക്സ് ഈക്വൽ ടു -3y - 2 ഡിവൈഡഡ് ബൈ 3 - 5y. ഓക്കെ, ദെൻ ഇതിനെ നമുക്കതാ ഓപ്ഷൻ നമ്മൾ എഫ് ഓഫ് എക്സ് ഇതാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ആയിട്ട് ഇവനെ നമുക്കൊന്ന് മാറ്റണമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ആദ്യം തന്നെ എക്സ് ഈക്വൽ ടു മൈനസ് പുറത്തെടുത്തു. അപ്പോൾ 3y + 2 എന്ന് വന്നു. ദെൻ ഡിവൈഡഡ് ബൈ ഇവിടുന്ന് ഒരു മൈനസ് പുറത്തെടുത്തപ്പോഴത്തേക്കിനും -3 + 5y എന്ന് വന്നു. ഈ മൈനസും പോയി. ദെൻ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി മക്കളെ? 3y + 2 ഡിവൈഡഡ് ബൈ 5y - 3 എന്ന് വന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് നോക്കുന്നു. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് നോക്കുമ്പോഴത്തേന് 3x + 2 ഡിവൈഡഡ് ബൈ 5x - 3 എന്ന് വന്നു. അപ്പോൾ നോക്കിയേ, ഓപ്ഷൻ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? എഫ് ഓഫ് എക്സ് തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സും എഫ് ഓഫ് എക്സും എന്താണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. യെസ്, വെരി ഗുഡ് മക്കളെ, എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. അടിപൊളി. ഓക്കെ, റെഡി. ദെൻ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഇനി നമ്മൾ ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷനും അതുപോലെ തന്നെ ഇൻവേഴ്സിൻ്റെയും കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു. ഇനി നമ്മൾ നേരെ എന്താണ്? സിമെട്രിക്, ട്രാൻസിറ്റീവ്, അതുപോലെ റിഫ്ലെക്സീവ്, ആ കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. റിലേഷനിലേക്ക് പോവുകയാണ്. ദെൻ 1, 1 ആൻഡ് ഓൺ 2ൻ്റെ കാര്യവും ആ കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നേരെ നമ്മൾ അതിലേക്ക് പോവുകയാണ് മക്കളെ. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ പടേന്ന് ആൻസർ പറയണം കേട്ടോ. നോക്കിയേ, എ ഈക്വൽ ടു 1, 2, 3 ആണ്. ആൻഡ് കൺസിഡർ ദ റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ആർ ഈസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, സെറ്റ് 1, 2, 3 ആണ്. അപ്പോൾ നമുക്ക് 1, 1 ഉണ്ട്, 2, 2 ഉണ്ട്, 3, 3 ഉണ്ട്. അപ്പോൾ അതെന്താണ്? റിഫ്ലെക്സീവ് ആണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് നോക്കണം? സിമെട്രിക് ആണോ എന്ന് നോക്കണം. സിമെട്രിക് ആണോ മക്കളെ? 1, 2 ഉണ്ടെങ്കിൽ 2, 1 വേണം ഡെഫിനറ്റ്ലി. അപ്പോൾ എന്തായാലും 2, 1 ഇല്ല. അപ്പോൾ സിമെട്രിക് അല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ റിഫ്ലെക്സീവ് ബട്ട് നോട്ട് സിമെട്രിക് എന്നുള്ള ഓപ്ഷൻ കറക്റ്റ് ആണ് അല്ലേ? ദെൻ വീണ്ടും നോക്കിക്കേ, റിഫ്ലെക്സീവ് നോൺ ട്രാൻസിറ്റീവ്, അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം സിമെട്രിക് അല്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് മനസ്സിലായി അല്ലേ? ദെൻ സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അപ്പോൾ ഓപ്ഷൻ എ ആണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ജയകുമാരി, ഓപ്ഷൻ ഡി അല്ല, നെയ്തർ സിമെട്രിക് നോ ട്രാൻസിറ്റീവ് എന്ന് പറയണ്ട. കാരണം ഇവിടെ റിഫ്ലെക്സീവ് ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? റിഫ്ലെക്സീവ് ആയതുകൊണ്ട് നമുക്ക് എന്താണ്? നമുക്ക് റിഫ്ലെക്സീവ് ബട്ട് നോട്ട് സിമെട്രിക് എന്ന ഓപ്ഷൻ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അത് ശ്രദ്ധിക്കണേ. റിഫ്ലെക്സീവ് ആണല്ലോ, റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് അല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം തന്നെ ഓപ്ഷൻ എ ആയിട്ട് നമുക്ക് പറയാം. കാരണം ബാക്കി ഓപ്ഷൻസ് ഒന്നും പിന്നെ അവിടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കാര്യമില്ല നോക്കിയിട്ട് അല്ലേ? ഇതെന്തായാലും സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. ദെൻ ഇത് നോട്ട് ട്രാൻസിറ്റീവ്, കാരണം ഇത് രണ്ടും എന്തായാലും ആൻസർ ആയിട്ട് ഒന്നിച്ച് വരത്തില്ല. അല്ലെങ്കിൽ ഓപ്ഷൻ എ ആൻഡ് ബി എന്നുള്ള ഓപ്ഷനും കൂടെ കാണണം. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേടാ. നെക്സ്റ്റ് ചോദ്യം നമ്മുടെ സെറ്റ് തന്നിരിക്കുന്നത് 3, 6, 9, 12 ആണ്. നമുക്ക് തന്നിരിക്കുന്ന റിലേഷനകത്ത് അപ്പോൾ നോക്കിക്കേ, 3, 3 ഉണ്ട്, 6, 6 ഉണ്ട്, 9, 9 ഉണ്ട്, 12, 12 ഉണ്ട്. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി എന്താണ്? അത് റിഫ്ലെക്സീവ് ആണെന്നുള്ള കാര്യം മനസ്സിലായി അല്ലേ? അപ്പോൾ ഓപ്ഷൻ നോക്കിക്കേ, ഈക്വലൻസ് റിലേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ 3 ചെക്ക് ചെയ്യണം. റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് 3 നമ്മൾ ചെക്ക് ചെയ്താലേ നമുക്ക് ഈക്വലൻസ് റിലേഷനും കൂടെ ഉള്ളതുകൊണ്ട് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം റിഫ്ലെക്സീവ് ആണെന്നുള്ള കാര്യം ഉറപ്പിച്ചു നമ്മൾ അല്ലേ? റിഫ്ലെക്സീവ് ആണ്. ഇനി നമ്മൾ എന്ത് നോക്കണം? സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നോക്കണം. സിമെട്രിക് ആണോ എന്ന് നോക്കിക്കേ. സിമെട്രിക് ആണെങ്കിൽ 6, 12 ഉണ്ടെങ്കിൽ 12, 6 വേണം. എന്തായാലും സിമെട്രിക് അല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അല്ലേ? റിഫ്ലെക്സീവ് ആണ് ബട്ട് എന്താണ്? സിമെട്രിക് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. സിമെട്രിക് അല്ല, അപ്പോൾ എന്തായാലും ഓപ്ഷൻ എ ഈക്വലൻസ് റിലേഷൻ അല്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഓപ്ഷൻ ബിയും അല്ല.
ഓക്കെ, അത് മനസ്സിലായി. ഇനി നമുക്ക് ട്രാൻസിറ്റീവും കൂടെ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ട്രാൻസിറ്റീവും കൂടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കുക മക്കളെ. നോക്കടാ, ട്രാൻസിറ്റീവ് ആണ്. കാരണം 6 12 ഉണ്ട്. ദെൻ 12 കൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത എലമെന്റ് ഏതാ ഉള്ളത്, 12 ഉണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ 6ഉം 12ഉം കൂടെ നോക്കിയേ. 6 12 വീണ്ടും ഉണ്ടല്ലോ ഇതിനകത്ത്, പറയുന്നത് മനസ്സിലായില്ലേ. 6 12 ഉണ്ട്. അപ്പോൾ എന്താണ്, അത് ട്രാൻസിറ്റീവ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. ദെൻ 3 9 നോക്കിക്കേ. ദെൻ 9 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 9 9 ഉണ്ട്. അപ്പോൾ 3 9ഉം ഇതാണ്ട് 3 9 വീണ്ടും ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താണ്, അത് ട്രാൻസിറ്റീവ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ 3 12 നോക്കിയാലും 3 6 നോക്കിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ട്രാൻസിറ്റീവ് ആണെന്ന് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്താണ്, സിമ്മട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് ഒള്ളി എന്ന ഓപ്ഷനാണ്. ഓപ്ഷൻ നമ്പർ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോടാ, ഓക്കെ അല്ലേ. ദെൻ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത ചോദ്യം നോക്കടാ. ഇതും അതുപോലെ തന്നെ A = 1 2 3 4 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇതെന്തായാലും റിഫ്ലക്സീവ് അല്ല. കാരണം 1 1 2 2 3 3 4 4 ഒന്നുമില്ല. അപ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ എന്ത് മനസ്സിലാക്കാം, റിഫ്ലക്സീവ് അല്ല എന്നുള്ള ഓപ്ഷൻ നമുക്ക് മനസ്സിലാക്കാം ഇതിനകത്തുനിന്ന്. ദെൻ അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം, സിമെട്രിക് ആണോ എന്ന് നോക്കണം. സിമെട്രിക് ആണോ എന്ന് നോക്കുമ്പോൾ 1 3 ഉണ്ടെങ്കിൽ 3 1 വേണം. 3 1 ഉണ്ട്. 4 2 ഉണ്ടെങ്കിൽ 2 4 ഉണ്ട്. 2 3 ഉണ്ടെങ്കിൽ എന്താണ്, 3 2 വേണം. പക്ഷെ എന്താണ്, 3 2 ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അത് സിമെട്രിക് അല്ല അല്ലേ. സിമെട്രിക് അല്ല എന്നുള്ള കാര്യം ക്ലിയർ ആണ്. ദെൻ അപ്പോൾ റിഫ്ലക്സീവ് അല്ല എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ഓപ്ഷൻ എ അല്ല, നോട്ട് സിമെട്രിക്. സിമെട്രിക് അല്ലാന്ന് തന്നിട്ടുണ്ട്, അപ്പോൾ അത് ശരിയാണ്. ബട്ട് നമുക്ക് എന്താണ്, ദെൻ ഇവിടെ നിന്നാണ് ട്രാൻസിറ്റ്. അങ്ങനെ നമുക്ക് എല്ലാം കൂടെ ഒന്നും ആൻസർ വരത്തില്ല. അപ്പോൾ തന്നെ ഇവിടെ നമുക്ക് ഓപ്ഷൻ സി എന്ന് ആൻസർ മാർക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഓപ്ഷൻ ഡി അല്ല മക്കളെ കേട്ടോ, ഓപ്ഷൻ ഡി അല്ല അപ്പോസ്, ഓപ്ഷൻ സി ആണ്. ഇതിനകത്ത് ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്ത് നോക്കിയാലും എന്താണ്, ട്രാൻസിറ്റീവ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, ഇല്ല അല്ലേ. നോക്കിക്കേ, കാരണം 1 3 ഉണ്ട്, 3 1 ഉണ്ട്. പക്ഷെ 1 1 ഉണ്ടോ, ഇല്ല. അപ്പോൾ ട്രാൻസിറ്റീവും അല്ല. അപ്പോൾ എന്താണ്, സിമെട്രിക് അല്ലാത്തതുകൊണ്ട് നോട്ട് സിമെട്രിക് എന്നുള്ള ആൻസർ തന്നെയാണ് നമ്മുടെ ആൻസർ. മക്കളെ ഓപ്ഷൻ ഡി എങ്ങനെയാണ് ആവുന്നത്, ഓപ്ഷൻ ഡി ആകത്തില്ല. നോട്ട് സിമെട്രിക് എന്ന് തന്നിട്ടുണ്ട് നമുക്ക്, സിമെട്രിക് അല്ലാന്ന് നമ്മൾ കണ്ടും പിടിച്ചു. അപ്പോൾ ആൻസർ എന്താണ്, ഓപ്ഷൻ സി അല്ലേ. ക്ലിയർ ആയോടാ, ഓക്കെ ആണോ. ദിഷ്മ അതുപോലെ ഭൂമിക ക്ലിയർ ആണോ ഇപ്പോൾ പറഞ്ഞത്. കാരണം എന്താണ്, റിഫ്ലക്സീവ് അല്ല. അപ്പോൾ ഓപ്ഷൻ എ അല്ല. ദെൻ ട്രാൻസിറ്റീവ് ആണോ നമ്മൾ നോക്കി, ട്രാൻസിറ്റീവും അല്ല. സിമെട്രിക് ആണോ നോക്കി, സിമെട്രിക് അല്ല. പക്ഷെ നമ്മുടെ ഓപ്ഷൻ സിമെട്രിക് എന്നാണോ വന്നിരിക്കുന്നത്, നോട്ട് സിമെട്രിക് എന്ന്. അപ്പോൾ അത് ശരിയല്ലേ അല്ലേ. അങ്ങനെയാണ് ഓപ്ഷൻ സി നമ്മൾ പറയുന്നത്. ശ്രദ്ധിച്ച് നോക്കിക്കോണം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യന്. അടുത്തത്, ലെറ്റ് എ ബി ദ ഫൈനൈറ്റ് സെറ്റ് കണ്ടെയ്നിങ് n ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്. ഒരു സെറ്റിനകത്ത് n എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ദ നമ്പർ ഓഫ് റിലേഷൻസ് ദാറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ഓൺ എ. മക്കളെ നമ്പർ ഓഫ് റിലേഷൻസ് പറയുന്നത് എങ്ങനെയാണ്, രണ്ട് സെറ്റ് ഉണ്ടെങ്കിൽ വേണ്ട സത്യന് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചോദ്യമാണ്. അതിനകത്ത് കൂടുതൽ കൺഫ്യൂഷൻ വേണ്ട കാര്യമില്ല കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ നോക്കിക്കേടാം, റിലേഷൻ, എത്ര റിലേഷൻ നമുക്ക് പോസിബിൾ ആണെന്നുള്ളതാണ്. റിലേഷൻ പറയുന്നത് എങ്ങനെയാണ്, എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് m എലമെൻറ്റും ബി എന്ന് പറഞ്ഞ സെറ്റിനകത്ത് n എലമെൻറ്റും ഉണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻ എന്ന് പറഞ്ഞാൽ 2m × n എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. 2m × n. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, n ഡിസ്റ്റിങ്ക്റ്റ് എലമെൻ്റ് ആണ് ഉള്ളതെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 2n × n. അപ്പോൾ എന്ത് വരും, 2n² എന്ന് വരും നമ്മുടെ ആൻസർ അല്ലേ. ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഒന്നുകൂടെ ഞാൻ പറയാം, A to A ആണ് നമ്മുടെ റിലേഷൻ പറഞ്ഞപ്പോൾ എയിൽ എത്ര എലമെന്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്, n എലമെന്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് റിലേഷൻ എന്ന് പറഞ്ഞാൽ 2n × n, അതായത് 2n² കേട്ടോ. ഓപ്ഷൻ നമ്പർ സി ആണ് നമ്മുടെ ആൻസർ. യെസ്, എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. ഓക്കെ മക്കളെ, ക്ലിയർ. ദെൻ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഇത് നോക്കിയേ, ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ അന്ന് ക്ലാസ്സിൽ ഫോർമുലാസ് ഒക്കെ ഞാൻ പഠിപ്പിച്ചായിരുന്നു ഓരോന്നിൻ്റെ. അപ്പോൾ ഇവിടെ ദ നമ്പർ ഓഫ് റിഫ്ലക്സീവ് റിലേഷൻസ് ഓൺ എ സെറ്റ് വിത്ത് 4 എലമെന്റ്സ്. എത്രയാണോ, 4 എലമെന്റ്സ് ആണ്. ഇവിടെ n എത്രയാണ് തന്നിരിക്കുന്നത്, 4 എലമെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. എത്ര എലമെന്റ്സ് ആണെന്ന് വെച്ചാൽ n മാറുന്നതനുസരിച്ച് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഇക്വേഷനകത്ത് വാല്യൂസ് മാറ്റി കൊടുത്താൽ മതി. അപ്പം നമ്പർ ഓഫ് റിഫ്ലക്സീവ് റിലേഷൻ അല്ലേ, നമ്പർ ഓഫ് റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറയുന്നത് എത്ര എണ്ണം വരും, റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് 2n × n - 1 എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം, 2⁴ × 4 - 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വന്നു, 2⁴ × 3 ആണ്. അപ്പോൾ 2⁻12 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ എത്രയാണ് വന്നിരിക്കുന്നത്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഈ ഫോർമുല പഠിച്ചു വെച്ചോണം കേട്ടോ. ഞാനത് ക്ലാസ്സിൽ എല്ലാത്തിൻ്റെയും ഫോർമുല ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ,
അപ്പോൾ ആ ഫോർമുല എന്ത് ചെയ്യണം, നമ്മൾ നോക്കി വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പഠിക്കണം കേട്ടോ. എപ്പോഴും റിഫ്ലെക്സീവ് റിലേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോണേ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ്. അടുത്ത ചോദ്യം. ഓക്കെ മക്കളെ, ഇതാ ഇത്. ഇഫ് എ ഈസ് എ സെറ്റ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 8, ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 8, അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? ഈവൻ നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ 2, 4, 6 ആണ് അല്ലേ. അപ്പോൾ സെറ്റ് എയിൽ ഏതൊക്കെ എലമെൻറ്റ്സാണ് ഉള്ളത്? 2, 4, 6 ആണുള്ളത്. ദെൻ സെറ്റ് ബിയിൽ ഏതൊക്കെ എലമെൻ്റ് ഉള്ളത്? പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 7 എന്നാണ് പറയുന്നത്. പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 7 ഏതൊക്കെയാണ്? പ്രൈം നമ്പർ 2, 3, 5, 7 അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ എന്താണ് ലെസ് ദാൻ 7 എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? 2, 3, 5. ഓക്കെ, അത് നമ്മൾ എഴുതി. ദെൻ ചോദ്യം എന്താണ്? then the number of relations from A to B, എയിൽ നിന്ന് ബിയിലേക്കുള്ള നമ്പർ ഓഫ് റിലേഷൻസ് എത്രയാണ്? നമ്പർ ഓഫ് റിലേഷൻ പറയണേ നമ്മൾ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് പറയണ്ടേ. നമ്പർ ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. നമ്പർ ഓഫ് ബി എത്രയാണ്? 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് റിലേഷൻസ് എങ്ങനെ പറയും? നമ്പർ ഓഫ് റിലേഷൻസ് എന്ന് പറഞ്ഞാൽ റിലേഷൻസ് ഈക്വൽ ടു 2 raised to m into n, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എമ്മും എന്നും എത്രയാണ്? 3 തന്നെയാണ്. അപ്പോൾ 3 into 3 വരും. അപ്പോൾ എത്ര വരും? 2 raised to 9 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് കണ്ടോ. എല്ലാ ടൈപ്പ് ഓഫ് ചോദ്യം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഏകദേശം ചാപ്റ്റർ കണ്ടിന്യൂസ്ലി റിവൈസ് ചെയ്ത് പോകുന്നുണ്ട്. പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ, നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം മക്കളെ. അടുത്ത ചോദ്യം ദാ let us define a relation R in R as A or B, A related to B if A greater than or equal to B എന്നാണ് എന്ത് നമ്മുടെ കണ്ടീഷൻ. A greater than or equal to B എന്നാണ് നമ്മുടെ കണ്ടീഷൻ. ദെൻ R is, R എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്? റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ, അത് ഇത് മൂന്നും ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെക്ക് ചെയ്യുന്നത്? റിഫ്ലെക്സീവിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുവാണ്. റിഫ്ലെക്സീവിൻ്റെ കണ്ടീഷൻ റിഫ്ലെക്സീവ് ആകണമെങ്കിൽ എന്ത് ചെയ്യണം? എക്ക് എയോട് തന്നെ എന്ത് ചെയ്യണം? റിലേഷൻ വരണം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് എഴുതാൻ പറ്റത്തില്ലേ? അല്ലെങ്കിൽ എ ഈക്വൽ ടു എ നമുക്ക് പറയാൻ പറ്റുമല്ലോ. യെസ്, അപ്പോൾ എന്താണ്? അത് റിഫ്ലെക്സീവ് ആണെന്ന കാര്യം നമുക്ക് ഉറപ്പിക്കാം. ഇനി നമുക്ക് എന്ത് എഴുതാൻ പറ്റണം? ഇത് സിമെട്രിക് ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റണം. സിമെട്രിക് ആണെന്ന് നമുക്ക് എങ്ങനെയാണ് മക്കളെ പറയുന്നത്? ഒരു എക്സാമ്പിൾ വെച്ച് പറയാം അല്ലേ. എ ബി എന്ന് പറയുന്നത് ആറിലോട്ട് ബിലോങ് ആണെങ്കിൽ ബി എ എന്ന് പറയുന്നത് എന്താണ്? ആറിലേക്ക് ബിലോങ് ആകണമെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം പറയുന്നു 2, 1 അല്ലേ. 2, 1 എന്ന് പറയുന്നത് ബിലോങ് ടു ആർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് 2 greater than or equal to 1 എന്ന് പറയാം. അത് ശരിയാണ്, 2 greater than 1 ആണ്. അങ്ങനെയാണെങ്കിൽ 1, 2 എന്താവണം? ശരിയാകണം. 1 greater than or equal to 2 നമുക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ എന്താണ്? അത് തെറ്റാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതെന്താണ്? സിമെട്രിക് അല്ല. സിമെട്രിക് അല്ല കേട്ടോ. സിമെട്രിക് എന്താണ്? അല്ല. ഇനി എന്താണ്? ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പം എ ബി എന്ന് പറയുന്നത് ആറിലാണെങ്കിൽ ബി സി എന്ന് പറയുന്നതും ആറിലാണെങ്കിൽ എ സിയും എന്താണ്? റിലേറ്റഡ് ടു ഇതാണ് എന്ന് എയും സിയും എന്താണ്? റിലേറ്റഡ് ആകണം എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് നമുക്ക് പറയാം. ഇവിടെ ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സി എന്ന് നമുക്ക് പറയാം. ഇവിടെ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് എഴുതാൻ പറ്റുമല്ലോ. നോക്കിക്കേ, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് നമ്മൾ എഴുതിയാൽ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി നമുക്ക് എഴുതാൻ പറ്റത്തില്ലേ? പറ്റും. അപ്പോൾ എന്താണ്? അത് ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവ് ആണ്. അങ്ങനെയാണ് നമ്മുടെ ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ നമ്പർ ബി, റിഫ്ലെക്സീവ്, ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക് കേട്ടോ. റിഫ്ലെക്സീവ്, ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഒരു 1, 1 on 2ൻ്റെ കണ്ടീഷനും കൂടെ നോക്കാം. നോക്കിക്കേ മക്കളെ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രാഫ് വരച്ച് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ നോക്കിക്കേ, ദ ഫംഗ്ഷൻ എഫ് റിലേറ്റഡ് ടു ആർ ടു ആർ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷനാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. ഈ ഫംഗ്ഷൻ 1, 1 ബട്ട് നോട്ട് ഓൺ ടു ബട്ട് നോട്ട് 1, 1, 1, 1 on 2 നൺ ഓഫ് ദിസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1, 1 ആണോ ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? എക്സ് സ്ക്വയർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് 1, 1 ആണോ ചെക്ക് ചെയ്യണേ എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 നമ്മൾ നോക്കുവാണ്. അത് എക്സ് 1 ഈക്വൽ ടു എക്സ് 2 എന്നാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് 1, 1 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അങ്ങനെയാണെങ്കിൽ
x1 സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ എന്ന് നമുക്ക് പറയാം. രണ്ടിടത്ത് നമ്മൾ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും. അപ്പോൾ ഇതെന്താണ്? 1 ആണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലായി അല്ലേ? അപ്പം എന്തായാലും ഓപ്ഷൻ ബി അല്ല എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. കാരണം അവിടെ നോട്ട് 1 എന്ന് പറയുന്നുണ്ട് അല്ലേ? ഇനി അടുത്ത എന്താണ്? നമ്മൾ ഇത് ഓൺ ടു ആണോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം അല്ലേ? ഓൺ ടു ആണോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഓൺ ടു എങ്ങനെയാണ് മക്കളെ ചെക്ക് ചെയ്ത് നോക്കുന്നത്? ഓൺ 1 ചെക്ക് ചെയ്യണമെങ്കിൽ ഗ്രാഫ് വരച്ചാണെങ്കിൽ നോക്കാം കേട്ടോ. ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഗ്രാഫിൽ രണ്ടിടത്ത് ഒന്നിൽ കൂടുതൽ പോയിന്റിൽ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഹൊറിസോണ്ടൽ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് മെനി വൺ ഫംഗ്ഷൻ ആണെന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? അയ്യോ സോറി മക്കളെ, നോക്കിക്കേ. സോറി മക്കളെ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ എന്താണ് ഇത്? നമുക്ക് x1 സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ എന്നല്ലേ എഴുതാൻ പറ്റത്തുള്ളൂ. ഇത് 1 ഫംഗ്ഷൻ അല്ല കേട്ടോ, ഇത് മെനി വൺ ഫംഗ്ഷൻ ആണ്. ഓക്കെ, നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റത്തില്ല കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഗ്രാഫ് വരച്ച് നോക്കിക്കേ. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് നോക്കിക്കേ. എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് എന്ന് പറയുമ്പോഴത്തേക്കിന് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ഗ്രാഫ് ദാണ്ട് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? നമുക്ക് ദാണ്ട് ഇത് ഫംഗ്ഷൻ ആയിരുന്നു, നമുക്ക് അങ്ങനെ എക്സ് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. ശ്രദ്ധിച്ചോണേ, ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്. അത് താഴെ കൂടെ പോകണം മക്കളെ. ഓക്കെ, ഇങ്ങനെ വരയ്ക്കാം, താഴെ കൂടെ പോകണം. ഓക്കെ, ഇതാണ് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ്, y ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് അങ്ങനെ ഡയറക്റ്റ് എടുക്കരുത് കേട്ടോ, ഡയറക്റ്റ് എടുക്കാൻ പറ്റത്തില്ല. നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ മതി. അതായത് നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ കിടക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് എക്സിന് പല വാല്യൂസ് കൊടുക്കാം. കാരണം എന്താണ്? എക്സ് R ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എക്സിന് താണ്ട് ഒരു -2 വാല്യൂ കൊടുക്കുന്നു, ദെൻ എക്സിന് ഞാനൊരു -1 വാല്യൂ കൊടുക്കുന്നു, ദെൻ എക്സിന് ഞാനൊരു 0 കൊടുക്കുന്നു, എക്സിന് 1 കൊടുക്കുന്നു, എക്സിന് 2 കൊടുക്കുന്നു. ഈ വാല്യൂസ് നിങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കിന് ഇവിടെ വൈക്ക് കറസ്പോണ്ടിങ് എന്താ വാല്യൂ കിട്ടുന്നത്? ഇവിടെ നിങ്ങൾക്ക് 4 കിട്ടുന്നുണ്ട്. ദെൻ ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? വൈക്ക് 1 കിട്ടുന്നുണ്ട്. ഇവിടെ നിങ്ങൾ കൊടുത്താൽ 0 കിട്ടും. ഇവിടെ നിങ്ങൾക്ക് വൈക്ക് 1 കൊടുത്താൽ 1 കിട്ടും. ഇവിടെ നിങ്ങൾ വൈക്ക് 2 കൊടുത്താൽ 4 കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കിയേ, -2 നിങ്ങൾക്ക് 4 കിട്ടുന്നുണ്ട്. ഇവിടെ +2 നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? 4 കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മെനി വൺ ഫംഗ്ഷൻ ആണ് അല്ലേ? -2 നിങ്ങൾക്ക് 4 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 2 നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? 4 ആണ് കിട്ടുന്നത്. അപ്പോൾ എന്താണ്? ഇത് മെനി വൺ ഫംഗ്ഷൻ ആണ്. ഇങ്ങനെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്രാഫ് വരച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ഞാൻ പ്ലോട്ട് ചെയ്തപ്പോഴത്തേക്ക് ഇതാണ്ട് ഇവിടെ 2 പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ലൈന് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് പറയാൻ പറ്റും? നമുക്കത് 1 അല്ലെന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? 1 അല്ലെന്ന് പറയാൻ പറ്റും. ഇത് മെനി വൺ ഫംഗ്ഷൻ ആണ് കേട്ടോ, മെനി വൺ ഫംഗ്ഷൻ ആണ്. ക്ലിയർ അല്ലേ? അപ്പം നമുക്കിവിടെ 1 എന്നുള്ള ഓപ്ഷൻ എല്ലാം നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ഓൺ ടു ആണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? ഓൺ ടു ആണോ ചെക്ക് ചെയ്ത് നോക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ കണ്ട് ഇപ്പോൾ ഈ വാല്യൂസ് കൊടുത്തില്ലേ? ഈ വാല്യൂസ് കൊടുത്തപ്പോൾ നിങ്ങൾ നോക്കിയേ, എക്സ് സ്ക്വയർ എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ? എക്സ് സ്ക്വയർ വന്നുകൊണ്ട് നിങ്ങൾ ഏത് നെഗറ്റീവ് വാല്യൂ, ഡൊമൈനുള്ള ഏത് നെഗറ്റീവ് വാല്യൂ കൊടുത്താലും നിങ്ങൾക്ക് ഇവിടെ എത്രയാണ് കിട്ടുന്നത്? പോസിറ്റീവ് വാല്യൂ മാത്രമേ കിട്ടത്തുള്ളൂ. നെഗറ്റീവ് വാല്യൂസ് ഒന്നും എന്ത് ചെയ്യത്തില്ല? കിട്ടത്തില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നെഗറ്റീവ് വാല്യൂസ് ഒന്നും കിട്ടത്തില്ല. 1 ആണോ ചെക്ക് ചെയ്യാൻ നമുക്ക് മനസ്സിലായി. ഇതാ നിങ്ങൾ ഇവിടെ ഏതെങ്കിലും R2 ആയതുകൊണ്ട് നിങ്ങൾ മൈനസ് വാല്യൂവും പ്ലസ് വാല്യൂവും 0യും നിങ്ങൾ കൊടുത്തിട്ട് ഇവിടെ റേഞ്ച് നിങ്ങൾ നോക്കുക. റേഞ്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? എല്ലാം പോസിറ്റീവ് വാല്യൂസ് മാത്രമേ കിട്ടത്തുള്ളൂ. ദെൻ അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? എല്ലാം പോസിറ്റീവ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ R2 ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെറ്റ് ബിയിൽ നെഗറ്റീവ് എലമെൻസും വരുന്നുണ്ട്. പക്ഷെ ആ നെഗറ്റീവ് എലമെൻസിനൊന്നും എന്താണ്? പ്രീ ഇമേജ് ഇല്ല. പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ആ നെഗറ്റീവ് എലമെൻസിനൊന്നും പ്രീ ഇമേജ് ഇല്ല. അപ്പോൾ എന്താണ്? അത് ഓൺ ടു അല്ല. ക്ലിയർ ആണല്ലോ? അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതിൻ്റെ റേഞ്ചും കോഡൊമൈനും എന്താണ്? കോഡൊമൈനും ഈക്വൽ അല്ല. റേഞ്ചും കോഡൊമൈനും എന്താണ്? ഈക്വൽ അല്ല. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് ഓൺ ടുവും അല്ല. ക്ലിയർ ആണല്ലോ? ഓൺ ടുവും അല്ല. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? നൺ ഓഫ് ദിസ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? നൺ ഓഫ് ദിസ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ക്ലിയർ? ഓക്കെ, പറഞ്ഞ് മനസ്സിലായില്ലേ? യെസ്, സപ്പോസ് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ നമുക്ക് എന്താ വരുന്നത്? 0 വരുമോ? 0 ഒരു നാച്ചുറൽ നമ്പർ ആണോ വരുന്നത്? നോക്കിക്കേ, 0 ഒരു നാച്ചുറൽ നമ്പർ ആണോ വരുന്നത്? R2 കാരണം എന്താണ്? നമുക്ക് നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ വരുന്നത്? നമുക്ക് 1 മുതലേ വരത്തുള്ളൂ കേട്ടോ. 0യും എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നിങ്ങൾ 0 എക്സിന് കൊടുക്കുമ്പോൾ ഇവിടെ 0 വരുന്നുണ്ട്. പക്ഷേ 0യ്ക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അപ്പം നിങ്ങളുടെ ഈ സെറ്റിനകത്ത് എന്ത് വരത്തില്ല? 0 വരത്തില്ല. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കണം കേട്ടോ. ഓക്കെ, R2 നോക്കുമ്പോൾ ക്ലിയർ?
അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്താൽ മതി, അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും കേട്ടോ. ഓക്കെ, പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം അത് തന്നെയാണ്. x⁴ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേടാ, R⁴ ആണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്, x⁴ ആണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഇവിടെ x⁴ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലാകുന്നത്, പവർ 4 മീൻസ് ഈവൻ പവർ ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതും എന്താണ്, നിങ്ങൾ നെഗറ്റീവ് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, പോസിറ്റീവ് വാല്യൂസ് തന്നെയാണ് കിട്ടുക. നാളെ ക്ലാസ് ഇല്ല കേട്ടോ, നാളെ ഈസ്റ്റർ അല്ലേ, നാളെ ഹോളിഡേ ആണ്. അപ്പോൾ എന്താണ്, ഇത് നിങ്ങൾക്ക് ഈ x² ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ R⁴ ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നെഗറ്റീവ് വാല്യൂ കൊടുത്താൽ എന്തേ സംഭവിക്കത്തുള്ളൂ, x⁴ പോസിറ്റീവ് വാല്യൂ വരത്തുള്ളൂ. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ -2 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും, 16 കിട്ടും. നിങ്ങൾ +2 കൊടുത്താലും നിങ്ങൾക്ക് 16 കിട്ടും. അപ്പോൾ ഇതെന്താണ്, 1 അല്ല, ഇത് മെനി വൺ ഫംഗ്ഷൻ ആണ്, നമുക്ക് മനസ്സിലാകും. ഓക്കെ, ഇനി ഇത് ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാനും ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എന്താണ്, ഇവിടെ നിങ്ങൾ നെഗറ്റീവ് വാല്യൂ കൊടുത്താലും നമുക്ക് എന്താണ്, പോസിറ്റീവ് വാല്യൂ മാത്രമേ നമ്മുടെ റേഞ്ചിൽ വരത്തുള്ളൂ. ക്ലിയർ ആണല്ലോ. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതും എന്താണ്, സെയിം ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വന്നത്, F ഈസ് നെയ്തർ 1 നോർ ഓൺ ടു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണോ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ രീതിയിൽ ചിന്തിച്ചാൽ മതി, നമുക്ക് ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ പറയാൻ പറ്റും കേട്ടോ. ഓക്കെ ആണോടാ, ഓക്കെ ആണോ? ദെൻ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. അടുത്ത ചോദ്യം ഇത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചെയ്തില്ല, ഞാൻ ഹിൻഡ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നോക്കിയേ, ഇത് R⁴ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. f(x) = 3x ആണ്. അങ്ങനെയാണെങ്കിൽ ചൂസ് ദ കറക്റ്റ് ആൻസർ എന്നാണ് പറയുന്നത്. 3x ഇത് നമുക്ക് 1 ആണോ ഓൺ ടു ആണോ എന്ന് അങ്ങനെ ചെക്ക് ചെയ്തോ നോക്കിയാലും മതി. ഇവിടെ നോക്കിയാൽ f(x1) = f(x2) നമുക്ക് നോക്കാം. അപ്പം നമുക്ക് 3x1 = 3x2 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ നമുക്ക് 3യും 3യും കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് x1 = x2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ എന്താണ്, ഇത് 1 ആണെന്ന് എന്ത് കിട്ടി, നമുക്ക് മനസ്സിലായി. ക്ലിയർ ആണല്ലോ. ഇതെന്താണ്, ഇത് 1 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഓൺ ടു ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. ഇത് ഓൺ ടു ആണോ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. x³ ആണെങ്കിൽ എന്താണ്, നെഗറ്റീവ് വാല്യൂസ് ഒബ്വിയസ്ലി വരും അല്ലേ. x³ എന്ന് പറഞ്ഞാൽ ഓഡ് പവർ ആയതുകൊണ്ട് എന്താണ്, നെഗറ്റീവ് പവേഴ്സും വരും. അപ്പോൾ എന്താണ്, നമുക്ക് കോഡൊമൈൻ തന്നെ കിട്ടും. റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഡൊമൈൻ തന്നെ വരും. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, നമുക്ക് 1 ആണ് കിട്ടി. ഇത് ഓൺ ടു ആണോ ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. കാരണം നിങ്ങൾ മൈനസ് വാല്യൂ കൊടുത്താൽ എന്ത് ചെയ്യും, മൈനസ് വാല്യൂ, പ്ലസ് വാല്യൂ കൊടുത്താൽ പ്ലസ് വാല്യൂ എന്തായാലും കിട്ടും. അപ്പോൾ എല്ലാത്തിനും എന്തുണ്ടാകും, പ്രീ ഇമേജ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, ഓപ്ഷൻ എ ആണ്, 1 ആണ്, ഓൺ ടു ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതും ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് കാര്യം, ഓക്കെ, ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഞാനൊന്ന് ഡിസ്കസ് ചെയ്തതാണ്. ഇതിൻ്റെ തിയറി ഞാൻ പറഞ്ഞു തന്നതാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കിക്കേ, സെറ്റ് എ ഹാസ് 3 elements, ദെൻ സെറ്റ് ബി ഹാസ് 4 elements, ദെൻ the number of injections that can be defined, അതായത് നമ്പർ ഓഫ് ഓൺ ടു മാപ്പിംഗ് എത്ര വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻടു മാപ്പിംഗ് എത്ര വരുന്നുണ്ട്, ദെൻ 1 ആണോ ഓൺ ടു ആണോ, എത്ര മാപ്പിംഗ് വരുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര മാപ്പിംഗ്, ഒരു മിനിറ്റ്, ഒരു 2-3 ക്വസ്റ്റ്യൻ കൂടിയുള്ളൂ. ഓക്കെ മക്കളെ, ഇതൊന്ന് ശ്രദ്ധിച്ചോണേ. ഇവിടെ നമ്മൾ അങ്ങനത്തെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സെറ്റ് എയിലും സെറ്റ് ബിയിലും എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നിങ്ങൾ നോക്കണം. അപ്പോൾ ദാ n = ഇവിടെ എത്രയാണ്, n = നമുക്ക് 3യും m = നമുക്കിവിടെ 4ഉം ഉണ്ട്. അപ്പോൾ നമ്മൾ 2-3 കണ്ടീഷൻ പഠിച്ചു. n > m, n < m, n = m വന്നാൽ നമ്മൾ എത്ര മാപ്പിംഗ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള കാര്യം സാറ് പറഞ്ഞത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ സാർ അതൊന്നും കൂടി ഒന്ന് ജസ്റ്റ് പറയാം. n < m ആണെന്നുണ്ടെങ്കിൽ 1 ഫംഗ്ഷന്, ഓക്കെ, 1 എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര പറയാം, m ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ m - n ഫാക്ടോറിയൽ എന്നാണ് പറഞ്ഞത് അല്ലേ. ക്ലിയർ ആണല്ലോ. അപ്പം ഈ കണ്ടീഷൻ നമുക്ക് ഓൺ ടുവും അതുപോലെ തന്നെ ഓൺ ടു ഫംഗ്ഷൻ എന്താണ്, 0 ആണ്. അതുപോലെ തന്നെ ബൈജക്റ്റീവ് എന്താണ്, 0 ആണ്. ബൈജക്റ്റീവും 0 ആണ്. ഇത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് n > m എന്ന് പറഞ്ഞ കണ്ടീഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. 1 0 ആണ് അല്ലേ, 1 0 ആണ്. ബൈജക്റ്റീവ് എന്താണ്, ബൈജക്റ്റീവും 0 ആണ്. പക്ഷെ ഓൺ ടു മാപ്പിംഗ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഓൺ ടു മാപ്പിംഗ് നമുക്ക് എത്രയാണ് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ഫോർമുല ഞാൻ പഠിപ്പിച്ചായിരുന്നു. m⁻n - mc1 × m-1 whole raised to n minus mc2 m-2 whole raised to n plus mc3
m-3 ഹോൾ റൈസ് ടു n മൈനസ് എക്സെട്ര ഇങ്ങനെയാണ് ഇത് പോകുന്നത് ഞാൻ പഠിപ്പിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്കി തന്നിരിക്കുന്നത് n ഗ്രേറ്റർ ദാൻ m എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അല്ലേ. n ഗ്രേറ്റർ ദാൻ m എന്നാണ്, സോറി n3യും m4ഉം ആണ്. അപ്പോൾ n ലെസ് ദാൻ ഒക്കെ കറക്റ്റ് ആണ്, 3 ലെസ് ദാൻ 4 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. എന്താ നമ്മൾ ചോദിച്ചിരിക്കുന്നത്, നമ്പർ ഓഫ് ഇഞ്ചക്ഷൻസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എത്ര എന്താണ് 1 ഉണ്ടെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, 1 കണ്ടുപിടിക്കേണ്ടത് നമുക്ക് എന്താ ഫോർമുല വന്നിരിക്കുന്നത്, m ഫാക്ടോറിയൽ അല്ലേ, m ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ m മൈനസ് n ഫാക്ടോറിയൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ m ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 1 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ നമുക്ക് 4 ഫാക്ടോറിയൽ തന്നെ ആൻസർ വരും. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ, 24 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വെച്ചോ, ഞാനത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്ന്, നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. ഇതെല്ലാം ആ കണ്ടീഷൻ വെച്ച് തന്നെ നമ്മൾ പറയുന്ന ചോദ്യങ്ങളാണ്. ദെൻ അടുത്ത ചോദ്യം നോക്കിക്കേ, നമ്പർ ഓഫ് ഓൺ ടു അതായത് സബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്, a to b. അപ്പം n ഓഫ് a 6ഉം n ഓഫ് b 3ഉം ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, n ഗ്രേറ്റർ ദാൻ എന്താണ് m ആണ് അല്ലേ, 6 ഗ്രേറ്റർ ദാൻ 3 ആണ്. അപ്പോൾ നമ്മൾ മറ്റേ ആ ഫോർമുല വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഇതാണ് നമ്മൾ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ എങ്ങനെ മകളെ ചെയ്യുന്നത്, n ഗ്രേറ്റർ ദാൻ m ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്രയാണ്, ഓൺ ടു ഫംഗ്ഷൻ എത്ര എണ്ണം ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോർമുല എന്തായിരുന്നു, m റൈസ് ടു n മൈനസ് അല്ലേ mc1 അല്ലേ. നോക്കിക്കേ, mc1 ഇൻറ്റു m മൈനസ് 1 ഹോൾ റൈസ് ടു n മൈനസ് mc2 ഇൻറ്റു m മൈനസ് 2 ഹോൾ റൈസ് ടു n പ്ലസ് mc3 ഹോൾ റൈസ് ടു m മൈനസ് 3 ഹോൾ റൈസ് ടു n. ഇങ്ങനെ അങ്ങ് പോകും അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എത്ര വരും, എമ്മിൻ്റെ വാല്യൂ 6 ആണ്, അപ്പം സോറി എമ്മിൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 3 റൈസ് ടു 6 മൈനസ് 3c1 ദെൻ 3 മൈനസ് 1 ഹോൾ റൈസ് ടു 6 മൈനസ് 3c2 ദെൻ 3 മൈനസ് 2 ഹോൾ റൈസ് ടു 6. അടുത്ത് എഴുതേണ്ട കാര്യമില്ല, കാരണം എന്താണ് അവിടെ 3 മൈനസ് 3 വരും, അപ്പോൾ 0 വരും. അപ്പോൾ നമ്മൾ അത് എഴുതേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും നമുക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ദെൻ 3 റൈസ് ടു 6 മൈനസ് 3c1 എന്ന് പറഞ്ഞാൽ 3 ആണ്. ദെൻ 3 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2 റൈസ് ടു 6 ദെൻ 3c2 ദെൻ ഇവിടെ നോക്കിയാൽ 3c2 വരും. ദെൻ ഇവിടെ 3 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 3c2 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്, 3 തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, 3 തന്നെ നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേടാ മക്കളെ, ഓക്കെ അല്ലേ. ദെൻ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാത്തോട്ട് 3 റൈസ് ടു 6 ഇൻറ്റു 3 ഇൻറ്റു 2 റൈസ് ടു 6 ദെൻ മൈനസ് അകത്തോട്ട് പോകുമ്പോഴത്തേക്കിന് പ്ലസ് വരും. ദെൻ 3 റൈസ് ടു 6 എന്ന് പറയുമ്പോഴത്തേക്കിന് 729 വരും. ദെൻ 3 ഇൻറ്റു 2 റൈസ് ടു 6 എന്ന് പറയുമ്പോഴത്തേക്കിന് 64 വരും, പ്ലസ് 3 വരും. ദെൻ 729 ദെൻ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 192 വരും, പ്ലസ് 3 വരുമ്പോഴത്തേക്കിന് നമുക്ക് 540 എന്ന ആൻസർ വരും. ഓപ്ഷൻ എത്ര വരും, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ, ഓപ്ഷൻ സി ആണ് ആൻസർ. പെട്ടെന്ന് എന്ത് ചെയ്താൽ മതി, കാൽക്കുലേറ്റ് ചെയ്താൽ എൻ്റെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും തെറ്റിപ്പോകത്തില്ല കേട്ടോ. ഓക്കെ, ദെൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, 1 on 2 ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൺഫ്യൂഷൻ അടിക്കേണ്ട, നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ് കേട്ടോ. നോക്കിക്കേ, a function r2r is given by f of x equal to x square plus x ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 1 ആണോ ഓൺ ടു ആണോ മെനി1 ആണോ എങ്ങനെയാണ് ഓപ്ഷൻ ചോദിച്ചിരിക്കുന്നത്. മുമ്പേ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും മക്കളെ. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്, ഇത് 1 ആണോ ഓൺ ടു ആണോ നമുക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. എന്താ f of x1 എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഒരു മിനിറ്റ്, f of x1 ഈക്വൽ ടു f of x2 എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ദാണ്ടെ ഇവിടെ x1 സ്ക്വയർ പ്ലസ് x1 ഈക്വൽ ടു x2 സ്ക്വയർ പ്ലസ് x2 നമുക്ക് എഴുതാം. എന്തായാലും നമുക്ക് x1 ഈക്വൽ ടു x2 എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എക്വേറ്റ് ചെയ്ത് നമുക്ക് എഴുതാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് ഇത് എന്താണ് 1 ഫംഗ്ഷൻ അല്ല, നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും മെനി1 ആണ് അല്ലേ, മെനി1 ആണ്. ഇനി എന്താണ് ഓൺ ടു ആണോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓൺ ടു ആണോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ x സ്ക്വയർ പ്ലസ് x എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, എന്തായാലും നിങ്ങൾക്ക് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ കിട്ടത്തുള്ളൂ, നെഗറ്റീവ് വാല്യൂസ് എന്ത് കിട്ടത്തില്ല, നമുക്ക് റേഞ്ചിനകത്ത് വരത്തില്ല. അപ്പം റേഞ്ചും കോഡൊമൈനും എന്താണ് ഈക്വൽ ആകത്തില്ല. ഈ കേസിൽ എന്താണ് റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആവത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ് മെനി1 ആൻഡ് ഇൻടു ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആണോ, ഇത് മെനി1 ആൻഡ് ഇൻടു ഫംഗ്ഷൻ ആണ്. ചെക്ക് ചെയ്തിട്ടേ പറയാവുള്ളൂ, മെനി1 ആൻഡ് ഇൻടു ഫംഗ്ഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, ഓപ്ഷൻ ഡി ആണ്. നിങ്ങൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി.
എക്സിന് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൈനസ് വാല്യൂ നോക്കുക. ദെൻ അതുപോലെ തന്നെ എക്സ് ഈക്വൽ ടു -1 നോക്കുക, 0 നോക്കുക. കറസ്പോണ്ടിങ് വൈക്ക് എന്ത് കിട്ടുന്നതെന്ന് നോക്കുക. അപ്പോൾ വൈക്ക് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് മാത്രമേ കിട്ടുകയുള്ളൂ. അതായത് ആറിനകത്തത് ഇൻക്ലൂഡഡ് ആവത്തില്ല. 6 എന്ന് പറഞ്ഞാൽ പ്ലസും മൈനസും 0 എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആവത്തില്ലാത്തത് കൊണ്ട് എന്താണ് അത് ഇൻറ്റു ഫംഗ്ഷൻ ആണ് അല്ലേ. ഓൺ ടു അല്ലാത്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻറ്റു എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് വൈൻഡപ്പ് ചെയ്യുകയാണ്. ദെൻ അടുത്തത് നമുക്ക് കെമിസ്ട്രിയുമായിട്ട് സുദർശൻ സാർ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വീണ്ടും കാണാം മക്കളെ. അതുവരേക്കും ബൈ. ഓക്കെ ഓക്കെ. ഹലോ മക്കളെ, എല്ലാവർക്കും എന്നെ കാണാലോ, കേൾക്കാലോ മക്കളെ. അടിപൊളിയായിട്ട് പഠിച്ച് മുന്നേറുകയാണല്ലോ എല്ലാവരും. സ്റ്റുഡിയോ 3 അല്ലടാ. ഹലോ മക്കളെ, വെൽക്കം. അപ്പോൾ കെമിസ്ട്രി പ്രോബ്ലം സോൾവിങ്ങിലേക്ക് കിടക്കാം. ഇന്ന് നമ്മുടെ സൊല്യൂഷൻ്റെ ലാസ്റ്റ് ഭാഗമായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗമെന്ന് സാറ് പറഞ്ഞിരുന്നു. എല്ലാവരും നോക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. നോക്കിയിട്ടല്ല വന്നിരുന്നെങ്കിൽ ഞാൻ വീട്ടിൽ വന്നിടിക്കും എല്ലാത്തിനെയും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പ്രോബ്ലം സോൾവിങ്ങിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് ടോപ്പിക്ക്. ഓക്കെ, സ്ലൈഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡിൽ വെച്ചോളൂ റെഫറൻസിന് വേണ്ടിയിട്ട്. എൻ്റെ ഒപ്പം തന്നെ സോൾവ് ചെയ്യാൻ നോക്കണം. ഓക്കെ, what weight of glucose must be dissolved in 100 grams of water to lower the vapor pressure by 0.2 millimeter mercury? Lower the vapor pressure by 0.2 millimeter mercury എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ വാട്ടർ തന്നിട്ടുണ്ട്, അറ്റ് റൂം ടെമ്പറേച്ചർ, മോളാർ മാസ് ഓഫ് ഗ്ലൂക്കോസ് തന്നിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സൊല്യൂഷൻസിൽ മിക്കപ്പോഴും പ്രശ്നം വരുന്നത് ടേംസ് മനസ്സിലാക്കാനൊരു പ്രശ്നമുണ്ട്. ഇവിടെ ലോവർ ദ വേപ്പർ പ്രഷർ ബൈ 0.2 എന്നാണ് തന്നിരിക്കുന്നത്. സോ ബേസിക്കലി ഡെൽറ്റ പി വിച്ച് ഇസ് P0A പ്യുവർ വേപ്പർ പ്രഷർ മൈനസ് സൊല്യൂഷൻസ് വേപ്പർ പ്രഷർ ആണ് തന്നിരിക്കുന്നത്. അതാണ് 0.2 തന്നിരിക്കുന്നത്. അല്ലാണ്ട് ഡെൽറ്റ പി റിലേറ്റീവ് അല്ല തന്നിരിക്കുന്നത്. ഡെൽറ്റ പി ആണ് തന്നിരിക്കുന്നത്. ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 0.2. നിങ്ങൾക്കറിയാം ഡെൽറ്റ പി റിലേറ്റീവ് എന്ന് വെച്ചാൽ എന്താ? ഡെൽറ്റ പി റിലേറ്റീവ് ഇസ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഇസ് P0A മൈനസ് PS ഡിവൈഡഡ് ബൈ P0A. അല്ലേ മക്കളെ? ഡിവൈഡഡ് ബൈ P0A. അതായത് ബേസിക്കലി ദിസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ P0A. ആണോ? ഡെൽറ്റ പി റിലേറ്റീവ് ഇസ് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ P0A. ഓക്കെ, ആൻഡ് നിങ്ങൾക്കറിയാം ഡെൽറ്റ പി റിലേറ്റീവ് എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ആണെന്നറിയാം. ഡെൽറ്റ പി റിലേറ്റീവ് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ആണെന്നറിയാം. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ടിന്റെ ഫോർമുല എന്താ? മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഇസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അതായത് NB ഡിവൈഡഡ് ബൈ NB പ്ലസ് NA. പക്ഷേ നമുക്കിവിടെ NB എടുക്കേണ്ട ആവശ്യമില്ല. ആരാ പറഞ്ഞേ? ഞാനാണോ പറഞ്ഞേ? അല്ല, ക്വസ്റ്റനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അസ്യൂം ഡൈല്യൂട്ട് സൊല്യൂഷൻസ് അസ്യൂം ചെയ്യാമെങ്കിൽ നമുക്ക് പറയാം ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ്. അപ്പോൾ ഇവിടെ NB പ്ലസ് NA എന്ന് എഴുതുന്നതിന് പകരം NB ഡിവൈഡഡ് ബൈ NA എന്ന് എഴുതാം. മക്കളെ. സോ ബേസിക്കലി എല്ലാവരും നോക്കുക, ഇതും ഞാൻ സെപ്പറേറ്റ് എഴുതാൻ പോവാണ് കേട്ടോ. ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ P0A ഇസ് ഈക്വൽ ടു NB ഡിവൈഡഡ് ബൈ NA. ഈ NB എന്ന് വെച്ചാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. എത്രയാ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇസ് വെയിറ്റ് ഓഫ് സൊല്യൂട്ട്. അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. വാട്ട് വെയിറ്റ് ഓഫ് ഗ്ലൂക്കോസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ഗ്ലൂക്കോസ് വിച്ച് ഇസ് 180. ദ ഹോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ്. എത്രയാ? Number of moles of solvent is 100 divided by 18. അല്ലേ? WB divided by 180 number of moles of solute. 100 divided by 80 number of moles of solvent. കാര്യം 100 ഗ്രാം വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ മോളാർ മാസ് എത്ര? 18.
ഓക്കെ ആണോ മക്കളെ? ഫൈൻ. സോ ബേസിക്കലി എല്ലാവരും നോക്കിക്കേ, ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാര്യം കിട്ടും. നമുക്ക് W ആണ് കണ്ടെത്തേണ്ടത്. ഡെൽറ്റ പിയുടെ വാല്യൂ എത്രയാണ്? ഡെൽറ്റ പിയുടെ വാല്യൂ 0.2 എന്ന് വന്നിട്ടുണ്ട്. 0.2 ഡിവൈഡഡ് ബൈ, എല്ലാവരും നോക്കുക, ഞാൻ മേളിൽ എഴുതുകയാണ്, 0.2 ഡിവൈഡഡ് ബൈ P0A എത്രയാണ് മക്കളെ? P0A തന്നിട്ടുണ്ടല്ലോ 54.2. ശരി സാറേ, P0A 54.2 എന്ന് തന്നിട്ടുണ്ട്. ഇത് ഞാനൊന്ന് രസമായിട്ട് എഴുതാൻ പോകാം കേട്ടോ. W/180 ഇവിടെ വരും. ഓക്കെ, 100 ഇവിടെ വരും. 18 മേളിലേക്ക് പോകും. ഓക്കെ, കാൽക്കുലേഷൻ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഈ 180 ഡിനോമിനേറ്ററിൽ വരും, ഈ 100 ഡിനോമിനേറ്ററിൽ തന്നെ ഇരിക്കും, ഈ 18 മേളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ക്യാൻസൽ ചെയ്യുകയാണ്. 18 180 പോയി, ഇവിടെ 10 വന്നു. W is equal to ഈ 10 × 100 എത്ര? 1000. ആ 1000 മേളിലേക്ക് എടുക്കുക, മറ്റേ സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ 0.2 × 1000 ഡിവൈഡഡ് ബൈ 54.2 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 3.69 ഗ്രാംസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്രോക്സിമേഷന് നിൽക്കരുത്. കാര്യം ഓപ്ഷൻസ് നോക്കിയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുക. ഓപ്ഷൻസ് എല്ലാം വളരെ ക്ലോസ് ആണ്. 3.59, 3.69, 4.69. ഓപ്ഷൻസ് ക്ലോസ് ആണെങ്കിൽ അപ്രോക്സിമേഷന് നിൽക്കരുത് മക്കളെ, അപ്രോക്സിമേഷന് നിൽക്കരുത്. ഓക്കെ, കാര്യം ചിലപ്പോൾ നിങ്ങൾ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആൻസർ കിട്ടും. 3.69 പകരം 3.59 കിട്ടും. അപ്പോൾ ഓപ്ഷൻസ് ക്ലോസ് ആണെങ്കിൽ അപ്രോക്സിമേറ്റ് ചെയ്യാൻ നിൽക്കരുത് ദയവീത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു മക്കളെ. 3.69 ഇസ് ദി ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1 gram of a non-volatile, non-electrolyte solute is dissolved in 100 grams of two different solvents A and B. അതായത് നമുക്ക് രണ്ട് സോൾവെൻറ്റ് തന്നിട്ടുണ്ട്, A ആൻഡ് B. ഈ രണ്ട് സോൾവെൻറ്റിലും ഞാൻ 1 gram of a solute, let us say the solute is X. അപ്പോൾ 1 gram of solute ഞാൻ രണ്ടിലും മിക്സ് ചെയ്യാണ്. ഓക്കെ, ഈ രണ്ട് സോൾവെൻറ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് 100 grams ആണ്. രണ്ട് സോൾവെൻറ്റിൻ്റെ മാസ് 100 grams ആണ്. ശരി, ഓക്കെ. ആൻഡ് ദെൻ whose ebullioscopic constants are in the ratio 1:5. Ebullioscopic constants are in the ratio 1:5. So for example, ഇയാളുടെ ebullioscopic constant kBA ആണെങ്കിൽ ഇയാളുടെ ebullioscopic constant 5 kBA ആയിരിക്കും. അല്ലെ, 1:5 ebullioscopic constant റേഷ്യോ വരുന്നത്. The ratio of the elevation in their boiling points is just ഇക്വേഷൻ എഴുതാം മക്കളെ. ഇത്രയും വലിയ സംഭവമൊന്നുമില്ല. ഡെൽറ്റ TBA is ebullioscopic constant of A multiplied by molality. Molality എത്രയാണ് മക്കളെ വരിക? Molality is weight of solute by molar mass of solute, mx നിടാം. weight of solute 1 divided by molar mass of solute, mx നിടാം. the whole divided by weight of solvent in kilogram. weight of solvent in kilogram എത്രയാണ്? 0.1 അല്ലേ? 1 by mx divided by 0.1 വരും. കാര്യം 100 gram. മറ്റേടത്ത് നമുക്ക് നോക്കാം മക്കളെ. മറ്റേടത്ത് നമുക്ക് ഡെൽറ്റ TBA is equal to, ഇവിടെ ebullioscopic constant 5 kBA ആണ് അല്ലേ? കാര്യം 1:5 റേഷ്യോ അല്ല. അപ്പോൾ ഇവിടെ ebullioscopic constant 5 × kB × A ആണ്. മൾട്ടിപ്ലൈഡ് ബൈ മൊളാലിറ്റി എത്രയാണ്? മൊളാലിറ്റി 1 by mx divided by 0.1. കാര്യം മൊളാലിറ്റി രണ്ടിടത്തും സെയിമാണ്. കാര്യം 1 gram of solute ആണ് ആഡ് ചെയ്യുന്നത്, സെയിം സൊല്യൂട്ട് ആണ്. അപ്പോൾ 1 divided by mx will be the number of moles of solute. 1 divided by mx will be number of moles of solute. The whole divided by mass of solvent in kilogram. 0.1. So basically ഇത് രണ്ടും ഡിവൈഡ് ചെയ്യാം മക്കളെ. ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെൽറ്റ TBA divided by delta TBB will be equal to, ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതും കട്ടാവും KBA കട്ടാവും. So basically that is equal to 1/5. സിമ്പിൾ ലോജിക്. ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ആക്ച്വലി ഇത് ഈ സ്റ്റെപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ മാത്സ് ന്യൂമറിക്കൽസ് ബുദ്ധിമുട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. മൊളാലിറ്റി സെയിം ആണെന്ന് അറിയാമെങ്കിൽ റേഷ്യോ ഓഫ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് വിൽ ബി ദ റേഷ്യോ ഓഫ് ebullioscopic constant. കാര്യം മൊളാലിറ്റി സെയിം ആണെങ്കിൽ റേഷ്യോ ഓഫ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് will be the ratio of ebullioscopic constant. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് അത് നോട്ട് ചെയ്യാം. മൊളാലിറ്റി സെയിം ആണെങ്കിൽ റേഷ്യോ ഓഫ് ebullioscopic constant will be equal to
റേഷ്യോ ഓഫ് എലിവേഷൻ ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ഇസ് എ ക്ലിയർ മൈ ഡിയർ സ്റ്റുഡൻസ്? സോ 1:5 ആണ് ആൻസർ വരിക. ഓക്കെ, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലാണ് ഞാൻ ആ സ്റ്റെപ്പായിട്ട് കാണിച്ചു തന്നത്. നെക്സ്റ്റ്, മോളിക്യൂൾസ് ഓഫ് ബെൻസോയിക് ആസിഡ് C6H5COOH ഡൈമറൈസ് ഇൻ ബെൻസീൻ. W grams of the acid dissolved in 30 grams of benzene shows a depression in freezing point equal to 2. Okay, if the percentage dissociation of the acid to form dimer in the solution is 80, then W is, അതായത് വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് എന്താ ഉള്ളത്? നമുക്ക് ബെൻസീൻ ഉണ്ട്. നമ്മൾ ബെൻസീനിലേക്ക് ബെൻസോയിക് ആസിഡ് ഒഴിക്കുകയാണ്. അവർ പറഞ്ഞിട്ടുണ്ട് ഈ ബെൻസോയിക് ആസിഡ് ഡൈമറൈസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ ബെൻസോയിക് ആസിഡ് ഡൈമറൈസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ബേസിക്കലി നമുക്കറിയാം ഡൈമറൈസ് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 + α × 1/n-1. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അത് കണ്ടെത്താം. ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? എന്നിൻ്റെ വാല്യൂ 2 ആ. കാര്യം എന്താ? ഡൈമറൈസ് ചെയ്യുമ്പോൾ എന്നിൻ്റെ വാല്യൂ 2. ആൽഫയുടെ വാല്യൂ എന്തായിരിക്കും? ആൽഫയുടെ വാല്യൂ 0.8 ആ. കാര്യം എന്താ? 80% അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. 80% അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ആൽഫയുടെ വാല്യൂ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് പെർസെൻറ്റേജിലാണ് തന്നിട്ടില്ലെങ്കിൽ ഡിവൈഡ് ദാറ്റ് ബൈ 100. ഇപ്പോൾ 90% ഡിസോസിയേഷൻ ഓർ 90% അസോസിയേഷൻ്റെ അർത്ഥം എന്താ? 0.9 ആണ് ആൽഫ. Always understand degree of dissociation is percentage dissociation by 100. Always understand degree of dissociation is percentage, അല്ലെങ്കിൽ degree of dissociation or association is percentage value divided by 100. Okay, ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. percentage value divided by 100. percentage value divided by 100. ഇപ്പോൾ 80% എന്ന് പറഞ്ഞാൽ 80 divided by 100 ആണ് ആക്ച്വൽ വാല്യൂ ഓഫ് ആൽഫ. അത് നിങ്ങൾ മറക്കരുത് കേട്ടോ. സോ ബേസിക്കലി ഇവിടെ 1 plus 0.8 into 1/2 minus 1, that is equal to 1/2 minus 1 is minus half into 0.8 is minus 4. 1 minus 4 is equal to 0.6. So I value കിട്ടിക്കഴിഞ്ഞു. ഇനി അവരെന്താ തന്നിരിക്കുന്നത്? ഡെൽറ്റ ടി എഫ് തന്നിട്ടുണ്ട്. ഡെൽറ്റ ടി എഫ് is equal to 2. That is equal to I into KF into molality. That is equal to ഐയുടെ വാല്യൂ എത്രയാണ് മക്കളെ? ഐയുടെ വാല്യൂ എത്രയാണ്? ഐയുടെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടു 0.6. കെ എഫിൻ്റെ വാല്യൂ എത്രയാണ്? 5. ഓക്കെ, മൾട്ടിപ്ലൈഡ് ബൈ മൊളാലിറ്റി എത്രയാണ്? മൊളാലിറ്റി ഈസ് നത്തിങ് ബട്ട് വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എത്ര തന്നിട്ടുണ്ട്? ബെൻസോയിക് ആസിഡിൻ്റെ 122 എന്ന് തന്നിട്ടുണ്ട്. 122 ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം 0.03. മറക്കരുത്, 30 grams ആണ് ഇവിടെ. 30 grams ഓഫ് ബെൻസീൻ. 30 grams ഓഫ് ബെൻസീൻ എന്ന് പറയുമ്പോൾ മോളാർ മാസ് ഓഫ് 30 grams ഓഫ് ബെൻസീൻ എന്ന് പറയുമ്പോൾ നമ്മൾ കിലോഗ്രാം ആക്കണം. കിലോഗ്രാം ആക്കുമ്പോൾ 0.03 എന്ന് വരും. ഇനി എന്താ? ഇനി W കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. അതെ, ഈ 0.03 അപ്പുറത്തേക്ക് എടുക്കുക. 122. ഇത് വേണമെങ്കിൽ ഞാനൊന്ന് നീറ്റായിട്ട് എഴുതി കാണിച്ചു തരാം. ഇത് ബേസിക്കലി ഇങ്ങനെ വരും. W ഡിവൈഡഡ് ബൈ 122 into 0.03. അതായത് W ഡിവൈഡഡ് ബൈ 122 എന്താ? number of moles of benzoic acid divided by weight of solvent. 0.03 ആണ് weight of solvent in kilogram. So basically W എത്ര വരും മക്കളെ? W will be equal to 2 into 122 into 0.03 divided by 0.6 into 5. Okay ആണോ മക്കളെ? Got it? So that is equal to 244 into 0.03 divided by 0.6 into 5 എത്ര? 3 വരും. Okay, fine. So this will be how much? ഇത് എത്രയും 0.01 വരും അല്ലേ? 0.03 divided by 3 എത്രയും 0.01. So this will be 2.44. 2.44 ആണ് ആൻസർ ആയിട്ട് വരിക. 2.44 means ആൻസർ will be A. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ A ആണ്. Is that clear മക്കളെ? Fine. സെറ്റ് ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതൊരു ഗ്രാഫിക്കൽ ക്വസ്റ്റ്യനാണ്. ശ്രദ്ധിച്ച് നോക്കുക. ഒരു ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ. പ്രഷർ, വേപ്പർ പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫ് തന്നിട്ടുണ്ട്. 2 ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, കുറേ ടെമ്പറേച്ചേഴ്സ് തന്നിട്ടുണ്ട്. 80 ടെമ്പറേച്ചർ, 81 ടെമ്പറേച്ചർ, 82 ടെമ്പറേച്ചർ, 83 ടെമ്പറേച്ചർ. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ സോൾവെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ സോൾവെന്റ്. യു ഗൈസ് നോ ദാറ്റ് ബോയിലിംഗ് പോയിന്റ് ഇസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ at which vapor pressure is equal to atmospheric pressure. Vapor pressure is equal to atmospheric pressure. Solvent in the vapor pressure is equal to atmospheric pressure. അപ്പോൾ ഇവിടെ ഇത്ര നോക്കിയാൽ മതി. സോൾവെന്റിന്റെ ഗ്രാഫ് ഏതാ നോക്കിയാൽ മതി. സോൾവെന്റിന്റെ ഗ്രാഫ് ഏതാ മക്കളെ? സോൾവെന്റിന്റെ ഗ്രാഫ് എപ്പോഴും മേളിൽ കൂടെ പോണ ഗ്രാഫ് അല്ലേ? സോൾവെന്റിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാണ്. സൊല്യൂഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് അടിയിൽ കൂടെ പോകുന്നതാണ്. ഇതാണ് അടിയിൽ കൂടെ പോകുന്നതാണ് സൊല്യൂഷൻ. സോ ബേസിക്കലി ദിസ് ഇസ് സോൾവെന്റിന്റെ ഗ്രാഫ്.
ഇതാണ് സോൾവെൻറ്റിൻ്റെ ഗ്രാഫ്. ആ സോൾവെൻറ്റിൻ്റെ ഗ്രാഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ അവിടെ എപ്പോഴാണ് ടച്ച് ചെയ്യുന്നത്? ഏത് ടെമ്പറേച്ചറിലാണ്? 82 ഡിഗ്രി സെൽഷ്യസിലാണ് 180ൽ ടച്ച് ചെയ്യുന്നത്. സോ ബേസിക്കലി അവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടി. 82 ഇസ് ദി ആൻസർ. പ്രീവിയസ് ഇയർ JEE ക്വസ്റ്റൻ ആണ് എന്ന് വെച്ചിട്ട് ഇത് വരാതിരിക്കാൻ പറ്റില്ല എന്നൊന്നും എവിടെയും പറഞ്ഞില്ല. മുമ്പത്തെ ക്വസ്റ്റനും JEE ക്വസ്റ്റൻ ആണ്. ഓക്കെ, മെയിൻസ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇതൊക്കെ സോൾവബിൾ ക്വസ്റ്റൻ ആണെന്ന് മനസ്സിലാക്കണം. ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ്, elevation in the boiling point for 1 molar solution of glucose is 2 Kelvin. Elevation in boiling point 2 Kelvin എന്ന് തന്നിട്ടുണ്ട്. Depression in the freezing point for 2 molar solution of the glucose in the same solvent is 2 Kelvin. The relation between KB and KF is, മക്കളെ ഇത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം. ഡെൽറ്റ ടി എഫ് 2 ആണെന്ന് തന്നിട്ടുണ്ട്. ഡെൽറ്റ ടി എഫിൻ്റെ ഫോർമുല എന്താ? KF ഇൻറ്റു മൊളാലിറ്റി. അതേപോലെ തന്നെ ഡെൽറ്റ ടി ബി 2 ആണെന്ന് തന്നിട്ടുണ്ട്. ഡെൽറ്റ ടി ബിയുടെ വാല്യൂ എന്താ? KB ഇൻറ്റു മൊളാലിറ്റി. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മക്കളെ, ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് ഓഫ് 2 മോളാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ഇടുക, KF ഇൻറ്റു 2 ഇടുക, KF ഇൻറ്റു 2. അതേപോലെ തന്നെ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് മെഷർ ചെയ്തപ്പോൾ 1 മോളാൽ സൊല്യൂഷൻ എടുത്തത്, 1 മോളാൽ സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ 1 എന്ന് ഇടുക. സോ ബേസിക്കലി KF/KB ചെയ്യുമ്പോൾ എന്ത് കിട്ടും മക്കളെ? ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുക. 2/2 1 ഇസ് ഈക്വൽ ടു KF/KB ഇൻറ്റു 2 അല്ലേ മക്കളെ? എലിവേഷൻ ഇൻ ദ ബോയിലിംഗ് പോയിന്റ് ഫോർ 1 മോളാർ is 2K. okay, ഇത് 2 1 into KB. Depression in freezing point for 2 molar 2 into KF is 2. അപ്പോൾ ഈ 2/2 ചെയ്യുക, 1 കിട്ടും ഇവിടെ. അതേപോലെ തന്നെ RHSും ഡിവൈഡ് ചെയ്യുക, 2 into KF ഡിവൈഡഡ് ബൈ 1 into KB. സോ ബേസിക്കലി KF/KB എത്ര കിട്ടും മക്കളെ? KF/KB is equal to ഈ 2നെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരിക, 1/2. ദാറ്റ്സ് ഇറ്റ്. സോ KF/KB is equal to 1/2 or KB is equal to 2KF. KB is equal to 2KF. D അല്ലേ മക്കളെ വരിക? ഇസ് എ ക്ലിയർ? ഓക്കെ ആണോ മക്കളെ? സെറ്റാണോ? സെറ്റ് മസാലയാണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് 1 gram of solute is dissolved in 50 grams of solvent and molar mass തന്നിട്ടുണ്ട്, and the elevation in boiling point is 1K. so elevation in boiling point 1 ആണ്. elevation in boiling point ന്റെ ഫോർമുല എന്താ? KB into molality. KB എത്രയാണ് മക്കളെ? KB എത്രയാണ്? KB ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ KB ഇൻറ്റു മൊളാലിറ്റി എത്രയാണ്? മൊളാലിറ്റി വിൽ ബി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ്, ദ ഹോൾ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം 50 grams. 50 grams എന്ന് പറയുമ്പോൾ 0.05 എന്ന് വരും. ഇത് തന്നെ ഒന്ന് നീറ്റായിട്ട് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ വരും മക്കളെ. 1 is a weight of solute divided by molar mass of solute എത്ര? 50. അത് divided by weight of solvent in kilogram 0.05. so that means KB is equal to how much? 50 into 0.05, that is equal to 2.5. ഡണ്ടനാടൻ. ഇതൊക്കെ CBSE ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സി ആണ്. നെക്സ്റ്റ് At a certain hill station, pure water boils at 99.725 degrees Celsius. ശരി. If KB for water is 0.513, the boiling point of 0.69 molal. M എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളാലാണ് സൊല്യൂഷൻ ഓഫ് യൂറിയ. ഒന്നും കണ്ട് പേടിക്കേണ്ട മക്കളെ, നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. യു നോ ദാറ്റ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ is equal to boiling point of pure solvent plus delta TB. അപ്പോൾ T0B തന്നിട്ടുണ്ട് 99.725. കാര്യം എന്താ? നിങ്ങൾ പറയും സാർ 100 ഡിഗ്രി സെൽഷ്യസ് അല്ലേ പറയണ്ടത്? അല്ല, ഇതൊരു കുന്നിൻ്റെ മുകളിൽ പോയിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മൂന്നാർ, ഊട്ടി, കൊടൈക്കനാൽ. അപ്പോൾ കുന്നിൻ്റെ മുകളിൽ പോകുമ്പോൾ എന്താണ്? ബോയിലിംഗ് പോയിന്റ് കുറയും. നിങ്ങൾക്കറിയാം കാര്യം എന്താ? അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറഞ്ഞ സ്ഥലത്ത് ബോയിലിംഗ് പോയിന്റ് കുറവാണ്. നമ്മളിത് ആദ്യത്തെ ക്ലാസ്സിലൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ട്. സോ 99.725 പ്ലസ് ഡെൽറ്റ ടി ബി എന്ന് പറയുമ്പോൾ എത്രയാണ്? ഡെൽറ്റ ടി ബി ഇസ് ബേസിക്കലി KB 0.513 ഇൻറ്റു മൊളാലിറ്റി 0.69. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൗ മച്ച്? എത്രയാണ് മക്കളെ വരിക? ആൻസർ കിട്ടാൻ പോകുന്നത് ഒന്ന് ചെയ്തിട്ട് പറയോ? 100.079 ഡിഗ്രി സെൽഷ്യസ് ആണോ എന്ന് പറയൂ. കാര്യം സാർ ഇവിടെ ചെയ്തപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് A ആണ്. 100.079 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഒന്ന് പറഞ്ഞേടാ മക്കളെ.
ആണെങ്കിൽ ഒന്ന് പറഞ്ഞേടാ മക്കളെ. ഞാനിപ്പോൾ ഇവിടെ കാൽക്കുലേഷൻ ചെയ്തുള്ളൂ. വേണമെങ്കിൽ കാൽക്കുലേഷൻ ഒന്ന് അപ്രോക്സിമേറ്റ് ആയിട്ട് ചെയ്താൽ ഇതിപ്പോൾ 0.7 ആണ്, ഇതിപ്പോൾ 0.5 ആയിട്ട് എടുക്കുക. അപ്പോൾ 0.5 ഇൻറ്റു 0.7 എന്ന് പറയുമ്പോൾ 0.35. അപ്പോൾ 99.725 പ്ലസ് 0.35. അപ്പോൾ 5 ഇവിടെ, 7 ഇവിടെ, 100. ഇതാണ് ക്ലോസ് ആയിട്ട് വരിക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ ചെയ്തതാണ്. 0.513 ഇതിനെ 0.5 ആയിട്ട് എടുത്തു, 0.69 0.7 ആയിട്ട് എടുത്തു. 0.7 ഇൻറ്റു 0.5 ഇസ് 0.35. 0.35 പ്ലസ് 99.725 ക്ലോസ് ആയിട്ട് വരുന്നത് എ ആണ്. ഇസ് ദാറ്റ് ക്ലിയർ മൈ ഡിയർ സ്റ്റുഡൻസ്? Fine. Next question. In 3 beakers labeled A, B, C, 100 milliliters of water, 100 milliliters of 1 molar solution of glucose, 100 milliliters of 0.5 molar solution of glucose in water is taken. This is pure water, this is 1 molar glucose solution, this is 0.5 molar glucose solution. Which of the following statement is correct? Vapor pressure in all the 3 beakers is same. ഒരിക്കലുമല്ല മക്കളെ, ഒരിക്കലുമല്ല. കാര്യം എന്താണ്? We know that lowering of vapor pressure is directly proportional to mole fraction of solute. അപ്പോൾ mole fraction of solute കൂടുതലാണെങ്കിൽ ലോവറിങ് കൂടും. അതായത് വേപ്പർ പ്രഷർ അത്രയും തന്നെ കുറയും. അപ്പോൾ ഇവിടെ മോൾ ഫ്രാക്ഷൻ ഏറ്റവും കൂടുതൽ ഏതിനാ? ഇതിന്. അപ്പോൾ നിങ്ങൾ പറയും സാർ ഇവിടെ മൊളാരിറ്റി അല്ലേ കൂടുതൽ? എടാ മക്കളെ, മൊളാരിറ്റി കൂടിയാൽ മോൾ ഫ്രാക്ഷൻ കൂടും. മൊളാരിറ്റി കൂടുതലാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ കൂടും. കാര്യം എല്ലാം കോൺസെൻട്രേഷൻ ടേംസാണ്. അപ്പോൾ ഏറ്റവും കുറവ് വേപ്പർ പ്രഷർ ബീനായിരിക്കും. കാര്യം അവിടെയാണ് മോൾ ഫ്രാക്ഷൻ ഏറ്റവും കൂടുതൽ സൊല്യൂട്ടിൻ്റെ. ഏറ്റവും കുറവ് ബി, അത് കഴിഞ്ഞിട്ട് സി ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതലായിരിക്കും എ. എ ഗ്രേറ്റർ ദാൻ സി ഗ്രേറ്റർ ദാൻ ബി അല്ലേ വരിക. സോ വേപ്പർ പ്രഷർ ഓഫ് ബി ഇസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് സി ആൻഡ് വേപ്പർ പ്രഷർ ഓഫ് സി ഇസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് എ. അതാണ് കറക്റ്റ് വരിക. ഓക്കെ ആണോ മക്കളെ? സെറ്റാണോ? സെറ്റ് മസാലയാണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. At 15 grams of a solute in 100 grams of water, if 15 grams of a solute in 100 grams of a water makes a solution that freezes at minus 1 degree Celsius, then 30 grams of the same solute in 100 grams of water will make. മക്കളെ, നമുക്കറിയാം ഡെൽറ്റ ടി എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി. എന്തായാലും കെ എഫ് വാല്യൂ സെയിമാണ്. ഇവിടെ നോക്കിക്കേ, 15 ഗ്രാം മൈനസ് 1 ഡിഗ്രി സെൽഷ്യസ് വന്നു. അതായത് 15 ഗ്രാം കൊണ്ടുവന്ന ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നത് 1 ഡിഗ്രി സെൽഷ്യസ് ഡിപ്രഷൻ. അപ്പോൾ 30 ഗ്രാം എത്ര കൊണ്ടുവരും? 30 ഗ്രാം അതിൻ്റെ ഡബിൾ കൊണ്ടുവരും, 2 ഡിഗ്രി സെൽഷ്യസ് കൊണ്ടുവരും. കാര്യം വേറെ ഒന്നും ഇവിടെ മാറുന്നില്ല. വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് മാറുന്നില്ല, സൊല്യൂട്ട് മാറുന്നില്ല. സോ ബേസിക്കലി മാസ് ഓഫ് സൊല്യൂട്ട് ഡബിൾ ആക്കുമ്പോൾ മൊളാലിറ്റി ഡബിൾ ആവും. കാരണം വേറെ ഒന്നും ഇവിടെ മാറുന്നില്ല. അപ്പോൾ ഡിപ്രഷനും ഫ്രീസിങ് പോയിന്റും ഡബിൾ ആവും. -1 എന്നുള്ളത് -2 ഡിഗ്രി സെൽഷ്യസിലേക്ക് പോകും. ഗോട്ട് ഇറ്റ്. ആക്ച്വൽ ഫ്രീസിങ് പോയിന്റ് 0യിൽ നിന്ന് -1 ആയിരുന്നു നേരത്തെ. ഇപ്പോൾ 0യിൽ നിന്ന് -2ലേക്ക് പോകും. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ ആണോ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്പ്രിങ്ക്ലിംഗ് ഓഫ് സോൾട്ട് ഹെൽപ്സ് ഇൻ ക്ലിയറിംഗ് ദ സ്നോ കവേർഡ് റോഡ്സ് ഇൻ ഹിൽസ്. ദിസ് ഫിനോമിനൻ ഇൻവോൾവ്സ് ദ പ്രോസസ്. മക്കളെ, നമ്മളിപ്പോൾ ഒരു ജീപ്പിലൊക്കെ പോവുകയാണെങ്കിൽ, ഒരു കാറിലൊക്കെ പോവുകയാണെങ്കിൽ, നമ്മളിപ്പോൾ കശ്മീരെത്തി എന്ന് വിചാരിക്കുക. എല്ലാവരും ആലോചിക്കുക, നമ്മൾ കശ്മീരിൽ ഈ കൂടെ ഇങ്ങനെ മലയൊക്കെ കണ്ടുപോവുക. നോക്കുമ്പോൾ മുന്നിൽ സ്നോ കെട്ടിക്കിടക്കുന്നു. ഈ സ്നോയിൽ കൂടെ വണ്ടികൾക്ക് പോകാൻ ഭയങ്കര പാടാണ്, സ്ലിപ്പാവും, ഫ്രിക്ഷൻ ഇല്ലല്ലോ. അപ്പോൾ ബേസിക്കലി ബ്രേക്കൊന്നും പിടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ തെന്നി കൊക്കയിലേക്കൊക്കെ വീഴും. അപ്പോൾ ബേസിക്കലി എന്ത് ചെയ്യും? ഇതിൽ ബുദ്ധിയുള്ള ഒരാളുണ്ട്, കെമിസ്ട്രി. അപ്പം ഞാൻ തന്നെയാണെന്ന് വിചാരിക്കുക, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആണെന്ന് വിചാരിക്കുക. അയാൾ കുറച്ച് ഉപ്പ് അല്ലെങ്കിൽ ഉപ്പ് ഇതിലേക്കിടും. ഉപ്പ് ഇടുമ്പോൾ എന്ത് പറ്റും മക്കളെ? ഉപ്പ് അതിൽ സ്പ്രെഡ് ഔട്ട് ആവും. ദാറ്റ് മീൻസ് യു ആർ ആഡിങ് എ നോൺ വോൾട്ടൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഫ്രീസിങ് പോയിന്റ് കുറയും. സോ ബേസിക്കലി ഇവിടെ ഫ്രീസായി കിടക്കുന്ന അയാളുടെ ഫ്രീസിങ് പോയിന്റ് കുറയും. ഇപ്പോൾ ലെറ്റ്സ് എ കശ്മീരിലെ ടെമ്പറേച്ചർ -1, ലെറ്റസ് ഒരു -1 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, -1 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കുക. അത് നേരെ -2 ഡിഗ്രി സെൽഷ്യസിലേക്ക് പോയെന്ന് വിചാരിക്കുക, ഈ ഉപ്പ് വിതറിയിട്ടപ്പോൾ. അപ്പോൾ -1 നമ്മൾ ഉപ്പ് ഇടുമ്പോൾ ടെമ്പറേച്ചറിന് മാറില്ലല്ലോ. നമ്മൾ ഉപ്പ് വാരി ഇടുമ്പോൾ കശ്മീരിലെ ടെമ്പറേച്ചർ മാറുമൊന്നുമില്ല. കശ്മീരിലെ ടെമ്പറേച്ചർ -1 ഡിഗ്രി സെൽഷ്യസ് തന്നെ നിൽക്കും. പക്ഷേ ഫ്രീസിങ് പോയിന്റ് ഓഫ് സ്നോ മാറി, -2 ഡിഗ്രി സെൽഷ്യസിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ഫ്രീസായി കിടന്ന ആൾ മെൽട്ടാവും. കാര്യം ഇതിഞ്ഞിപ്പോൾ ഫ്രീസ് ആവാനായിട്ട് -2 ഡിഗ്രി സെൽഷ്യസ് എത്തണം. കശ്മീരിലെ ടെമ്പറേച്ചർ -1 ആണ്. അപ്പോൾ നമ്മൾ ഉപ്പ് വാരി ഇട്ടപ്പോൾ ഫ്രീസിങ് പോയിന്റ് ഡിപ്രഷൻ നടന്നു.
ഫ്രീസിങ് പോയിന്റ് -2 പോയി. അപ്പോൾ ബേസിക്കലി ആ സ്നോ മെൽട്ടായി വെള്ളവും വെള്ളത്തിൽ കൂടെ ഞാനും നിങ്ങളും ജീപ്പ് ഓടിച്ച് കശ്മീർ മൊത്തം കണ്ട് തിരിച്ചെത്തി. സോ ബേസിക്കലി ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് ഓഫ് സ്നോ ആണ് ആൻസർ. ഇസ് എ ക്ലിയർ മക്കളെ? ഇത് ഓക്കെ ആണെങ്കിൽ ഒരു തംസപ്പ് അടിച്ച മക്കളെ. ഇത് ഓക്കെ ആണെങ്കിൽ ഒരു തംസപ്പ് അടിച്ചേടാ മക്കളെ. ഇത് ഓക്കെ ആണെങ്കിൽ ഒരു തംസപ്പ് അടിച്ചേടാ മക്കളെ. ഓക്കെ ആണെങ്കിൽ ഒരു തംസപ്പ് അടിച്ചേ. പെട്ടെന്ന് പോരട്ടെ. സെറ്റാണോ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A solution of 1.25 grams of non-electrolyte in 20 grams of water freezes at 271.94 Kelvin. KF 1.86 ആണ്. Then the molecular weight of the solute will be. മക്കളെ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ തന്നിട്ടുണ്ട്. T0F തന്നിട്ടുണ്ട്. അതായത് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ് 273 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ് 273 കെൽവിൻ ആണ്. വല്ലാത്ത എക്സാമ്പിളായിപ്പോയി മക്കളെ. മനസ്സിലായില്ലേ? കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? അതറിഞ്ഞാൽ മതി. സോ ഡെൽറ്റ ടി എഫ് എത്രയാണ് മക്കളെ ഇവിടെ വരിക? ഡെൽറ്റ ടി എഫ് ഇസ് നത്തിങ് ബട്ട് T0F, ദാറ്റ് ഇസ് 273 മൈനസ് 271.94. 271.94 അതെത്ര വരും മക്കളെ? അതെത്രയാണ് വരിക? 273 മൈനസ് 271.94 എന്ന് പറയുമ്പോൾ that will be equal to 1.06 ആണോ? 1.06 10 1.06 ആണോ? 10 yes 1.06 വരിക. സോ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു 1.06. ഈ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു നിങ്ങൾക്കറിയാം KF ഇൻറ്റു മൊളാലിറ്റി അല്ലേ? സോ ബേസിക്കലി 1.06 ഇസ് ഈക്വൽ ടു KFൻ്റെ വാല്യൂ എത്രയാണ്? 1.86. മൊളാലിറ്റി എന്താ മക്കളെ വരിക? Molality is weight of solute divided by molecular mass ആണല്ലേ? മോളിക്കുലർ മാസ് കണ്ടുപിടിക്കണം. വെയിറ്റ് ഓഫ് സൊല്യൂട്ട് തന്നിട്ടുണ്ട് 1.25 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഇതാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. ഇത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. ഡിവൈഡ് ദാറ്റ് ബൈ വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. ഓക്കെ, 1.25 divided by molar mass of solute, number of moles of solute. Divide that by weight of solvent in kilogram. That's molality kittum. So basically MB value എത്രയായിരിക്കും മക്കളെ? MB value will be 1.06 into 0.02 അല്ല, നേരെ തിരിച്ചല്ല വരിക. MBനെ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ this will be equal to 1.86 into 1.25 divided by 1.06 into 0.02. ഓക്കെ ആണോ മക്കളെ? ഇവിടെ എന്തോ 1.86 ഇവിടെ എന്തോ പെശക് വന്നല്ലോ. പെശകുണ്ടോ? ഇല്ലല്ലോ. 1.86 1.8 കറക്റ്റ് അല്ലേ മക്കളെ? 1.86 വരും ഇവിടെ. ഡിവൈഡഡ് ബൈ 1.25 ഡിവൈഡഡ് ബൈ MB അപ്പുറത്തേക്ക് എടുത്തു. 1.06 അപ്പുറത്തേക്ക് എടുത്തു. 0.02 താഴത്തുണ്ട്. ദിസ് ഇസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ വരുന്നത്? 109.6 ആണോ? 109.6 ആണോ? 1.25 എന്ന് പറയുമ്പോൾ 5/4 എന്നിടാം. ഇതിനെങ്ങനെ ചെയ്യാം? 1.86 ഇൻറ്റു 1.25 എന്ന് പറയുമ്പോൾ 5/4. ഓക്കെ, ഡിവൈഡഡ് ബൈ 1.06നെ 1 എന്ന് എടുക്കാം. 0.02നെ 2 × 10⁻² എന്ന് എടുക്കാം. അപ്പോൾ 1.86 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 1.8 ഇൻറ്റു 5 ഇസ് ഓൾമോസ്റ്റ് 9. 9 ഡിവൈഡഡ് ബൈ 4 ഇസ് ഓൾമോസ്റ്റ് 2.25. യെസ്, 100ൻ്റെ യെസ് 109.6 അല്ലേ വരിക മക്കളെ? ഞാൻ ജസ്റ്റ് ഒരു അപ്രോക്സിമേഷൻ ചെയ്തതാണ്. 1.86 1.8 ആയിട്ട് എടുത്തു. 1.25നെ 5/4 ആയിട്ട് എടുത്തു. അപ്പോൾ 1.8 ഇപ്പോൾ 1.8 ഇൻറ്റു 5 9 ആവും. അപ്പോൾ 9 ഡിവൈഡഡ് ബൈ 4 വരും അല്ലേ? ഓക്കെ, ക്ലോസ് ടു ഇതല്ലേ വരിക? ഡി അല്ലേ വരിക മക്കളെ? ചെയ്ത് നോക്കിയിട്ട്. ഓക്കെ, ഇങ്ങനെ ചെറിയ അപ്രോക്സിമേഷൻസ് ഒക്കെ ചെയ്യാം കേട്ടോ. കാര്യം വാല്യൂസ് നോക്കുക. വാല്യൂസ് നല്ല ഡിഫറൻറ്റാണ്. ഈ രണ്ട് വാല്യൂ ആക്ച്വലി ക്ലോസ് ആണ് കേട്ടോ. ഈ രണ്ട് വാല്യൂ ആക്ച്വലി ക്ലോസ് ആണ്. ഇവിടെ ആക്ച്വലി അപ്രോക്സിമേഷൻ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. പക്ഷേ ഇത്ര ചെറിയ അപ്രോക്സിമേഷൻസ് ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഈ 1.86നെ 1.8 ആയിട്ട് എടുത്താൽ വലിയ മാറ്റം വരാൻ പോകുന്നില്ല ആക്ച്വൽ വാല്യൂവിൽ. ഗോട്ട് ഇറ്റ്? സെറ്റാണല്ലോ മക്കളെ. നെക്സ്റ്റ്, ദ എമൗണ്ട് ഓഫ് യൂറിയ ടു ബി ഡിസോൾവ്ഡ് ഇൻ 500 cm³ ഓഫ് വാട്ടർ. CC എന്ന് പറയുമ്പോൾ 500 cm³.
500 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്കറിയാം 500 grams ഓഫ് വാട്ടർ ആണ്. കാര്യം എന്താ? ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇസ് 1 gram per centimeter ക്യൂബ്. നിങ്ങൾക്കറിയാം ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്? ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇസ് 1 gram per milliliter. അതിനെ തന്നെ എനിക്ക് 1 gram per centimeter ക്യൂബ് എന്ന് എഴുതാം. അതിനെ തന്നെ 1 gram per centimeter ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ, സോ ദ എമൗണ്ട് ഓഫ് യൂറിയ ടു ബി ഡിസോൾവ്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. കെ വാല്യൂ 1.86 എന്നാകുന്നുണ്ട്. ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് 0.186. സോ 0.186 ഇസ് ഈക്വൽ ടു 1.86 into weight of urea to be deposited. Dissolved. Deposited അല്ല, dissolved. Weight of urea നമുക്ക് മൊളാലിറ്റി അല്ല വേണ്ടേ. മൊളാലിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോൾവെൻറ്റ്. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. യൂറിയയുടെ മോളാർ മാസ് എന്ന് പറയുന്നത് 60 ആണ് കേട്ടോ. യൂറിയയുടെ മോളാർ മാസ് 60. മോളാർ മാസ് 60. യൂറിയയുടെ ഫോർമുല അറിയാലോ. യൂറിയ എന്ന് പറയുന്നത് എന്താണ്? യൂറിയ is nothing but NH2CONH2. NH2CONH2 ആണ് യൂറിയ. Is that clear? Fine. So 1.86 into W by 60 into അല്ലല്ലോ, divided by 0.5. എന്തിനാണ് ഡിവൈഡ് ബൈ 0.5? വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. സോ ബേസിക്കലി ഡബ്ല്യൂയുടെ വാല്യൂ എത്ര കിട്ടും മക്കളെ? 0.186 divided by 1.86 into 60 into 0.5. അപ്പോൾ ഇതെത്ര കിട്ടും? ഇത് 1/10 ആണ്. 6 into 0.5 ദാറ്റ് ഇസ് ഈക്വൽ ടു 3 ആണോ ആൻസർ? 3 ആണ്. ബി അല്ലേ മക്കളെ ആൻസർ ആയിട്ട് വരിക? 3 അല്ലേ. 0.186 ഡിവൈഡ് ബൈ 1.86 എന്ന് പറയുമ്പോൾ 1/10. 1/10 into 60 6. 6 into 0.5 3. Yes, 3 will be the answer. Is that clear? Next question. Grapes placed in 3 beakers X, Y and Z containing different types of solution are shown in the figure. If beaker X contains water, Y and Z contains. ഇത് ആക്ച്വലി ഉണ്ടല്ലോ എനിക്ക് ഇഷ്ടമില്ലാത്ത ക്വസ്റ്റ്യൻ. കാര്യം കാണുമ്പോൾ അങ്ങനെ പെട്ടെന്ന് കറക്റ്റായിട്ട് വരച്ചിട്ടില്ല. പക്ഷെ എന്നാലും നമുക്കറിയാം ഈ എക്സിൽ ഗ്രേപ്പ് വെള്ളത്തിലാണ്, വൈയിൽ കുറച്ചും കൂടി തടിച്ചിട്ടുണ്ട്, ഗ്രേപ്പ് കുറച്ചും കൂടി വലുതായി, സെഡിൽ കുറച്ചും കൂടി ചെറുതായിട്ടുണ്ട്. അപ്പോൾ സ്വെല്ലിങ് എപ്പോഴാണ് നടക്കുക? സ്വെല്ലിങ് നടക്കുന്ന എപ്പോഴാണ്? ഒരു സബ്സ്റ്റൻസ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിലിടുമ്പോൾ. ഇടുമ്പോഴാണ് സ്വെല്ലിങ് നടക്കുക. ഷ്രിങ്കിങ് എപ്പോഴാണ് നടക്കുക? ഒരു സൊല്യൂഷൻ ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ, ഒരു സബ്സ്റ്റൻസ് ഹൈപ്പർടോണിക് സൊല്യൂഷനിലിടുമ്പോൾ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഗ്രേപ്പ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ പുറത്തുള്ള കോൺസെൻട്രേഷൻ ലോവർ ആണെങ്കിൽ പുറത്ത് നിന്ന് അകത്തേക്ക് വരും. അതുകൊണ്ടാണ് സ്വെല്ലിങ് നടക്കുന്നത്. സോ വൈ ഇസ് ഹൈപ്പോട്ടോണിക്, സെഡ് ഇസ് ഹൈപ്പർടോണിക്. ഓക്കെ, ഇപ്പോൾ ഇതേ ഗ്രേപ്പ് തന്നെ ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ ഇടുകയാണെങ്കിൽ പുറത്തുള്ള കോൺസെൻട്രേഷൻ ഹയ്യറാണ്. അപ്പോൾ ഓസ്മോസിസ് എപ്പോഴും ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയ്യറിലേക്ക്, അറിയാമല്ലോ നമ്മൾ രാവിലെ കണ്ടതാണ്, ലോവറിൽ നിന്ന് ഹയ്യറിലേക്ക്. അപ്പോൾ ഗ്രേപ്പിൽ ഹയ്യറും പുറത്ത് ലോവറും വരും. പുറത്ത് ഹയ്യറും ഗ്രേപ്പിൽ ലോവറും വരും ഹൈപ്പർടോണിക് സൊല്യൂഷൻ ആണെങ്കിൽ. അപ്പോൾ ബേസിക്കലി എന്ത് പറ്റും? ഇങ്ങനെ ഗ്രേപ്പിൽ നിന്ന് പുറത്തേക്ക് പോകും. അപ്പോൾ എവിടെയാണോ ഷ്രിങ്കിങ് നടക്കുന്നത് അത് ഹൈപ്പർടോണിക് സൊല്യൂഷൻ ആയിരിക്കും. എവിടെയാണോ സ്വെല്ലിംഗ് നടക്കുന്നത് അത് ഹൈപ്പോട്ടോണിക് ആയിരിക്കും. ഇസ് എ ക്ലിയർ മൈ ഡിയർ സ്റ്റുഡൻസ്? എ ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ വാൻറ്റ് ഓഫ് ഫാക്ടർ ഓഫ് 0.005 മോളാർ അക്വ സൊല്യൂഷൻ ഓഫ് KCl ഇസ് 1.95. ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഓഫ് KCl. മക്കളെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. ആൽഫ ഇസ് ഈക്വൽ ടു I-1 ഡിവൈഡഡ് ബൈ N-1. ഡിസോസിയേഷൻ്റെ കേസിൽ ഫോർ ഡിസോസിയേഷൻ അറിയാലോ. ഡിസോസിയേഷനിൽ ഇതാണ് ഫോർമുല വരിക. ഒരു മിനിറ്റ് മക്കളെ, ഒന്ന് വെയിറ്റ് ചെയ്തടാ. പക്ഷേ രണ്ടും സ്വെല്ലിംഗ് അല്ലേ നടന്നത്? അല്ലടാ, അതാണ് ഈ ഡയഗ്രത്തിൻ്റെ പ്രശ്നം. രണ്ടും സ്വെല്ലിംഗ് ആണോ കാണിച്ചിരിക്കുന്നത്? അത് കറക്റ്റായിട്ട് കാണിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഇത് ബേസിക്കലി സൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടും ഇതിപ്പോൾ കറക്റ്റായിട്ട് കാണിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഒരു റീഡിങ്ങിൽ ഇത് ചെറുതും ഇത് കുറച്ച് വലുതും, ഇത് കുറച്ച് വലുതും ഇത് കുറച്ച് ചെറുതുമാണ്. ഇത് ഭയങ്കര വലുതാണ്. വൈ എന്തായാലും വലുതാണ്, സ്വെല്ലിംഗ് നടക്കുന്നുണ്ട്. സെഡും എക്സും നോക്കുമ്പോൾ അതാണ് എനിക്ക് ആ ക്വസ്റ്റ്യൻ. കാര്യം ഞാനിത് പിക്ക് ചെയ്തപ്പോൾ ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായത് ഇത് വലുതും ഇത് ചെറുതുമാണെന്നാണ്.
പക്ഷേ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായല്ലോ, അത് നോക്കിയാൽ മതി. ആക്ച്വൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡയഗ്രാം തരും. അതിനെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട കേട്ടോ. ഓക്കെ. സോ ഡിസോസിയേഷൻ്റെ കേസിൽ ആൽഫ ഇസ് ഈക്വൽ ടു I-1/n-1. സോ ആൽഫ എത്രയായിരിക്കും ഇവിടെ? 1.95 minus 1 divided by n എത്രയാണ്? n is the number of cations plus number of anions. So 1.95 divided by 2 minus 1, that is equal to 0.95. Very good. നിങ്ങൾ ഓൾറെഡി ആൻസേഴ്സ് ഒക്കെ തന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ. Very good. 0.95 is the answer. Next. Which of the following statements is not correct? Osmotic pressure of a solution is given by the relation pi equal to MRT, where M is a molarity. Correct alle? That's correct alle? Okay. The correct order of osmotic pressure of 0.2 molar aqueous solution for each CaCl2 greater than NaCl. That's correct. Karyam osmotic pressure ennu parayunnathu is I into CRT. Appo molarity same ആയിട്ട് വെക്കുകയാണെങ്കിൽ it depends only on I value. I value of CaCl2 എത്രയാ? CaCl2 യുടെ I value എത്രയാ? 3. കാര്യം ഒരു കാൽഷ്യം ക്ലോറൈഡ് നമുക്ക് ഒരു കാൽഷ്യവും 2 ക്ലോറൈഡും തരുന്നുണ്ട്. NaClൻ്റെ I വാല്യൂ എത്രയാണ്? 2. അസറ്റിക് ആസിഡിൻ്റെ I വാല്യൂ എത്രയാണ്? അസറ്റിക് ആസിഡിൻ്റെ I വാല്യൂ എന്ന് പറയുന്നത് it will be acetic acid I value will be just greater than 1. Okay, I value will be greater than 1 but less than 2 ആയിരിക്കും. കാര്യം അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് വീക്ക് ഇലക്ട്രോളൈറ്റാണ്. അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് വീക്ക് ഇലക്ട്രോളൈറ്റാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യില്ല അസറ്റിക് ആസിഡ്. കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്താൽ അസറ്റേറ്റും H+ തരും. കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്ത് അപ്പോൾ I വാല്യൂ 2 ആവും. പക്ഷേ കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യില്ല. എന്നാൽ ഒട്ടും ഡിസോസിയേറ്റ് ചെയ്യാതെ ഇരിക്കുന്നുമില്ല. സോ I വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ 1 ബട്ട് ലെസ് ദാൻ 2. അപ്പോൾ ബേസിക്കലി ഇവിടെ CaCl2 ഏറ്റവും കൂടുതൽ, പിന്നെ NaCl, പിന്നെ അസറ്റിക് ആസിഡ്. മനസ്സിലാക്കുക, NaClൻ്റെ 2ആണ്. കാര്യം അത് സ്ട്രോങ് ഇലക്ട്രോളൈറ്റാണ്. മക്കളെ സ്ട്രോങ് ഇലക്ട്രോളൈറ്റ് വീക്ക് ഇലക്ട്രോളൈറ്റിനെ കണ്ടാൽ മനസ്സിലാവുമല്ലോ മക്കളെ. സ്ട്രോങ് ഇലക്ട്രോളൈറ്റിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സ്ട്രോങ് ഇലക്ട്രോളൈറ്റ്സ് ആർ ബേസിക്കലി all salts are strong electrolyte. All salts, പിന്നെ strong acids, for example HCl, H2SO4, HNO3, HClO4, ഇവന്മാരൊക്കെ സ്ട്രോങ് ആസിഡ്സാണ്. അതേപോലെ തന്നെ HI, HBr, ഇവന്മാരൊക്കെ സ്ട്രോങ് ആസിഡ്സാണ്. അതേപോലെ തന്നെ സ്ട്രോങ് ബേസസ് ലൈക്ക് NaOH, KOH, RbOH, CSOH എക്സെട്ര. ഇവന്മാരൊക്കെയാണ് സ്ട്രോങ് ഇലക്ട്രോളൈറ്റ്സ്. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോളൈറ്റ്സിന് ഒന്നും തന്നിട്ടില്ലെങ്കിൽ സ്ട്രോങ് ഇലക്ട്രോളൈറ്റ്സിന് I വാല്യൂ ആൽഫ ഈക്വൽ ടു 1, I വാല്യൂ ഈക്വൽ ടു നമ്പർ ഓഫ് കാറ്റോൺസ് പ്ലസ് നമ്പർ ഓഫ് ആനയോൺസ്. ഓക്കെ. വീക്ക് ഇലക്ട്രോളൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ പെടാത്ത ആൾക്കാരൊക്കെ, ഫോർ എക്സാമ്പിൾ വീക്ക് ആസിഡ്സ്, ഓർഗാനിക് ആസിഡ്സ്, വീക്ക് ബേസസ്, ഫോർ എക്സാമ്പിൾ അമീൻസ്, ഇവരൊക്കെ വീക്കാണ്. വീക്ക് ആസിഡ്സ്, ഓർഗാനിക് ആസിഡ്സ് എല്ലാം വീക്കാണ്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഡിസോസിയേഷൻ എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഇത് കൺസിഡർ ചെയ്യണം. ഇത് സ്ട്രോങ് ഇലക്ട്രോളൈറ്റാണ്, അപ്പോൾ I വാല്യൂ 3. ഇത് സ്ട്രോങ് ഇലക്ട്രോളൈറ്റാണ്, I വാല്യൂ 2. ഇത് വീക്ക് ഇലക്ട്രോളൈറ്റാണ്, അപ്പോൾ I വാല്യൂ 1നും 2നും ഇടയ്ക്ക് നിൽക്കും. കാര്യം എന്താ? 2നും ഇടയ്ക്ക് എന്താ നിൽക്കണേ? കാര്യം ഇത് ആക്ച്വലി അസറ്റേറ്റ് പ്ലസ് H+ തരുന്നത്. അപ്പം ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇതിൻ്റെ 1 ആയിരുന്നെങ്കിൽ നിങ്ങൾക്കറിയാം അസറ്റിക് ആസിഡ് സ്പ്ലിറ്റ് ചെയ്യുന്നത് അസറ്റേറ്റ് പ്ലസ് H+. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ 1 ആയിരുന്നെങ്കിൽ, കംപ്ലീറ്റ് ഡിസോസിയേഷൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അസറ്റിക് ആസിഡ് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? CH3COH ഗിവിങ് യു CH3CO മൈനസ് പ്ലസ് H+. അപ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ 1 ആയിരുന്നെങ്കിൽ I വാല്യൂ 2 ആയിരുന്നേനെ, പക്ഷെ 1 അല്ല. ഓക്കെ. നെക്സ്റ്റ് മൂന്നാമത്തത്, 2 solutions of sucrose of same molality prepared in different solvents will have the same elevation in boiling point. ഒരിക്കലുമല്ല. elevation in boiling point is Kb into M. എമ്മിനെ മാത്രമല്ല Kbനെ ഡിപ്പെൻഡ് ചെയ്യും. മൊളാലിറ്റിയെ മാത്രമല്ല Kbയെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ 2 ഡിഫറെൻറ്റ് സോൾവെൻ്റ് ആണെങ്കിൽ Kb is different. Solvent different, Kb different. Kb different, elevation in boiling point is different. അപ്പോൾ ഇതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇവിടെ വായിച്ചു നോക്കാം. റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. അറിയാമല്ലോ, റിലേറ്റീവ് ലോവറിംഗ് ഇസ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്.
അറിയാലോ മക്കളെ, അത് കറക്റ്റ്. നെക്സ്റ്റ്, a solute X when dissolved in a solvent associated to form a pentamer. Pentamer എന്ന് പറയുമ്പോൾ 5 മോളിക്യൂൾസ് ഒരുമിച്ച് വരുന്നു. അപ്പോൾ തന്നെ വാല്യൂ ഓഫ് വാൻറ്റോ ഫാക്ടർ ഇസ്, വാൻറ്റോ ഫാക്ടറിൻ്റെ ഫോമിൽ എന്താ അസോസിയേഷനിൽ 1 + ആൽഫ ഇൻറ്റു 1/n - 1. 1 + ആൽഫ ഇൻറ്റു 1/n - 1 ആണ്. 1 + ആൽഫ ഇൻറ്റു 1/n - 1, ദാറ്റ് ഇസ് 1 + വാൻറ്റോ ഫാക്ടർ. ഇവിടെ ഇപ്പോൾ ആൽഫ വാല്യൂ ഒന്നും തന്നിട്ടില്ല അല്ലേ? ആൽഫ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആൽഫ 1 ആയിട്ട് എടുക്കാം. ഇഫ് ആൽഫ വാല്യൂ ഇസ് നോട്ട് ഗിവൺ, ആൽഫ ക്യാൻ ബി ടേക്കൺ ആസ് 1. അപ്പൂസേ എന്ത് പറ്റി? അപ്പൂസേ എന്ത് പറ്റി? കുട്ടാ എന്ത് പറ്റി? കുട്ടൂസേ എന്താണ് സർപ്രൈസ്ഡ് ആയിട്ടിരിക്കുന്നത്? മനസ്സിലായില്ലേ? സെറ്റല്ലേ? നീ ആൻസറൊക്കെ പറയുന്നുണ്ടല്ലോ, അടിപൊളി. അങ്ങനെ വേണം കേട്ടോ. സോ ബേസിക്കലി ആൽഫ വാല്യൂ 1 ആയിട്ട് എടുക്കാം. ആൽഫ വാല്യൂ 1 ആയിട്ട് എടുത്താൽ ദിസ് വിൽ ബി ഈക്വൽ ടു 1 ഇൻറ്റു എന്നിൻ്റെ വാല്യൂ എത്ര? 5. കാര്യം പെൻറ്റാമറൈസേഷൻ ആണ് നടക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ആൽഫ വാല്യൂ 1 ആണെങ്കിൽ വിൽ ബി 1/5. ഐ വാല്യൂ വിൽ ബി ഈക്വൽ ടു 1/n. ആൽഫ വാല്യൂ 1 ആണെങ്കിൽ ഐ വാല്യൂ 1/n ആയിരിക്കും. കാര്യം നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. സോ ദിസ് ഇസ് 1/5. 1/5 ഇസ് ഈക്വൽ ടു 0.2. ഓക്കെ, ഐ വാല്യൂ 0.2 ആയിരിക്കും. ഇസ് ദാറ്റ് ക്ലിയർ? Next, which of the following will have the same value of Van't Hoff factor as that of K4FeCN6? ഈ K4FeCN6 നമുക്ക് 4K plus FeCN6 4 മൈനസ് തരും. അതായത് 4 + 1 5 അയോൺസ് തരും. 5 അയോൺസ് തരാൻ കെൽപ്പുള്ള ആരാ ഇവിടെ ഉള്ളത്? ഇവനാണ് ഇവിടെ ഉള്ളത്. 5 അയോൺസ് ഇവൻ തരും. കാര്യം ഇവൻ ബേസിക്കലി പൊട്ടിയാൽ നമുക്ക് 2 Al3+ 3 SO4 2- തരും. So basically 11 ആണ് 11. ഓക്കെ, എ ആണ് ആൻസർ. ഇസ് ദാറ്റ് ക്ലിയർ മൈ ഡിയർ സ്റ്റുഡൻസ്? സെറ്റാണോ? നെക്സ്റ്റ്, ദി ഓസ്മോട്ടിക് പ്രഷർ ഓഫ് എ ഡൈല്യൂട്ട് സൊല്യൂഷൻ. ദി ഓസ്മോട്ടിക് പ്രഷർ of a dilute solution of an ionic compound XY in water is 4 times that of a solution of 0.01 molar BaCl2 in water. Assuming complete dissociation of the given ionic compound in water, the concentration of XY in solution is. So basically നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട്. ഈ സൊല്യൂഷനിലേക്ക് ഒരു സോൾവെൻ്റ് ഉണ്ട്, അതിലേക്ക് XY ഇടുകയാണ്, വെള്ളത്തിലേക്ക് XY ഇടുകയാണ്, വെള്ളമാണ് സോൾവെൻറ്റ്. വേറൊരു കണ്ടെയ്നറിൽ നമുക്ക് BaCl2 ഇടുന്നു, ഇടുന്നു. ഇവിടുത്തെ ഓസ്മോട്ടിക് പ്രഷർ π1 ആണെന്ന് വിചാരിക്കുക, ഇവിടുത്തെ π2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ബേസിക്കലി ഇവർ തന്നിട്ടുണ്ട് π1 is equal to 4 times π2. π1 is equal to 4 times π2 എന്ന് തന്നിട്ടുണ്ട്. π1ൻ്റെ ഫോർമുല എന്താ? π1 is nothing but I1 into C1 into RT. π2ൻ്റെ ഫോർമുല എന്താ? 4I2 into C2 into RT. RT ക്യാൻസൽ ആയിപ്പോയി. ഐ വാല്യൂ നോക്കുക. XY ആണ് ഇലക്ട്രോലൈറ്റ്. XY ഇലക്ട്രോലൈറ്റ് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യുന്നു. XY is ഇലക്ട്രോലൈറ്റ്, ഒരു കാറ്റയോൺ ഒരു ആനയോൺ ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ആൽഫ 1 ആണ്. ആൽഫ 1 ആകുമ്പോൾ ഐ വാല്യൂ ഇസ് ഈക്വൽ ടു എൻ വാല്യൂ. ഐ വാല്യൂ ഇസ് നമ്പർ ഓഫ് കാറ്റയോൺസ് പ്ലസ് നമ്പർ ഓഫ് ആനയോൺസ്. സോ ബേസിക്കലി ഐ വാല്യൂ ഇവിടെ 2 ആണ്. BaCl2യുടെ ഐ വാല്യൂ അറിയാലോ, BaCl2യുടെ ഐ വാല്യൂ 3 ആണ്, ഒരു കാറ്റയോണും 2 ആനയോണും. സോ ഇവിടെ 2 എത്ര? 2 into C1 is equal to 4 into I2 എത്രയാ? 3 into C2 എത്രയാണ് മക്കളെ? 0.01. അപ്പോൾ C1 എത്രയായി? ഇത് പോയി 6 into 10⁻² അല്ലേ വരിക? 6 into 10⁻². ഇസ് എ ക്ലിയർ? ബി ആയിരിക്കും ആൻസർ. 2 ഇക്വേറ്റ് ചെയ്തു. ഒരാളുടെ ഓസ്മോട്ടിക് പ്രഷർ മറ്റയാളുടെ 4 ഇരട്ടിയാന്ന് തന്നിട്ടുണ്ട്, എന്നിട്ട് 2 ഇക്വേറ്റ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്, freezing point of benzene decreases by 0.45 degrees Celsius when 0.2 grams of acetic acid is added to 20 grams of benzene. If acetic acid associates to form a dimer in benzene, the percentage association of acetic acid in benzene will be. അതായത് ആൽഫയാണ് കണ്ടുപിടിക്കാനുള്ളത്. നേരെ ഫോമുല. ഇതൊക്കെ ഡയറക്റ്റ് ഫോം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്നെടുത്ത മിക്ക ക്വസ്റ്റ്യൻസും ജെയ് മെയിൻസ് എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കില്ല, മെയിൻസ് ജെയ് എന്നെടുത്താൽ. ജെയ് മെയിൻസിൽ ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ക്യുവറ്റ് എക്സാമിനും ഈ ചാപ്റ്ററിൽ നിന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, പക്ഷേ കാൽക്കുലേഷൻ ഒരു സ്പീഡ് വേണം. സോ ബേസിക്കലി എല്ലാവരും നോക്കിക്കേ മക്കളെ, ഫ്രീസിംഗ് പോയിന്റ് ഡിക്രീസസ് ബൈ 0.45. അതായത് ഡെൽറ്റ ടി എഫ് എത്രയാണ്? ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു
0.45. Delta TF is 0.45. Delta TF നിങ്ങൾക്കറിയാം KF into molality ആണെന്നറിയാം. ഓക്കെ, അപ്പോൾ I ഇടാൻ മറക്കരുത്. I into KF into molality ആണെന്നറിയാം. ഓക്കെ, ഇനി എല്ലാവരും നോക്കുക, KFൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. മൊളാലിറ്റി എത്രയാണ് വരിക? മൊളാലിറ്റി വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ബൈ വെയ്റ്റ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വെയ്റ്റ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എത്രയാണ്? വെയ്റ്റ് ഓഫ് സൊല്യൂട്ട് 0.2 grams ഓഫ് അസറ്റിക് ആസിഡ് എടുത്തിരിക്കുന്നത്, 0.2 grams ഓഫ് അസറ്റിക് ആസിഡ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. അസറ്റിക് ആസിഡിൻ്റെ മോളാർ മാസ് എത്രയാണ്? അസറ്റിക് ആസിഡിൻ്റെ മോളാർ മാസ് എത്രയാണ് മക്കളെ? CH3COOH അല്ലേ? നിങ്ങൾ തന്നെ നോക്കിക്കേ, കാർബൺ 2 അപ്പോൾ 24 പ്ലസ് ഹൈഡ്രജൻ 4 അപ്പോൾ 4 പ്ലസ് 32 60 ആണ്. ഓക്കെ, so 0.2 divided by 60 will be number of moles of acetic acid. Divide that by weight of solvent in kilogram. Weight of solvent in kilogram എത്രയാണ്? 0.02 വരും. കാര്യം 20 grams of benzene ആണ്. 20 grams of benzene ആണ്. So this will be how much? ഇതും കട്ടായി ഇവിടെ 10 വരും. that will be equal to 1/6 അല്ലേ? 1/6 വരും. സോ മൊളാലിറ്റി 1/6. സോ അത് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.545 is equal to I into KF. KF എത്രയാണ്? 5.12 into 1/6. അപ്പോൾ I വാല്യൂ എത്ര കിട്ടി? I വാല്യൂ വിൽ ബി ഈ 6നെ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ എത്രയാവും? 45 into 6 എന്ന് പറയുമ്പോൾ 240, 270 എന്ന് പറയുമ്പോൾ 2.7 വരും. 2.7 ഡിവൈഡഡ് ബൈ 5.12. 2.7 ഡിവൈഡഡ് ബൈ 5.5 ക്വസ്റ്റ്യൻ. 2.7 ഡിവൈഡഡ് ബൈ 5.12. സോ ബേസിക്കലി ആൽഫ വാല്യൂ എത്ര വരും മക്കളെ? ആൽഫ എത്ര വരും? ആൽഫ ഇസ് നത്തിങ് ബട്ട് I minus 1 divided by 1 by n minus 1. I minus 1 divided by 1 by n minus 1. അപ്പോൾ ബേസിക്കലി 2.7 by 5.12 minus 1 divided by 1 by n എന്ന് പറയുമ്പോൾ ഇവിടെ ബേസിക്കലി എന്താണ് വരുന്നത്? ഇവിടെ ബേസിക്കലി n ഡൈമറൈസേഷൻ അല്ലേ? എന്നിൻ്റെ വാല്യൂ 2 ആയിരിക്കും. സോ 1/2 മൈനസ് 1 വരും. ഓക്കെ ആണോ മക്കളെ? ഇതെത്രയാടാ വരുന്നത്? നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കിയിട്ട് പറയാൻ പറ്റുമോ? ഇതെത്രയാടാ മക്കളെ വരുന്നത്? ഇതെത്രയാണ് മക്കളെ വരുന്നത്? ഇത് ആക്ച്വലി സാറ് ചെയ്ത് നോക്കട്ടെ. 2.7 divided by 5.12 minus 1 divided by 0.5. 0.94 ആണ് വരിക. ദിസ് വിൽ ബി 0.94 അപ്രോക്സിമേറ്റ്ലി 0.946. അപ്പോൾ അത് പെർസെൻറ്റേജിലാക്കുമ്പോൾ 94.6. കാൽക്കുലേഷൻ നിങ്ങൾ തന്നെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇവിടെ സമയപരിധി ഉള്ളത് കൊണ്ടാണ് സാർ ഇവിടെ ചെയ്തത്. കാൽക്കുലേഷൻ നിങ്ങൾ തന്നെ ചെയ്യാം. ഓക്കെ, സോ 94.6 ആയിരിക്കും. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ 0.94 ആണെങ്കിൽ മറ്റേത് ഇൻറ്റു 100 ചെയ്താൽ മതി പെർസെൻറ്റേജ് ഡിസോസിയേഷൻ. നെക്സ്റ്റ്, വാട്ട് വിൽ ബി ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് 0.1 മോളാർ MgNO3 twice സൊല്യൂഷൻ ഇഫ് വാൻറ്റ് ഓഫ് ഫാക്ടർ ഇസ് 2.74. ഡിസോസിയേഷൻ്റെ ഫോർമുല എന്താ? I minus 1 by n minus 1. അസോസിയേഷനിലാണ് ഈ ഫോർമുല ഉള്ളത് 1 by n minus 1. ഡിസോസിയേഷൻ്റെ ഫോർമുല I minus 1 divided by n minus 1. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു വാൻറ്റ് ഓഫ് ഫാക്ടർ ഇസ് 2.74 minus 1 divided by n എത്രയാണ്? 3 minus 1. സോ ദാറ്റ് ഈസ് 0.74 divided by 2 അല്ലേ? 0.1 വാൻറ്റ് ഓഫ് ഫാക്ടർ 2.74 1.74 വരെ ഇവിടെ വെറുതെ അല്ല. 1.74 divided by 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.87 വരുമല്ലേ അപ്രോക്സിമേറ്റ്ലി, വിച്ച് ഇസ് നത്തിങ് ബട്ട് 87%. ഇത് ബേസിക്കലി 87%ലേക്ക് പോകും. ഓക്കെ ആണ് മക്കളെ? ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡെസിമോളാർ സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം ഫെറിസയനൈഡ്. ഡെസിമോളാർ എന്ന് പറഞ്ഞാൽ എന്താ? ഡെസിമോളാർ എന്ന് പറയുമ്പോൾ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മൊളാരിറ്റി ഈസ് 1/10 മോളാർ. ഓക്കെ, has osmotic pressure of 3.94 atm. Hence percentage ionization of the solute is
പെർസെൻറ്റേജ് അയണൈസേഷൻ ഓഫ് ദ സൊല്യൂട്ട്. സോ ബേസിക്കലി നമുക്കറിയാം ഓസ്മോട്ടിക് പ്രഷർ, ഇതൊക്കെ ഡയറക്റ്റ് ഫോർമുല ക്വസ്റ്റൻ, ഇതൊക്കെ പ്രീവിയസ് ഇയർ ബേസ് ക്വസ്റ്റൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആണ്. I into C into RT. പ്രീവിയസ് ഇയർ കുവേറ്റ് ക്വസ്റ്റൻ അല്ല, പ്രീവിയസ് ഇയർ ബാക്കി എൻട്രൻസ് എന്നുള്ളത്. കുവേറ്റ് എന്നുള്ളത് ഭയങ്കര ഈസി ക്വസ്റ്റൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഒരു തട്ട് മേളിൽ നിന്നുള്ള ക്വസ്റ്റൻസ് എടുത്തിട്ടുള്ളൂ, പക്ഷെ എന്നാലും അതും നിങ്ങൾക്ക് ഈസിയാണ്. ഓക്കെ, സോ പൈ ഇസ് ഈക്വൽ ടു I into C into RT. അപ്പോൾ I വാല്യൂ എത്രയാണ്? I വാല്യൂ ഇസ് പൈ ബൈ CRT. പൈ എത്രയാണ് മക്കളെ? 3.94 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, കോൺസെൻട്രേഷൻ ഇസ് 0.1. R വാല്യൂ 0.0821 മറക്കരുത്. ടി വാല്യൂ എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ്, അത് കെൽവിൻ ആക്കണം, 300 ആക്കണം. ഇത് എത്ര വരും? 3.94നെ 4 ആയിട്ട് എടുക്കാം, 0.0821നെ 1/12 ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ബേസിക്കലി 4 ഡിവൈഡഡ് ബൈ 0.1 ഇൻറ്റു 1/12 ഇൻറ്റു 300 ഇങ്ങനെയാണ് അപ്രോക്സിമേറ്റ് ചെയ്യുക. 0.081നെ 1/12 ആയിട്ട് എടുക്കാം. അപ്പോൾ 12 മേളിലേക്ക് പോകും, 48 480 ഡിവൈഡഡ് ബൈ 30. അല്ലല്ലോ, എന്തോ പ്രശ്നമുണ്ടല്ലോ. 300 ആണ് ഇവിടെ വരിക, വെറുതെ അല്ല. അപ്പോൾ ക്ലോസ് ടു 1.6 ആണ് വരിക, 1.6 വരും. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 1.6. സോ ബേസിക്കലി ആൽഫ എത്ര വരും? ആൽഫ ഇസ് I-1 ഡിവൈഡഡ് ബൈ n-1. I എത്രയാണ്? 1.6. 1.6 - 1 ഡിവൈഡഡ് ബൈ n എത്രയാണ് വരിക? K3 FeCN6 പൊട്ടുമ്പോൾ നമുക്ക് 3 K പ്ലസും ഒരു FeCN6 3 മൈനസും കിട്ടും. അതായത് 3 കാറ്റയോൺസും ഒരു ആനയോണും, 3 കാറ്റയോണും ഒരു ആനയോണും, 3 കാറ്റയോണും ഒരു ആനയോണും, അതായത് 4 പാർട്ടിക്കിൾസ് അവിടെ കിട്ടും. സോ 4 - 1 വരും. ദാറ്റ് ഇസ് 0.6 ഡിവൈഡഡ് ബൈ 3, ദാറ്റ് ഇസ് ഈക്വൽ ടു 0.2 ആണ് ആൽഫ. ആൽഫ 0.2 ആണെങ്കിൽ പെർസെൻറ്റേജ് വരാൻ പോകുന്നത് 20% ഇൻറ്റു 100 ചെയ്താൽ മതി. ഇസ് ദാറ്റ് ക്ലിയർ? നെക്സ്റ്റ്, അസ്യൂമിങ് ഈച്ച് സോൾട്ട് ടു ബി കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റഡ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഹാവ് ദ ഹയസ്റ്റ് ഓസ്മോട്ടിക് പ്രഷർ? ഹയസ്റ്റ് ഓസ്മോട്ടിക് പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I വാല്യൂ. അപ്പോൾ ഇവിടെ I വാല്യൂ എത്രയാണ്? 5. ഇവിടെ I വാല്യൂ എത്രയാണ്? 3. ഇവിടെ I വാല്യൂ എത്രയാണ്? 3. ഇവിടെ I വാല്യൂ എത്രയാണ്? 2. കാര്യം എല്ലാത്തിൻ്റെയും കോൺസെൻട്രേഷൻ സെയിമാണ്. കോൺസെൻട്രേഷൻ സെയിം ആണെങ്കിൽ I വാല്യൂ ഓൺലി ഡിപ്പെൻസ് ഓൺ പൈ വാല്യൂ ഓൺലി ഡിപ്പെൻസ് ഓൺ I വാല്യൂ. ഓസ്മോട്ടിക് പ്രഷർ ഡിപ്പെൻസ് ഓൺലി ഓൺ I വാല്യൂ. കാര്യം ഓസ്മോട്ടിക് പ്രഷർ ഇസ് I into C into RT. ഇവരുടെ എല്ലാത്തിൻ്റെയും ടെമ്പറേച്ചർ സെയിമാണ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. കാര്യം വേറെ ഒന്നും മെൻഷൻ ചെയ്തില്ല. C സെയിമാണ്, എല്ലാം ഡെസിമോളാറാണ്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ് ഓൺലി ഓൺ I വാല്യൂ കൂടുമ്പോൾ പൈ വാല്യൂ കൂടുന്നു. I വാല്യൂ ഏറ്റവും കൂടുതൽ അലൂമിനിയം സൾഫേറ്റ്. ദാറ്റ്സ് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. ലാസ്റ്റ് 4 ക്വസ്റ്റ്യൻസ് ആണ്. അലൂമിനിയം ഫോസ്ഫേറ്റ് ഇസ് 100% അയണൈസ്ഡ് ഇൻ 0.01 മോളാർ അക്വസ് സൊല്യൂഷൻ. ഹെൻസ് ഡെൽറ്റ TB ബൈ KB ഇസ്, മക്കളെ നിങ്ങൾക്കറിയാം ഡെൽറ്റ TB ബൈ KB ഇസ് ബേസിക്കലി മൊളാലിറ്റി. I into molality. It's basically I into molality. അലൂമിനിയം ഫോസ്ഫേറ്റിൻ്റെ ഫോർമുല എന്താ? AlPO4 ആണ് അലൂമിനിയം ഫോസ്ഫേറ്റിൻ്റെ ഫോർമുല. അലൂമിനിയം ഫോസ്ഫേറ്റ് ഇസ് AlPO4. അലൂമിനിയത്തിൻ്റെ 3+ ഫോസ്ഫേറ്റിൻ്റെ 3- രണ്ടും ക്യാൻസൽ ആയി പോകും. AlPO4. അപ്പോൾ I വാല്യൂ എത്രയാണ്? I വാല്യൂ വിൽ ബി ഈക്വൽ ടു 2. ഒരു കാറ്റയോൺ ഒരു ആനയോൺ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2 ഇൻറ്റു മൊളാലിറ്റി. മൊളാലിറ്റി 0.01. This is equal to 0.02. Delta TB by KB is equal to 0.02. Okay ആണോ മക്കളെ? Z ആണോ? നെക്സ്റ്റ്, ഫോർ 1 molar aqueous solution of the following compounds, which one will show the highest freezing point? ഹയസ്റ്റ് ഫ്രീസിംഗ് പോയിന്റ് ആരാ കാണിക്കുന്നത്? ഇത് സൂക്ഷിച്ച് നോക്കണ്ട. ഹയസ്റ്റ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ലോവസ്റ്റ് ഡെൽറ്റ TF വേണം. ലോവസ്റ്റ് ഡെൽറ്റ TF വേണം. കാര്യം ഡിപ്രഷൻ ലോ ആയാൽ മക്കളെ, ഡിപ്രഷൻ ഹൈ ആയാൽ ഫ്രീസിംഗ് പോയിന്റ് അത്രയും കുറയും. ഡിപ്രഷൻ ലോ ആയാലേ ഫ്രീസിംഗ് പോയിന്റ് ഹൈ ആവുള്ളൂ. അപ്പോൾ ഡിപ്രഷൻ ഏറ്റവും കുറവാദ്യം നോക്കുക. ഇവിടെ നോക്കിക്കേ മക്കളെ, ഇവിടെ 2 ആനയോണും ഒരു കാറ്റയോണും പുറത്തു വരും അല്ലേ? നിങ്ങൾക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ കുറിച്ച് അറിയാലോ. ഈ H2O ഡസൻ മേക്ക് എനി ഡിഫറൻസ്. മനസ്സിലാക്കുക, H2O ഡസൻ മേക്ക് എനി ഡിഫറൻസ്. നിങ്ങൾ നോക്കുക, ഇത് വെള്ളത്തിലിടുമ്പോൾ ഇത് ഒരു കാറ്റയോൺ വരും പുറത്ത്, ഇത് 2 ആനയോൺ വരും. സോ ബേസിക്കലി I വാല്യൂ എത്രയാണ്? ഇവിടെ I വാല്യൂ എത്രയാണ് വരിക മക്കളെ? I വാല്യൂ ഇവിടെ 3 ആയിരിക്കും. ഇവിടെയോ I വാല്യൂ 2 ആയിരിക്കും. കാര്യം ഈ ക്ലോസ് ബ്രാക്കറ്റിലുള്ളത് ഒരു അയോൺ, ഇത് വേറെ അയോൺ. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് അറിയാലോ, ആ കോർഡിനേഷൻ എൻറ്റിറ്റി ഒരു അയോണായിട്ട് പുറത്തേക്ക് വരും, പുറത്തുള്ള അയോൺസ് വേറെ. അപ്പോൾ ഇതൊരു അയോൺ, ഇതൊരു അയോൺ. സോ ബേസിക്കലി I വാല്യൂ 2.
ഇവിടെയോ ഐ വാല്യൂ 0 ആയിരിക്കും. കാര്യം ഈ വെള്ളം ഡസൻ മേക്ക് എ ഡിഫറൻസ്. അത് വാട്ടർ ക്രിസ്റ്റലൈസേഷനാണ്. അത് ബേസിക്കലി ഇതിൽ റോള് പ്ലേ ചെയ്യുന്നില്ല. ഇവനെ നോക്കുക, ഇതൊരൊറ്റൊരു പാർട്ടിക്കിളാണ്, വേറെ സ്പ്ലിറ്റ് ചെയ്യില്ല. ഇതൊരു പാർട്ടിക്കിളും 3 ആനയോൺസും, ഇത് കാറ്റയോണും 3 ആനയോൺസും, മൊത്തത്തിൽ 4 ആയിരിക്കും ഐ വാല്യൂ. അപ്പം ഐ വാല്യൂ ഏറ്റവും ലീസ്റ്റ് ഇവൻ്റെയാണ് സാറേ. അപ്പോൾ അവൻ്റെ ഡെൽറ്റ ടി എഫ് ആയിരിക്കും ഏറ്റവും കുറവ്. അപ്പോൾ അവൻ്റെ ഫ്രീസിങ് പോയിന്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ. ഐ വാല്യൂ ഏറ്റവും കുറവ്, ഡെൽറ്റ ടി എഫ് ഏറ്റവും കുറവ്, ഫ്രീസിങ് പോയിന്റ് ഏറ്റവും കൂടുതൽ. സോ 3 വിൽ ബി ദി ആൻസർ. സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. A solution A is ternary electrolyte. Ternary എന്ന് പറയുമ്പോൾ 3 അയോൺസ് തരുന്ന ഇലക്ട്രോലൈറ്റ്. ആൻഡ് സൊല്യൂഷൻ B is non-electrolyte. If 0.1 molar solution of solute B produces an osmotic pressure of 2p, then 0.05 molar solution A at the same temperature will produce an osmotic pressure equal to. മക്കളെ നിങ്ങൾക്കറിയാം ഓസ്മോട്ടിക് പ്രഷർ. സിമ്പിളായിട്ട് ഇത് ചെയ്ത് കാണിച്ചു തരാം മക്കളെ. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്, look over here, osmotic pressure is equal to I into C into RT. Okay, solute B നോൺ ഇലക്ട്രോലൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൊല്യൂട്ട് ബിയുടെ ഐ വാല്യൂ 1 ആണ്, കോൺസെൻട്രേഷൻ 0.1. അപ്പോൾ സൊല്യൂട്ട് ബിയുടെ പൈ ബി എത്രയായിരിക്കും? പൈ ബി, അതായത് ഓസ്മോട്ടിക് പ്രഷർ ഓഫ് സൊല്യൂഷൻ ഓഫ് ബി, ഐ വാല്യൂ 1, കോൺസെൻട്രേഷൻ 0.1 ഇൻറ്റു ആർ ഇൻറ്റു ടി. ഓക്കെ, ഇനി ഓസ്മോട്ടിക് പ്രഷർ ഓഫ് സൊല്യൂഷൻ എ വിൽ ബി ഐ വാല്യൂ ഓഫ് എ ഇൻറ്റു സി ഓഫ് എ ഇൻറ്റു ആർ ഇൻറ്റു ടി. സി ഓഫ് എ എന്താ? 0.05, അതായത് ഇതിൻ്റെ പകുതി. പക്ഷെ ഐ വാല്യൂ എത്രയാണ്? 3 വന്നു അല്ലേ? 3 ഇൻറ്റു 0.05 ഇൻറ്റു ആർ ടി. അപ്പോൾ ഈ വാല്യൂ ഇത് 2p ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 2p ആണെങ്കിൽ ഇത് 3p ആയിരിക്കും. ഇത് 2p ആണെങ്കിൽ ഇത് 3p ആയിരിക്കും അല്ലേ മക്കളെ? അല്ലേ? കാര്യം ഇതിൻ്റെ പകുതി എടുത്തപ്പോൾ 0.05 ഇവിടെ വന്നു. അപ്പോൾ 2p ഡിവൈഡഡ് ബൈ 2 ഇസ് p. എന്നിട്ട് അതിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. യു ടേക്ക് ഹാഫ് ഓഫ് ദിസ് എന്ന് പറയുമ്പോൾ അത് 0.05 ഇൻറ്റു ആർ ടി ആണ്. അപ്പോൾ 0.05 ഇൻറ്റു ആർ ടി ഇസ് പി. എന്നിട്ട് അതിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോഴാണ് ഇത് കിട്ടിയത്. സോ 3p is the answer. Got it? Fine. സെറ്റാണ് മക്കളെ, ഈസി ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് തന്നെയായിരുന്നു, അത് റെപ്പറ്റീഷൻ ആയിരുന്നു മക്കളെ. ഓക്കെ, സോ ബേസിക്കലി ദാറ്റ്സ് ഇറ്റ്. സെയിം സ്ലൈഡ് തന്നെ റിപ്പീറ്റ് ആയതാണ്. സോ ദാറ്റ്സ് ഇറ്റ് മക്കളെ. അതോടുകൂടി നമ്മുടെ ഡിസ്കഷൻ കഴിഞ്ഞു. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. സ്വന്തം ചെയ്തു നോക്കുക, കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സാർ ചെയ്തപ്പോൾ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കും, പക്ഷെ സ്വന്തം ചെയ്യുമ്പോഴാണ് എനിക്ക് എവിടെയൊക്കെയാണ് പ്രോബ്ലംസ്, എന്തൊക്കെയാണ് പ്രശ്നം എന്ന് മനസ്സിലാവുക. ഇസ് എ ക്ലിയർ? അത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒരു മിനിറ്റ് മക്കളെ, ഞാൻ ജെ ബി സാറിനെ വിളിച്ചുകൊണ്ട് വരാം. ജെ ബി സാർ ഇപ്പോൾ എത്തുട്ടോ, വെയിറ്റ് ചെയ്യാം മക്കളെ.
യാ കാണുന്നില്ലേ? യെസ്, സ്റ്റാർട്ട് ചെയ്യാന്നാൽ. ഫിസിക്സ്, യെസ്. ഓപ്റ്റിക്സിൽ മിററിൻ്റെ റിഫ്ലക്ഷനും ഇമേജ് ഫോർമേഷനും റിഫ്രാക്ഷൻ്റെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചെയ്താൽ ഓക്കെ, നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടിയെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ചെയ്തിട്ടില്ല എങ്കിൽ നോ പ്രോബ്ലം, നമുക്ക് ഇപ്പോൾ സോൾവ് ചെയ്യാം. ചെയ്ത ആളുകൾ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുമോ? രാവിലെ ഹോംവർക്ക് തന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹോംവർക്ക് വിച്ച് മീൻസ് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി തന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതൊന്ന് കിട്ടിയ ആളുകൾ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുമോ? സെറ്റ്. അപ്പോസ് നേരത്തെ മറ്റേ നീറ്റിൻ്റെ ലൈവിൽ വന്ന് നോക്കിയിരുന്നു, അവിടെ കണ്ട പോലെ തോന്നുന്നു. ഓക്കെ, സി ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? The focal length of concave mirror is 12 centimeter. Where should an object of length 4 meter be placed so that real image of 1 centimeter is formed? First of all, image in the size 1 centimeter ആണ്. ഓപ്ഷൻ 2 എന്ന് കിട്ടിയെന്നില്ല. ഓക്കെ, ഇമേജിൻ്റെ size of the image is 1 centimeter and size of the object is 4 centimeter. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 1/4 ആണ്. ഇനി അത് റിയൽ ഇമേജ് ആണ്, അപ്പോൾ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയിരിക്കും. ഫോക്കൽ ലെങ്ത് തന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. വേർ ഷുഡ് ആൻ ഒബ്ജക്റ്റ് ബി പ്ലേസ്ഡ്? ദാറ്റ് മീൻസ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. എം ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ f minus u. Magnification is minus 1/4. That is equal to focal length is minus 12. Why minus 12? Because it is concave mirror. Divided by minus 12 minus u. ഞാൻ പറഞ്ഞു ഏത് ക്വാണ്ടിറ്റി ആണോ കണ്ടുപിടിക്കാൻ പോകുന്നത് ആ ക്വാണ്ടിറ്റിക്ക് സൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല. സോ minus 12 minus u is equal to, സോറി, ഈ 4നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം, ഈ ടേമിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാം. നോക്കാം. minus of 1/4 is equal to focal length is concave mirror is 12 centimeter അല്ലേ? focal length of concave 12 minus 12 divided by minus 12 minus u. ഈ ടേമിന് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ അതിനെ -1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 12 പ്ലസ് യു ആവും. മൈനസ് ഇൻറ്റു -12 പ്ലസ് 12 മൈനസ് ഇൻറ്റു -u പ്ലസ് യു. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു -12. So 12 plus u is equal to 4 into 12 40യും 8ഉം 48 വരും. 48 ശരിയല്ലേ? -48 വരും. So u is equal to -48 -12, that is equal to -60 വരും. -60 ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഇല്ല എങ്കിൽ +60 കൊടുക്കാം. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 is the right answer. ഓപ്ഷൻ 2 കിട്ടിയത് തെറ്റാണ് കേട്ടോ. ഓപ്ഷൻ 2 കിട്ടിയത് തെറ്റാണ്. 3 സെൻറ്റിമീറ്റർ ഒന്നും ഒരിക്കലും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് വരില്ല. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്തിനേക്കാൾ കുറവായി പോകും. അത് വെർച്വൽ ഇമേജ് ആയി പോകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2 centimeter tall object is placed 15 centimeter in front of a concave mirror of focal length 10 centimeter. What is the size and nature of the image? So നമുക്ക് കണ്ടുപിടിക്കേണ്ടത് an object is placed 15 centimeter in front of a concave mirror of focal length 10 centimeter. What is the size? ഓക്കെ, അപ്പോൾ അവിടെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് 10 centimeter ആണ്. ആൻഡ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് u ഈസ് ഈക്വൽ ടു 15 centimeter. ദെൻ കോൺകേവ് മിറർ ആണ്, ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. വാട്ട് ഇസ് ദ സൈസ് ആൻഡ് നേച്ചർ ഓഫ് ദി ഇമേജ്? സൈസ് കാണണമെങ്കിൽ നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് കാണാം. അല്ല, നമുക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടാൽ പോരെ. മാഗ്നിഫിക്കേഷൻ കണ്ടാൽ നമുക്ക് സൈസ് ഓഫ് ദി ഇമേജ് കിട്ടൂലേ. സോ മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ എഫ് മൈനസ് യു. സോ മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു ഫോക്കൽ ലെങ്ത് ഇസ് -10 ഡിവൈഡഡ് ബൈ -10 മൈനസ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഈ മൈനസ് ഇക്വേഷനുള്ള മൈനസ് ആണ്. ഈ മൈനസ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിൻ്റെ സൈൻ കൺവെൻഷൻ ആണ്. റെഡി അല്ലേ? അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു -10 ഡിവൈഡഡ് ബൈ -10 പ്ലസ് 15, ദാറ്റ് ഈസ് ഈക്വൽ ടു -10 ഡിവൈഡഡ് ബൈ 5. നമുക്ക് കട്ട് ചെയ്താൽ മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു -2 എന്ന് കിട്ടും. അപ്പോൾ -2 എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇമേജ് റിയൽ ആണെന്ന് മനസ്സിലാക്കാം. മാഗ്നിഫിക്കേഷൻ മാഗ്നിറ്റ്യൂഡ് 2 ആണെന്ന് പറഞ്ഞാൽ ഇമേജിൻ്റെ സൈസ് ഒബ്ജക്റ്റിൻ്റെ സൈസിൻ്റെ 2 ടൈംസ് ആയിരിക്കും എന്നാണ് അർത്ഥം. ശരിയല്ലേ? ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്തോട്ടെ. ഓക്കെ, ഇപ്പോൾ റെഡി അല്ലേ? സോ ഇറ്റ് ഈസ് റിയൽ ഇമേജ് ആൻഡ് സൈസ് ഓഫ് ദ ഇമേജ് ഒബ്ജക്റ്റിൻ്റെ സൈസിൻ്റെ 2 ടൈംസ് ആയിരിക്കും. സോ സൈസ് ഓഫ് ദ ഇമേജ് ഇസ് ഈക്വൽ ടു 2 × 2, ദാറ്റ് ഈസ് 4, ആൻഡ് ദ ഇമേജ് വിൽ ബി എ റിയൽ വൺ. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോടാ?
ക്ലിയർ അല്ലേ? ഇനി ലെൻസ് ഇക്വേഷൻ, ലെൻസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Given figure below shows a beam of converging at a point P. When a concave lens of focal length 16 cm is introduced in the path of the beam at the point O shown in the figure, the line of beam converges at a distance x from the lens. The value of x is equal to. നോക്കാം, ആക്ച്വലി ഈ ലൈറ്റ് റേസ് ഞാൻ വരയ്ക്കുന്നത് ശരിക്കും ശ്രദ്ധിക്കട്ടോ. ഈ ലൈറ്റ് റേസ് ഇങ്ങനെ കൺവേർജ് ചെയ്യേണ്ട ലൈറ്റ് റേസ് ആയിരുന്നു. ശ്രദ്ധിച്ച് നോക്കുക, ഇങ്ങനെ കൺവേർജ് ചെയ്യേണ്ട ലൈറ്റ് റേസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ കൺവേർജ് ചെയ്യവെയാണ് ആ ഡോട്ടഡ് ലൈനില്ലേ, ആ ഡോട്ടഡ് ലൈനിൻ്റെ അവിടെ ഒരു എന്ത് ലെൻസ് അവർ കൊണ്ടുപോയി വെച്ചടാ, ഇൻട്രൊഡ്യൂസ്ഡ് എ കോൺകേവ് ലെൻസ്. ദിസ് ഇസ് എ കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആക്ച്വലി ആ ലൈറ്റ് മീറ്റ് ചെയ്യേണ്ടത് 12 സെൻറ്റിമീറ്റർ ഫ്രം ദ ലെൻസ്. ഇവിടെയാണ് ആ ലൈറ്റ് മീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ വരച്ച ഡയഗ്രാം മനസ്സിലായോ? ഇതാണ് ആക്ച്വലി അവിടെ നടക്കേണ്ടത്. അതായത് ഒരു കൺവെർജിങ് ബീം ഓഫ് ലൈറ്റ് അങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. ആ കൺവെർജിങ് ബീം ഓഫ് ലൈറ്റിൻ്റെ പാത്തിൽ ഞാൻ ഒരു കോൺകേവ് ലെൻസ് കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. അപ്പോൾ നോക്കൂ, ഇപ്പം ഞാൻ ഈ വരച്ച ഡയഗ്രാം എന്ന് പറയുന്നത് ലെൻസ് കൊണ്ടുപോയി വെക്കുന്നതിന് മുമ്പുള്ള ഡയഗ്രാമാണ്. ലെൻസ് വെച്ചാൽ എങ്ങനെയല്ല ലൈറ്റ് പോവുക. കാരണം ഈ ലെൻസ് ഇവിടെ വെക്കുന്നതോടുകൂടി ഈ ലൈറ്റ് റേ ഡൈവേർജ് ചെയ്യും. നോക്കൂ, ഇപ്പം ഞാൻ ഈ വരച്ച ഈ ലൈറ്റ് റേ ഇല്ലേ, അത് ലെൻസ് ഇല്ലാത്ത സമയത്ത് അത് കൺവേർജ് ചെയ്യേണ്ട പാത്താണ്. ആക്ച്വലി ഇങ്ങനെ ലൈറ്റ് മീറ്റ് ചെയ്യണം. ആ ഡോട്ടഡ് ലൈനിൽ ഇനി ലെൻസ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ലെൻസ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഡൈവേർജ് ചെയ്യും. അപ്പോൾ ഡൈവേർജ് ചെയ്യുന്ന ലൈറ്റ് ഇതാ ഇങ്ങനെ ഡൈവേർജ് ചെയ്തു, ഇതിങ്ങനെ ഡൈവേർജ് ചെയ്തു. അപ്പോൾ ഡൈവേർജ് ചെയ്ത ലൈറ്റ് കുറേ കൂടെ പുറകിൽ പോയിട്ട് മീറ്റ് ചെയ്യും. സോ എക്സ് ഡിസ്റ്റൻസ് ഫ്രം ദ ലെൻസ് എന്നാണ് പറഞ്ഞത്. എക്സ് ഡിസ്റ്റൻസ് ഫ്രം ദ ലെൻസ്, ഇറ്റ് വിൽ മീറ്റ് എക്സ് ഡിസ്റ്റൻസ് ഫ്രം ദ ലെൻസ്. ശരിയല്ലേ? അപ്പോൾ ലെൻസ് വെക്കുന്നതോടുകൂടി ആ ലൈറ്റ് റേ ഡൈവേർജ് ചെയ്തിട്ട് കുറച്ചും കൂടെ അപ്പുറത്ത് പോയിട്ട് മീറ്റ് ചെയ്യും. ശരിയല്ലേ മക്കളെ? അപ്പോൾ നോക്കൂ, ഇവിടെ ഒബ്ജക്റ്റ് ഏതാണ്, ഇമേജ് ഏതാണ്. ഈ ലെൻസ് വെക്കുന്നതിൻ്റെ മുമ്പ് എന്തായിരുന്നു സംഭവം? ഈ ലൈറ്റ് റേസ് എല്ലാം കൂടെ ഇവിടെ മീറ്റ് ചെയ്യുമായിരുന്നു. ഈ ലെൻസ് വെച്ചപ്പോഴാണ് ആ ലൈറ്റ് റേ കുറച്ച് ഡൈവേർജ് ചെയ്തിട്ട് പുറകോട്ടേക്ക് മീറ്റ് ചെയ്തത്. അപ്പോൾ ഈ ലെൻസ് ആക്ച്വലി എന്താ ചെയ്തതെന്ന് അറിയോ? ഇവിടെ മീറ്റ് ചെയ്യേണ്ട ലൈറ്റിനെ കുറേ കൂടെ പുറകോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ആ ലെൻസ് അവിടെ വെക്കുന്നതിൻ്റെ മുമ്പ് ഇതാണ് ലൈറ്റ് മീറ്റ് ചെയ്ത സ്ഥലം. ലെൻസ് വെച്ചതിന് ശേഷം ആ മീറ്റ് ചെയ്യുന്ന സ്ഥലം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ലെൻസിൻ്റെ മുന്നിലുള്ള ഒരു വെർച്വൽ ഒബ്ജക്റ്റ് ആണത്. കാരണം ആ ലെൻസ് വെക്കുന്നതോടുകൂടി പിന്നെ ഈ ലൈറ്റ് റേ ഇവിടെ ഇല്ല, അത് ഡോട്ടഡ് ലൈനായിട്ട് വരയ്ക്കണം. ലൈറ്റ് അങ്ങോട്ടേക്ക് മീറ്റ് ചെയ്യേണ്ട ലൈറ്റായിരുന്നു. ഈ ലെൻസ് വെച്ചതോടുകൂടി ലൈറ്റ് ഇനി അങ്ങോട്ടേക്ക് പോകില്ല. അപ്പോൾ ആ ലെൻസ് വെക്കുന്ന ഇൻസ്റ്റൻറ്റ് തന്നെ ലൈറ്റ് റിഫ്രാക്ഷൻ നടന്നിട്ട് ഇതാ ഇവിടെ എത്തും. അപ്പോൾ ഈ ലെൻസിൻ്റെ ഫ്രണ്ടിലുള്ള വെർച്വൽ ഒബ്ജക്റ്റ് ആണത്. സോ ലെൻസിൻ്റെ ഫ്രണ്ടിലുള്ള വെർച്വൽ ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇസ് 12, ഫോക്കൽ ലെങ്ത്ത് ഇറ്റ് ഈസ് കോൺകേവ്, ദാറ്റ് ഇസ് -16, ആൻഡ് ഇമേജ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ഇമേജ് ഡിസ്റ്റൻസ്, അതാണ് എക്സ് എന്ന് അവിടെ ഡിനോട്ട് ചെയ്തത്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നോക്ക്, 1/f is equal to 1/v minus 1/u. അപ്പോൾ 1/f is equal to ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയതുകൊണ്ട് 1/-60 is equal to 1/v മൈനസ്, ഇവിടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് പോസിറ്റീവ് ആവില്ല. കാരണം ഇതാണ് ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഡയറക്ഷൻ. ഇവിടെയാണ് ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇസ് ഓൾവേസ് നെഗറ്റീവ് എന്ന്. പക്ഷേ അത് നമ്മൾ വെക്കുന്ന റിയൽ ഒബ്ജക്റ്റിനാണ്. നമ്മളൊരു ക്യാൻഡിൽ കത്തിച്ച് വെക്കുകയോ ഒരു ബൾബ് കത്തിച്ച് വെക്കുകയോ ഒരു ലൂമിനസ് ഒബ്ജക്റ്റ് വെക്കുകയോ ചെയ്യുമ്പോൾ അത് നമ്മൾ വെക്കുന്ന റിയൽ ഒബ്ജക്റ്റാണ്. ആ ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് റേസ് അങ്ങോട്ടേക്ക് പോവാണ്. ഇത് ആക്ച്വലി നമ്മൾ വെച്ച ഒബ്ജക്റ്റ് അല്ല, ഇത് റിയൽ ഒബ്ജക്റ്റേ അല്ല. യഥാർത്ഥത്തിൽ അവിടെ അങ്ങനെ ഇല്ല. എന്താ സംഭവിക്കുന്നത്? ഈ ലെൻസ് ഇല്ലായിരുന്നുവെങ്കിൽ ഇതിവിടെ മീറ്റ് ചെയ്യും, ലെൻസ് വെച്ചാൽ ഇങ്ങോട്ടേക്ക് മാറും. അപ്പോൾ ലെൻസ് ഇല്ലായിരുന്നുവെങ്കിൽ ഇത് മീറ്റ് ചെയ്യേണ്ട സ്ഥലമാണിത്. ലെൻസ് ഇല്ലായിരുന്നുവെങ്കിൽ അത് മീറ്റ് ചെയ്യേണ്ട സ്ഥലമാണത്. അപ്പോൾ അതൊരു വെർച്വൽ ഒബ്ജക്റ്റ് ആണ്. വെർച്വൽ ഒബ്ജക്റ്റ് നമ്മൾ ട്രീറ്റ് ചെയ്യുക ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് പോസിറ്റീവ് ആയിട്ടാണ്. കാരണം ഇതാണ് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ. ഈ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മെഷർ ചെയ്യണം. ലൈറ്റ് റേ പോകുന്നതും അതേ ഡയറക്ഷനിലാണ്. സോ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് പോസിറ്റീവ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് പോസിറ്റീവ് ആയ കോൺസെപ്റ്റ് മനസ്സിലായോ? ആ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് പോസിറ്റീവ് എടുത്തത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി 1/-16 is equal to 1/v. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് പോസിറ്റീവ് അല്ലേ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിൻ്റെ വാല്യൂ എത്ര ആയിരുന്നടാ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 12 അല്ലേ? 12. ഹിയർ ഇറ്റ് ഈസ് 12. ഓക്കെ, ഞാനത് അടുത്ത ഷീറ്റിലേക്ക് എത്തട്ടെ. അപ്പം 1/-16 പ്ലസ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് പ്രത്യേകിച്ച് സൈനൊന്നുമില്ല, അത് പോസിറ്റീവാണ്. ഇത് ഇക്വേഷനുള്ള മൈനസ് ആണ്. അപ്പോൾ ഈ ടേം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മൈനസ് പ്ലസ് ആവും. പ്ലസ് 1/12 ഈസ് ഈക്വൽ ടു 1/v. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 12 - 16 ഡിവൈഡഡ് ബൈ -16 ഇൻറ്റു 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/v. 12 - 16 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
-4 കിട്ടും. -4 divided by -16 into 12 is equal to 1/v. മൈനസും ക്യാൻസൽ ആവും. 4ഉം 16ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 കിട്ടും. അപ്പോൾ v is equal to 4 into 12, that is equal to 48. ഓപ്ഷൻ D is the right answer. ഓക്കെ, ഒരുപാട് പേർക്ക് ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. ഓപ്ഷൻ എ എന്നൊക്കെ പറഞ്ഞത് തെറ്റാണ് കേട്ടോ, എയിലേക്കൊന്നും എത്തൂല. ക്ലിയർ ആണോ മക്കളെ? ഈ ക്വസ്റ്റ്യൻ ചെയ്ത് മനസ്സിലായോ? എന്തെങ്കിലും സംശയമുണ്ടോ? നോക്കിയിട്ട് പറ. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? റെഡി ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. എ ബീം ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ് ഇസ് റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് അറ്റ് എ പോയിന്റ് എ. നോക്കൂ, ഇതൊരു ഇൻ്റർഫേസ് ആണ്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് റെയറർ മീഡിയമാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. താഴ്ഭാഗത്ത് ഡെൻസർ മീഡിയമാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √3 ആണ്. അവിടെ ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. നോക്കൂ, റേ ഓഫ് ലൈറ്റ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. അതിൽ ഫ്യൂ പാർട്ട് ഓഫ് ദ ലൈറ്റ് ഇസ് ഗെറ്റിംഗ് റിഫ്ലക്റ്റഡ് ഫ്രം ദ സർഫസ് ആൻഡ് ദ റിമൈനിങ് പാർട്ട് ഗെറ്റ് റിഫ്രാക്റ്റഡ് ഇൻ ടു ദ ഡെൻസർ മീഡിയം. ആൻഡ് ഹിയർ ഇറ്റ് ഇസ് angle between incident ray and the surface is 30 degrees. So angle between incident ray and normal will be 60 degree. ഓക്കെ, അത് 60 ആണെങ്കിൽ ഇതും 60 ആയിരിക്കും. ഓക്കെ, ഇനി ബാക്കി എന്താ നോക്കാം. ഫൈൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അറ്റ് എ പോയിന്റ് എ. ഓക്കെ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കിട്ടിയാൽ പിന്നെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കണ്ടുപിടിച്ചൂടെ? സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം. അപ്പോൾ സൈൻ ആർ ഈസ് ഈക്വൽ ടു സൈൻ 60. സൈൻ ആർ അങ്ങോട്ടേക്ക് പോവും, √3 ഇങ്ങോട്ടേക്ക് വരും. സൈൻ 60 ഡിവൈഡഡ് ബൈ √3. സൈൻ 60 പറഞ്ഞാൽ എത്രടാ? √3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു √3. അപ്പോൾ √3 ക്യാൻസൽ ആവും. 1/2. സൈൻ 1/2 ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. സോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. ക്ലിയർ ആണോ? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. എ ലൈറ്റ് travel through a glass plate of thickness T and having refractive index mu. If c be the velocity of light in vacuum, then the time taken by the light travel the thickness of the glass slab is. നോക്കൂ, ഇവിടെ ഒരു ഗ്ലാസ് സ്ലാബ് ഉണ്ട്. ഈ ഗ്ലാസ് സ്ലാബിൻ്റെ തിക്നെസ് ഇതാ T ആണ്. ഇവിടെ നോക്ക്, ഗ്ലാസ് സ്ലാബിൻ്റെ തിക്നെസ് T ആണ്. അപ്പോൾ ലൈറ്റ് റേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ലൈറ്റ് റേക്ക് ഈ T തിക്നെസ് ഉള്ള ഗ്ലാസ് സ്ലാബ് മറികടങ്ങാൻ, ആ T തിക്നെസ് ഉള്ള ഗ്ലാസ് സ്ലാബിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകാൻ എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ നോക്കൂ, ഇവിടെ നിന്ന് ഇങ്ങനെ ലൈറ്റ് റേ വന്നു, ഗ്ലാസ് സ്ലാബിൻ്റെ ഉള്ളിൽ കയറി, പിന്നെ ഇങ്ങനെ പോയി ഗ്ലാസ് സ്ലാബിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഗ്ലാസ് സ്ലാബിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇറങ്ങണമെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം? ഒബ്വിയസ്ലി ഗ്ലാസ് സ്ലാബിൻ്റെ തിക്നെസ് എത്രയാണോ അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. അപ്പോൾ ടൈം ടേക്കൺ ഇസ് നത്തിങ് ബട്ട് thickness of the glass slab divided by velocity of light through that medium. Velocity of light through any medium is equal to velocity of light in air divided by refractive index of the medium. നമ്മൾ ഇന്ന് രാവിലെ പഠിച്ചതാണ്. അതെടുത്ത് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. സോ ടൈം ടേക്കൺ ടു ക്രോസ് ദാറ്റ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു thickness of the glass slab divided by velocity of light in that medium, that is c divided by refractive index of medium. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം മുകളിലേക്ക് പോയാൽ അതിന് അവർ മ്യൂ എന്നാണ് ഡിനോട്ട് ചെയ്തത് അല്ലേ? അപ്പോൾ നമുക്കിവിടെ മ്യൂ ഇൻറ്റു തിക്നെസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ്. മ്യൂ ഇൻറ്റു തിക്നെസ് ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഇവിടെയും ആൻസർ ഓപ്ഷൻ സി തന്നെ വന്നു. ക്ലിയർ ആണോ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ. A ray of light passed through 4 transparent medium with refractive indexes N1, N2, N3 and N4 as shown. The surface of all media are parallel if the emergent ray DE is parallel to AB. നോക്കൂ, ഇവിടെ ഈ ലൈറ്റ് റേ ഇല്ലേ, AB എന്ന് പറഞ്ഞ ലൈറ്റ് റേയും DE എന്ന് പറഞ്ഞ ലൈറ്റ് റേയും പാരലലാണ്. അവ രണ്ടും പാരലൽ ആവണമെങ്കിൽ അവ രണ്ടിനും ഒരേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കണം. അപ്പോൾ ഡിഫറൻറ്റ് മീഡിയത്തിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇൻസിഡൻറ്റ് ലൈറ്റും, അതായത് ഒരു പെർട്ടിക്കുലർ മീഡിയത്തിലെ ലൈറ്റും മറ്റൊരു പെർട്ടിക്കുലർ മീഡിയത്തിലെ ലൈറ്റും പാരലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആണ്. അവർ പാരലൽ അല്ല, അവർ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻ്റ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൽ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 1 ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 4 എന്ന് പറയാം. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. A ray of light strikes a glass plate of angle 60. If the light is reflected and refracted rays are perpendicular to each other, the refractive index of the glass. നോക്ക്, ഒരു ഗ്ലാസ് സ്ലാബ്, ഓക്കെ, ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് ഇങ്ങനെ ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്വസ്റ്റിൽ പറയുന്നത് 60 ആണ്. അതിൽ ഫ്യൂ പാർട്ട് ഓഫ് ദ ലൈറ്റ് ഇസ് ഗെറ്റിംഗ് റിഫ്ലക്റ്റഡ്
ആൻഡ് ഫ്യൂ പാർട്ട് ഓഫ് ദ ലൈറ്റ് റിഫ്രാക്ട് ചെയ്തു. റിഫ്രാക്ട് ചെയ്തു. അപ്പോൾ ദീസ് ആംഗിൾ ബിറ്റ്വീൻ ദിസ് റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് ഇസ് 90 ഡിഗ്രി. റിഫ്ലക്റ്റഡും റിഫ്രാക്റ്റഡും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇനി നോക്ക്, ഇത് 60 ആണെങ്കിൽ ഇതും 60 ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എപ്പോഴും സെയിം ആയിരിക്കും. അത് 60 ആണ്, അതും 60 ആണ്. അപ്പോൾ ഈ ടോട്ടൽ ആംഗിൾ എത്ര വരിക? ഇത് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത ഈ മൊത്തം ആംഗിൾ എത്ര വരിക? ഇതെത്ര മൊത്തം വരിക? 180 അല്ലേ? 180 മൈനസ് ഇതെത്ര വരിക? 90 60 കൂടെ ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടുക? 150. അപ്പോൾ ഈ കുഞ്ഞു ആംഗിൾ എത്ര വരും? 180 മൈനസ് 150 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് വരും. അപ്പോൾ ഈ ആംഗിൾ 30 ഡിഗ്രി എന്ന് വരും. എങ്ങനെയാണെന്ന് മനസ്സിലായോ മക്കളെ? അത് 30 ഡിഗ്രി കിട്ടിയ എങ്ങനെയാണെന്ന് മനസ്സിലായോ? ആ 30 ഡിഗ്രി കിട്ടിയ എങ്ങനെയാണെന്ന് മനസ്സിലായോ? നോക്ക്, ഇത് 60 ആണ്, ഇത് ഇൻസിഡൻറ്റ് ആംഗിൾ, ഇത് റിഫ്ലക്റ്റഡ് ആംഗിൾ, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് 60, ഇത് 60. ഇനി റിഫ്ലക്റ്റ് ചെയ്ത ലൈറ്റും റിഫ്രാക്റ്റ് ചെയ്ത ലൈറ്റും പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 90 ആയിരിക്കും. അപ്പോൾ നോക്കൂ, ഈ നോർമലിനെ താഴോട്ടേക്ക് നീട്ടി വരച്ചാൽ ഈ മൊത്തം ആംഗിൾ 180 ആണ്. അപ്പോൾ 180യിൽ നിന്നും ഇത്രയും വരുന്ന ഭാഗത്തെ ആംഗിൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടും. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കിട്ടും. റിഫ്രാക്റ്റ് ചെയ്യുന്ന ലൈറ്റും നോർമലും തമ്മിലുള്ള ആംഗിൾ കിട്ടും. അപ്പോൾ നമ്മൾ 180യിൽ നിന്ന് ഈ 90 പ്ലസ് 60 150 സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് 30 കിട്ടും. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. സൈൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഡിവൈഡഡ് ബൈ സൈൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ഇസ് 1. സൈൻ 60 is equal to √3/2 divided by sin 60 is equal to √3/2 divided by sin 30 is equal to 1/2. 2 cancel. That is equal to refractive index. Refractive index is equal to √3. That is option D is the right answer. Clear അല്ലേ ഡാപ്പൂസേ? അടുത്തതിലേക്ക് വരാം. A transparent cube of 15 centimeter edge contain a small air bubble. The apparent depth when viewed from one faces is 6 centimeter and from other faces 4 centimeter. ഒരു ഗ്ലാസ് ക്യൂബ് ഉണ്ട്, ഇവിടെ ഒരു ബബിൾ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ റിയൽ ഡെപ്ത് ലെറ്റ്സ് സേ എക്സ് ആണെന്ന് വിചാരിച്ചു. ഈ ഭാഗത്തു നിന്ന് നോക്കുന്ന സമയത്ത് ഒരാൾക്ക് ഫീൽ ചെയ്യുന്ന റിയൽ ഡെപ്ത് എക്സ് ആണ്. അടിയിൽ നിന്നൊരു ഒബ്സർവർ നോക്കുകയാണെങ്കിൽ, അതർ ഫേസിൽ നിന്നൊരു ഒബ്സർവർ നോക്കുകയാണെങ്കിൽ അയാൾക്ക് ഫീൽ ചെയ്യുന്ന അതിൻ്റെ റിയൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് റിഫ്രാക്റ്റിംഗ് സർഫസ്. അവിടെ നിന്ന് യഥാർത്ഥത്തിൽ ആ ഡോട്ട് നിൽക്കുന്നത് y ഡിസ്റ്റൻസ് ഫ്രം ദ സർഫസ് ആണ്. ഈ ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം ഇതാണ് റിഫ്രാക്റ്റിംഗ് സർഫസ്. ഈ ഒബ്സർവറിലേക്ക് കണ്ണിലേക്ക് എത്തുന്ന ലൈറ്റ് റേ ഇവിടെ റിഫ്രാക്ട് ചെയ്തിട്ടല്ലേ ആ ലൈറ്റ് റേ എത്തുക. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് റിഫ്രാക്റ്റിംഗ് സർഫസ്. അപ്പോൾ റിഫ്രാക്റ്റിംഗ് സർഫസിൽ നിന്നും ആക്ച്വലി ആ ഒബ്ജക്റ്റ് എക്സ് ഡിസ്റ്റൻസ് അടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ രണ്ട് ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ റിയൽ ഡെപ്തുകളാണ് എക്സ്. ഇനി നോക്ക്, നമുക്ക് 15 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ആകെ വിടുത്ത്. അതവിടെ കേട്ടെ, 15 സെൻറ്റിമീറ്ററാണ് ആകെ വിടുത്ത്. എ ട്രാൻസ്പെറൻറ്റ് ഓക്കെ. ഇനി എ സ്മോൾ എയർ ബബിൾ വ്യൂഡ് ത്രൂ വൺ ഫേസ് 6 സെൻറ്റിമീറ്റർ ഡീപ്പ്. ആ ഒരു സൈഡിൽ കൂടെ നോക്കുമ്പോൾ അത് 6 സെൻറ്റിമീറ്റർ ഡീപ്പിൽ കാണുന്നത് റിയൽ ഡെപ്താണോ കാണുക? നോക്കൂ, ഈ ഒബ്സർവർ ഈ ഡോട്ടിനെ നോക്കുന്ന സമയത്ത് അയാൾക്ക് റിയൽ പൊസിഷനാണോ അയാൾക്ക് കാണാൻ പറ്റുക? അല്ല, അയാൾക്ക് റിയൽ പൊസിഷൻ അല്ല കാണാൻ പറ്റുക, അയാൾക്ക് അപ്പാരന്റ് പൊസിഷനാണ് കാണാൻ പറ്റുക. കാരണം ഈ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ റിഫ്രാക്ട് ചെയ്തതിൻ്റെ ശേഷമാണ് അയാളെ കണ്ണിലെത്തുന്നത്. മനസ്സിലായോ? അപ്പോൾ നോക്കൂ, ഈ ഒബ്സർവറിന് ഒരിക്കലും ഇതിൻ്റെ റിയൽ പൊസിഷൻ കാണാൻ പറ്റില്ല, അപ്പാരന്റ് പൊസിഷനാണ് കാണുക. അപ്പാരന്റ് പൊസിഷനാണ് 6 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ കാണുന്നത്. അപ്പോൾ അപ്പാരന്റ് പൊസിഷനാണ് 6 സെൻറ്റിമീറ്റർ. അപ്പാരന്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ റിയൽ പൊസിഷൻ ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ n into 6 ആണ് അവിടെ എക്സ് എന്ന് പറയുന്നത്. ആ പറഞ്ഞ പോയിന്റ് മനസ്സിലായോടാ? ഇനി നോക്ക്, അടിയിൽ എന്താ ഈ ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് പൊസിഷൻ ഇവിടെയാണ്. പക്ഷെ അത് അയാൾക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല, കാരണം ആ ലൈറ്റ് റിഫ്രാക്ട് ചെയ്തിട്ട് അയാളെ കണ്ണിലെത്തുന്നത്. അപ്പോൾ അയാൾ കാണുന്ന പൊസിഷൻ കുറച്ച് അടുത്തേക്കായിരിക്കും കാണുക. അയാൾ കാണുന്ന പൊസിഷനാണ് രണ്ടാമത്. ആൻഡ് വ്യൂ ത്രൂ ഓപ്പോസിറ്റ് ഫേസ് 4 സെൻറ്റിമീറ്റർ ഡീപ്പർ. അപ്പോൾ 4 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അപ്പാരന്റ് പൊസിഷനാണ്. അപ്പോൾ താഴെ നോക്കുമ്പോൾ അപ്പാരന്റ് പൊസിഷൻ 4 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു റിയൽ പൊസിഷൻ ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ 4 into n അല്ലെങ്കിൽ n into 4 is equal to y എന്ന് എഴുതാം. അപ്പോൾ എക്സും വൈയും കിട്ടി. ഈ എക്സും വൈയും ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? എക്സും വൈയും ആഡ് ചെയ്താൽ എക്സ് ഇതാ ഒരു ഭാഗത്തു നിന്നുള്ള റിയൽ ഡിസ്റ്റൻസ് ആണ് എക്സ്, മറുഭാഗത്തു നിന്നുള്ള റിയൽ ഡിസ്റ്റൻസ് വൈ. അപ്പോൾ എക്സും വൈയും ആഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ തിക്നെസ് കിട്ടും. അപ്പോൾ
x plus y is equal to 15. x plus y എന്ന് പറഞ്ഞാൽ എക്സിനും വൈക്കും ഞാൻ ഉണ്ടാക്കി ഇക്വേഷൻ എടുക്കാം. എക്സിനും വൈക്കും ഞാൻ ഉണ്ടാക്കി ഇക്വേഷൻ എടുക്കാം. n into 6 plus n into 6 plus n into 4 that is equal to 15. So n പുറത്തേക്ക് എടുത്താൽ 6 plus 4 is equal to 15. So n into 10 is equal to 15. So n is equal to 15 divided by 10, that is equal to 1.5. Option B is the right answer. D അല്ലടാ, B is the right answer. അത് പ്രീവിയസ് ക്വസ്റ്റൻ അല്ലേ? ഓക്കെ 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 ഗായ്സ്, അടുത്ത ക്വസ്റ്റ്യൻ. The speed of light in a medium A is 2 into 10 raised to 10 centimeter per second, 1.5 into 10 raised to 10 centimeter per second. The ray of light enter from medium B to A. അപ്പോൾ നോക്കൂ, ബിയിൽ നിന്നും എയിൽ, ഇതൊരു ബി എന്ന് പറഞ്ഞ മീഡിയം, ഇത് എ എന്ന് പറയുന്ന മീഡിയം. അപ്പോൾ ഇവിടുന്ന് ഒരു ലൈറ്റ് റേ എൻ്റർ ചെയ്യാണ് അറ്റ് ആൻ ആംഗിൾ ഓഫ് തീറ്റ. ഇറ്റ് ഇസ് അവർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ഇത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ് നടക്കുന്നത്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ തീറ്റ ഷുഡ് ബി മോർ ദാൻ ദാറ്റ് ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ. സൈൻ എടുക്കുകയാണെങ്കിൽ സൈൻ തീറ്റ ഷുഡ് ബി മോർ ദാൻ ദാറ്റ് ഓഫ് സൈൻ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ, or sin theta should be more than that of sin of critical angle is equal to refractive index of rarer medium divided by refractive index of denser medium. Refractive index of rarer medium divided by refractive index of denser medium. അപ്പോൾ sin of theta should be more than that of refractive index of rarer divided by refractive index of denser. Sin theta should be more than that of refractive index of rarer divided by refractive index of denser. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെയർ മീഡിയം ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ മീഡിയം എന്ന് പറയുന്നത്, ഒരു മിനിറ്റ് സൈൻ സി ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ സൈൻ സി ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെയർ ഡിവൈഡ് ബൈ ഡെൻസർ ആയി. എക്സാക്ട്ലി ഓക്കെ സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെയർ ഡിവൈഡ് ബൈ ഡെൻസർ. ഓക്കെ, ഇനി നമുക്കതിനെ വെലോസിറ്റിയിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ sin of theta should be more than that of rarer divided by denser എന്ന് പറയുമ്പോൾ അവിടെ വെലോസിറ്റിയുടെ റേഷ്യോ എടുക്കാം. n2 ഡിവൈഡഡ് ബൈ n1 എന്ന് പറയുന്നത് v1 ബൈ v2 അല്ലേ, നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ സൈൻ തീറ്റ ഷുഡ് ബി മോർ ദാൻ ദാറ്റ് ഓഫ് 1.5 ഇൻറ്റു 10 റേസ് ടു 10, അതാണ് രണ്ടാമത്തെ മീഡിയത്തിലെ വെലോസിറ്റി, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10 റേസ് ടു 10. അപ്പോൾ 10 റേസ് ടു 10 റേസ് ടു കട്ടായി. അപ്പോൾ സൈൻ ഓഫ് തീറ്റ ഷുഡ് ബി മോർ ദാൻ ദാറ്റ് ഓഫ് 1.5 നമുക്ക് 3/2 എന്ന് എഴുതാം, ഇൻറ്റു 2. അപ്പോൾ സൈൻ ഓഫ് തീറ്റ ഷുഡ് ബി മോർ ദാൻ ദാറ്റ് ഓഫ് 3/4. അപ്പോൾ ആൻസർ എന്താ വരിക? തീറ്റ ഷുഡ് ബി മോർ ദാൻ ദാറ്റ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 3/4. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. യെസ്, വെലോസിറ്റി വെച്ചാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, സൈൻ ഓഫ് തീറ്റ ഷുഡ് ബി മോർ ദാൻ ദാറ്റ് ഓഫ് 3/4. അപ്പം തീറ്റ ഷുഡ് ബി മോർ ദാൻ ദാറ്റ് ഓഫ് sin inverse of 3/4. തീറ്റ ഷുഡ് ബി മോർ ദാൻ ദാറ്റ് ഓഫ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, എന്നാലല്ലേ നമുക്ക് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുള്ളൂ. ഇത് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് എന്ന ക്വസ്റ്റൻ ആയിരുന്നു, ശരിയല്ലേ? എന്താ ക്വസ്റ്റ്യൻ? എ ബീം ഓഫ് ലൈറ്റ്, എ ലൈറ്റ് ബീം ഇസ് ട്രാവലിംഗ് region 1 to 4. See the figure. The refractive index of the region 1, 2, 3, 4 are respectively n0, n0/2, n0/6, n0/8. The angle of incidence at which the beam just misses entering to the region 4. ആ റേ ഫോർത്ത് റീജിയനിലേക്ക് എൻ്റർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് എങ്ങനെ പോയിട്ടുണ്ടാവും എന്നറിയോ മക്കളെ? ശ്രദ്ധിച്ച് നോക്കണേ. ഇതിങ്ങനെ ബെൻഡ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ ഫോർത്ത് റീജിയനിലേക്ക് കയറാൻ പാടില്ല. അവിടെ എത്തുമ്പോൾ ഫോർത്ത് റീജിയനിലേക്ക് കയറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഫോർത്ത് റീജിയനിലേക്ക് കടക്കാതിരിക്കണമെങ്കിൽ ഒന്നുകിൽ ഇത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണം, അല്ലെങ്കിൽ 90 ഡിഗ്രിയിൽ റിഫ്രാക്ട് ചെയ്യണം. അപ്പോൾ 90 ഡിഗ്രിയിൽ റിഫ്രാക്ട് ചെയ്തു എന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി. അപ്പോൾ ഞാൻ ഈ രണ്ട് മീഡിയത്തിൽ സ്നെൽസ് ലോ അപ്ലൈ ചെയ്തു. ഞാൻ നിങ്ങളെ രാവിലെ പറഞ്ഞു തന്നതാണ്. ഏത് രണ്ട് മീഡിയത്തിലാണോ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുന്നത്, ഡയറക്റ്റ് നമുക്ക് അവിടുത്തെ ഇക്വേഷൻ എഴുതിയാൽ മതി. സൈൻ ഓഫ് അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ മീഡിയത്തിൻ്റെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി. ദാറ്റ് ഈസ് ഈക്വൽ ടു എവിടെയാണോ റിഫ്രാക്ഷൻ എടുത്ത് അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n0/8 ഡിവൈഡഡ് ബൈ എവിടെയാണോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എടുത്ത് അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n0.
n0. അപ്പോൾ n0 കട്ടാവും. അപ്പോൾ സൈൻ ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു 1/8 ആയിരിക്കും. അപ്പോൾ തീറ്റ ഷുഡ് ബി സൈൻ ഇൻവേഴ്സ് ഓഫ് 1/8. ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഇത് മക്കൾ ചെയ്തിരുന്നോ? ഇറ്റ്സ് എ പ്രീവിയസ് ഇയർ IIT ക്വസ്റ്റ്യൻ. ഇതൊരു IIT ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്ലിയർ ആണോടാ? ഇത് മനസ്സിലായോ? ഇത് മനസ്സിലായോടാ? ഇത് ക്ലിയർ ആണോ? ഇത് ഹോംവർക്ക് എന്നപ്പോൾ ചെയ്തിരുന്നോ? എന്നാൽ അതേപോലെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യും. അതേപോലെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യും. അതേപോലെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യും. നോക്ക്. A ray of light is incident at the glass water interface at an angle of I, at an angle of incidence I. It emerges finally parallel to the surface of water of refractive index. Water refractive index is given in the question. Okay, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? A ray of light is incident on glass. A ray of light is incident at glass water surface at an angle of incidence I. Get finally parallel to the surface of water, then the value of μg. Okay നമുക്ക് വാല്യൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ആണ് നമുക്ക് കിട്ടേണ്ടത്, ശരിയല്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് നമുക്ക് കിട്ടണം അല്ലേ? ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയടാ, ഈ ആംഗിൾ കണ്ടുപിടിക്കാം. ആ ആംഗിൾ തന്നെയാണ് ഇവിടെ. എന്നിട്ട് നമുക്കിവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് കിട്ടും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് സൈൻ ഓഫ് ആർ ഡിവൈഡഡ് ബൈ സൈൻ 90 is equal to refractive index of second medium divided refractive index of first medium 4/3. അപ്പോൾ 3 മുകളിലേക്ക് പോകും. അപ്പോൾ സൈൻ ആർ ഇസ് ഈക്വൽ ടു 3/4 കിട്ടും. സൈൻ ആർ ഇസ് ഈക്വൽ ടു 3/4. ഇനി നമുക്ക് ഇവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. സൈൻ ഐ divided by sin r is equal to refractive index of second medium, that is 4 divided by 3 refractive index of first medium, that is refractive index of glass mu g. ഓക്കെ, അപ്പോൾ മ്യൂ ജി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സൈൻ ആർ മ്യൂ ജി ഓക്കെ, അപ്പം സൈൻ ആറിൻ്റെ വാല്യൂ എടുത്ത് അങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ആർ 3/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3 മ്യൂ ജി. അപ്പോൾ 4 നേരെ മുകളിലേക്ക് പോകും. സോ 4/3 സൈൻ ഐ ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 3 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. അപ്പോൾ ഇവിടെ 4ഉം 4ഉം ക്യാൻസൽ ആവും, 3ഉം 3ഉം ക്യാൻസൽ ആവും. സൈൻ ഐ ഈസ് ഈക്വൽ ടു 1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് എന്ന് കിട്ടും, ശരിയല്ലേ? 1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ refractive index of glass is equal to 1 sin I. Okay, that is 1 sin I. Option B is the right answer. ഇവിടെയും സ്നെൽസ് ലോ അപ്ലൈ ചെയ്താലും മതി, ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ ആണോടാ? ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ റേ ഓഫ് ലൈറ്റ് ട്രാവൽ ഫ്രം ഗ്ലാസ്, ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് 3/2 towards the refractive index 4/3. The value of critical angle. Yes, critical angle value ഞാൻ പറഞ്ഞിരുന്നു. critical angle value നമ്മൾ sin c is equal to refractive index of rarer divided by refractive index of denser. ഇനി അത് rarer air ആകുമ്പോഴാണ് 1/n എന്ന് എഴുതുക. അപ്പോൾ ജനറൽ ഇക്വേഷനിൽ refractive index is equal sin c is equal to refractive index of rarer divided by denser. അപ്പോൾ നമുക്ക് refractive index of rarer ഇതിൽ 3/2ഉം 4/3. 3/2 എന്ന് പറയുമ്പോൾ 1.5, 4/3 എന്ന് പറയുമ്പോൾ 1.33. അപ്പോൾ റെയർ എന്ന് പറയുന്നത് 4/3 ആണ്. 4/3/3/2. അപ്പോൾ 2 മുകളിലേക്ക് പോകും. അപ്പോൾ സൈൻ സി is equal to 8/9. Sin c is equal to 8/9. That is option 3 is the right answer. Clear അല്ലടാ? ആൻഡ് ദിസ് വിൽ ബി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. ഇത് ഒരു IIT ക്വസ്റ്റ്യൻ ആണ്, നല്ല കൺസെപ്റ്റാണ്, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ. കൺസിഡർ ദ സിറ്റുവേഷൻ ഷോൺ ഇൻ ഫിഗർ. വാട്ടർ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 4/3 is filled in a beaker up to a height of 10 centimeter.
A plane mirror is fixed at a height of 5 centimeter from the surface of water. The distance of image from the mirror after reflection from an object O at the bottom of the beaker is. നോക്ക് ഈ ബീക്കറിൽ നിറയെ വെള്ളമുണ്ട്. ഇതിൻ്റെ ഏറ്റവും താഴെ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്ക് ബീക്കറിൻ്റെ ഡെപ്ത് 10 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ ഇതിൻ്റെ താഴെ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആയിട്ടാണോ ആ ഒബ്ജക്റ്റ് ഫീൽ ചെയ്യുക? അല്ല. ഈ മിററിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയാണ് മിറർ. ദിസ് ഇസ് ദ മിറർ. ദിസ് ഇസ് ദ ലൊക്കേഷൻ ഓഫ് മിറർ. അപ്പോൾ മിററിൻ്റെ ഫ്രണ്ടിലുള്ള ഒബ്ജക്റ്റ് ഇവിടെയാണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇത്ര എടുക്കാൻ പാടില്ല. കാരണം മിററിനെ സംബന്ധിച്ചിടത്തോളം ഈ മിററിലേക്ക് വരുന്ന ലൈറ്റ് റേസ് ഇവിടെ നിന്നാണ് വരുന്നത് എങ്കിലും അത് റിഫ്രാക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അപ്പാരൻറ്റ് പൊസിഷൻ കുറച്ച് മുകളിലായിട്ടാണ് ഫീൽ ചെയ്യുക. നമ്മൾ പഠിച്ചതാണ് അപ്പാരൻറ്റ് ഡെപ്താണ് അതിൻ്റെ പൊസിഷനായിട്ട് അനുഭവപ്പെടുക. അപ്പോൾ അപ്പാരൻറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ദിസ് ഇസ് ദ അപ്പാരൻറ്റ് പൊസിഷൻ. അപ്പോൾ ഈ അപ്പാരൻറ്റ് പൊസിഷൻ ആദ്യം കണ്ടുപിടിക്കണം. H dash is equal to real depth divided by refractive index 4/3. So H dash is equal to 3/4 into 10. അപ്പോൾ H dash is equal to 3/4 എന്ന് പറഞ്ഞാൽ 0.75 into 10. അപ്പോൾ H dash is equal to 7.5. അപ്പോൾ H dash is equal to 7.5. പിന്നെ മിററിലേക്ക് ഇവിടുന്ന് എത്ര ഹൈറ്റ് ഉണ്ട്? 5 സെൻറ്റിമീറ്റർ. അപ്പോൾ മിററിലേക്ക് ടോട്ടലുള്ള ഡിസ്റ്റൻസ് ആണ് 7.5 + 5. 7.5 + 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 12.5. അപ്പോൾ നമുക്ക് മൊത്തം ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് വരിക 12.5 സെൻറ്റിമീറ്റർ. അപ്പോൾ 12.5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്താൽ അതിൻ്റെ ഇമേജ് അത്ര തന്നെ പുറകിലുണ്ടാവുക. സോ ഇമേജ് ഇസ് ഓൾസോ ഫോം അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 12.5 സെൻറ്റിമീറ്റർ. So the distance of the image from the mirror after reflection at the bottom of the beaker. ഓക്കെ, അപ്പം ഇവിടെയാണ് മിറർ. അപ്പോൾ അതിൻ്റെ ഇമേജ് ഉണ്ടാവുക. ഒബ്ജക്റ്റ് എത്ര ഡിസ്റ്റൻസിലാണോ അത്ര ഡിസ്റ്റൻസിലാണ് ഇമേജ് ഉണ്ടാവുക. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നിങ്ങൾ ഇത്രയും എടുക്കരുത്, കാരണം വെള്ളത്തിലാണ് ഒബ്ജക്റ്റ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അപ്പാരൻറ്റ് പൊസിഷൻ എടുക്കണം. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് 12.5 കിട്ടിയാൽ ഇമേജ് ഡിസ്റ്റൻസ് ഇസ് ഓൾസോ 12.5. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, so that is the end of the session. Clear അല്ലേ മക്കളെ? ഇനി നമുക്ക് റേ ഓപ്റ്റിക്സിൻ്റെ പാർട്ട് 3യുമായിട്ട് നെക്സ്റ്റ് ഡേ അല്ല, ഈസ്റ്റർ കഴിഞ്ഞിട്ട് കാണാം. സോ ഹാപ്പി ഈസ്റ്റർ. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.